ഗുഡ് ഈവനിങ്, നമസ്കാരം. മുരളി സാർ, ഷിജി മാം. യെസ് സാർ, യെസ് സാർ. ആ, വന്നല്ലോ. ഓക്കെ ഓക്കെ. മോഹൻദാസ് സാർ. ഞാൻ നേരത്തെ വന്നു സാർ. സാറിനെ നേരത്തെ കണ്ടില്ല, അതാ. അപ്പൊ പിന്നെ ഞാൻ ഞാനുണ്ട്. ബിജു സാർ. നമ്മുടെ മോഹൻദാസ് സാറുണ്ട്. സാറിന്റെ മറ്റേ ഗ്ലാമർ, സോറി ഗ്ലാമർ അല്ല, ക്യാമറ എന്തോ പ്രശ്നമായിട്ട് ഇരിക്കാത്ര. ഓക്കെ ഓക്കെ. പേര് വിളിക്കുന്നവർ പ്രസന്റ് പറയാ. ബിജു സാർ. ബിജു സാർ ഉണ്ടോ അവിടെ? ബിജു സാറിനെ കേൾക്കാൻ വയ്യല്ലോ. സാറ് കേൾക്കുന്നു? മുരളി സാർ ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? കേൾക്കുന്നുണ്ടല്ലോ സാർ. ഓക്കെ ഓക്കെ. ഷിജി മാം, നമസ്കാരം. നമസ്കാരം സാർ. നമസ്കാരം. അപ്പൊ നമുക്ക് തുടങ്ങാമല്ലോ അല്ലേ? തീർച്ചയായിട്ടും സാർ. നമ്മൾ എന്തിനാ വൈകണേ? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ വൈകാതെ തന്നെ തുടങ്ങാം. എല്ലാവർക്കും സുസ്വാഗതം. ഈ പ്രത്യേക സെഷൻ, ഈ വർഷത്തെ ആദ്യത്തെ, ഈ അക്കാഡമിക് ഇയർ സ്റ്റാർട്ടിങ്ങിലെ പുതിയ സിലബസ് പുതുക്കാം ആത്മവിശ്വാസം എന്ന സെഷനിലേക്ക് എല്ലാവർക്കും ഹാർദവമായി സ്വാഗതം. ഈ സെഷന്റെ പുതിയ സിലബസും കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മുടെ പ്രഗത്ഭരായ അധ്യാപകർ ഷിജി മാം, CBSE റിസോഴ്സ് പേഴ്സൺ ആണ്. അതുപോലെ മുരളി സാറിനെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ല. മോഹൻദാസ് സാറുണ്ട്. അപ്പം അവരെല്ലാം കൂടെ ചേർന്നുള്ള ഒരു സെഷനാണ്. നിങ്ങളുടെ എന്താ പറയുക, സംശയവും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ദൂരീകരിക്കാനും കൂടുതൽ ക്ലാരിറ്റി, സിലബസിനെ കുറിച്ചുള്ള ക്ലാരിറ്റിയും, പിന്നെ എങ്ങനെയാണ് ഇത് പഠിപ്പിക്കേണ്ടത്, ഏത് അപ്രോച്ചാണ് നമുക്ക് എടുക്കേണ്ടത് എന്നുള്ള വിശദമായ ഒരു സെഷനാണ് ഇവിടെ സംജാതമായിട്ടുള്ളത്. അപ്പൊ അതിനുവേണ്ടി പ്രയത്നിച്ച മുരളി സാറിനും മോഹൻദാസ് സാറിനും ഷിജി മേഡത്തിനും വളരെയധികം നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് മുരളി സാറിന് 2 വാക്ക് സംസാരിക്കാനായിട്ട് ക്ഷണിക്കുന്നു. അതിനു മുമ്പ് മുരളി സാർ 30 വർഷത്തോളം കാലം UAE അധ്യാപകൻ. 40 വർഷം സാർ. 40 വർഷമോ? 39. മൈ ഗോഡ്, 39 വർഷം UAE മലയാള അധ്യാപകനായി, പിന്നെ കവിയും കഥാകൃത്തും ഒക്കെയായി, ഓതർ റൈറ്ററൊക്കെ ആയിട്ട് കഴിഞ്ഞിരുന്നു. ഇപ്പോ സാറ് തൃശ്ശൂരുണ്ട്, റിട്ടയർഡ് ആണ്. ബട്ട് റിട്ടയർഡ് എന്നുള്ളതിൽ ഒഫീഷ്യലാണ്, പക്ഷെ ഭയങ്കര സാർ എപ്പോഴും ആക്റ്റീവാണ്. അപ്പൊ എല്ലാ ഭാവങ്ങളും സാറിന് നേർന്നുകൊണ്ട് സാറിനെ ക്ഷണിക്കാം. നമുക്ക് 2 വാക്ക് സാർ ഈ ഇതിനെ കുറിച്ച് ഒരു ആമുഖം, ഒരു ആശംസ പറയും സാർ. യെസ് സാർ, യെസ് സാർ. താങ്ക് യു സലാം സാർ. കാരണം സാറാണ് ഇതിന്റെ എല്ലാം നമുക്കുള്ള വലിയൊരു ഊർജ കേന്ദ്രം ശരിക്കും. അപ്പോ ഈ ഇപ്രാവശ്യം സിലബസ് വന്നപ്പോ തന്നെ നമുക്കത് വളരെ പെട്ടെന്ന്, കാരണം എന്താന്ന് വെച്ചാൽ ദുബായ്, ഗൾഫിലാണെങ്കിൽ ഓൺലൈനിലാണ് നടക്കുന്നത് ക്ലാസ്, നാട്ടിൽ അങ്ങനെയല്ല. പക്ഷേ ഈ സംശയങ്ങൾ, പുസ്തകം മാറുന്നു, അതോടൊപ്പം തന്നെ 9ാം ക്ലാസ്സിൽ കഴിഞ്ഞ വർഷം മാറിയിട്ടുള്ളൂ, പക്ഷെ വീണ്ടും 4 ലെസൺ. എന്താ സാർ കേൾക്കുന്നില്ലേ? സലാം സാർ. ഗോ ഹെഡ് സാർ. സോറി. ഓക്കെ സാർ. അപ്പോ 9ാം ക്ലാസ്സിലെ 4 ലെസൺ മാറുന്നു, 10ാം ക്ലാസ്സിൽ മൊത്തം മാറുന്നു. തീർച്ചയായിട്ടും നമുക്ക് വളരെയധികം ആത്മവിശ്വാസത്തിന്റെ ആവശ്യമുണ്ട്. അതാണ് ഇപ്പൊ അത്. കാരണം ഈ പ്രത്യേകിച്ച് ഗൾഫ് മേഖലയിലുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയ വെല്ലുവിളികളാണ്. കാരണം യുദ്ധത്തെ കുറിച്ച് നമുക്കൊന്നും പറയാൻ പറ്റില്ല, എപ്പോ അതാവോ അവസാനിക്കുന്നൊക്കെയുള്ള. അതുകൊണ്ട് തന്നെ ഓൺലൈനിൽ കുട്ടികളെ മേയ്ക്കുക എന്ന് പറയുന്നത് വളരെ പ്രശ്നമാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇന്ത്യയിൽ, ഇപ്പൊ കേരളത്തിലായാലും അങ്ങനത്തെ പ്രശ്നങ്ങളില്ലെങ്കിലും തീർച്ചയായിട്ടും ഒരു പുതിയ ബോധം അല്ലെങ്കിൽ ഒരു അവബോധം കിട്ടേണ്ടത് അത്യാവശ്യമാണ്. ഈ അത്യാവശ്യത്തിനാണ് നമ്മൾ ഈ ഇതുമായി ബന്ധപ്പെട്ട് ഷിജിയെ വളരെ നേരത്തെ തന്നെ, ഇപ്പോഴല്ല, ഷിജി മാമിനെ വളരെ നേരത്തെ തന്നെ റെഡിയാക്കി, എന്താ പറയാ, ഇങ്ങനെ ഈ ഇതിന് വേണ്ടിയിട്ട് ശ്രമിക്കാൻ പറഞ്ഞിട്ട് ഷിജി മാം ആണെങ്കിൽ വളരെ ഹാപ്പി ആയിട്ടാണ് അത് ഏറ്റെടുത്തത്. അതുകൊണ്ട് തന്നെ അവര് വളരെ നന്നായിട്ട് നിങ്ങൾക്ക് ഒരു ഔട്ട്ലൈൻ നമുക്ക് തരും. അതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. ഈ ഒരു ക്ലാസ് തീർച്ചയായിട്ടും പുതുവർഷത്തിലെ ഏറ്റവും നല്ല തുടക്കമായി മാറുന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഒരു സംശയവും മനസ്സിലില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാം. ഇപ്രാവശ്യം വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ മലയാളം നിങ്ങളുടെ കൂടെ ഉണ്ടാവും. അതുകൊണ്ടാണ് ഒരു തരി വൈകാതെ, ഇപ്പൊ ഞാൻ നാട്ടിലിരിക്കുന്ന കാരണം വളരെ അധികം സമയവും കിട്ടുന്നുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇതിനെ കൂടുതൽ, സലാം സാറാണെങ്കിൽ എന്റെ വളരെ അടുത്താണ്, മോഹൻദാസ് സാർ മാത്രം ഇത്തിരി ദൂരത്തിലുള്ളൂ, ഞങ്ങളൊക്കെ വളരെ അടുത്താണ്. അപ്പൊ അതുകൊണ്ട്
ഈ ഒരു സെഷൻ ഏറ്റവും നല്ലതാവും. ഞാൻ നീട്ടുന്നില്ല, കാരണം ഷിജി മാമിന് നമ്മൾ ഇഷ്ടം പോലെ സമയം കൊടുക്കേണ്ടതാണ്. താങ്ക് യു മാം, താങ്ക് യു സാർ, താങ്ക് യു ബിജു സാർ, മോഹൻദാസ് സാർ, എല്ലാവർക്കും ഇന്നിവിടെ വന്നിട്ടുള്ള എല്ലാ ടീച്ചേഴ്സിനും കുട്ടികളുണ്ടെങ്കിൽ അവർക്കുമൊക്കെ സ്വാഗതം പറയുന്നു. നല്ലൊരു സെഷനിലേക്ക് നമുക്ക് പതുക്കെ പ്രവേശിക്കാം. താങ്ക് യു സാർ. താങ്ക് യു സോ മച്ച് മുരളി സർ. നെക്സ്റ്റ് ഒരു രണ്ടു വാക്ക് സംസാരിക്കാൻ, ആശംസ അർപ്പിക്കാനായിട്ട് നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട മോഹൻദാസ് സാർ, പ്രവാസി ജീവിതം നയിക്കുന്ന, റിട്ടയർഡ് ആയിട്ടില്ല ഇതുവരെയും സാറ്, ഇപ്പോഴും അലൈനിൽ തന്നെയുണ്ട്. ആറ് വരുന്നില്ല എന്നാ പറയുന്നത്, അവിടെ തന്നെ കൂടുകയാണ്. അതെ, എനിക്ക് അവിടെ വീടൊക്കെ വാങ്ങാനുള്ള പ്ലാൻ ഉണ്ട്. സാറ് ഇപ്പോ ചങ്കിടിപ്പോടെ ആയിരിക്കും ഓരോ ദിവസവും തള്ളി നീക്കുന്നത്. അങ്ങനത്തെ സിറ്റുവേഷൻ ആണ്. ക്ലാസ്സുകളൊക്കെ ഓൺലൈനിലാണ്. എന്തായാലും സാറ് നമ്മുടെ ഈ ഉദ്യമത്തിൽ, ഈ ഇന്നത്തെ സെഷന്റെ പ്രിപ്പറേഷനിൽ പങ്കെടുത്തതിൽ വളരെ നന്ദിയുണ്ട് സർ. മോഹൻദാസ് സാറിനെ രണ്ടു വാക്ക് സംസാരിക്കാനായിട്ട് ക്ഷണിക്കാം നമുക്ക്. സർ, ഓവർ ടു യു. താങ്ക് യു സർ. അപ്പോൾ ഇന്നത്തെ സെക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു അടിത്തറയാണ്. നമ്മൾ അക്കാഡമിക് ഇയർ ആരംഭിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു അടിത്തറയാണ് ശുതാർത്ഥത എന്ന സിലബസ്. ആ സിലബസിന്റെ അടിസ്ഥാനത്തിലാണ് ബാക്കി കാര്യങ്ങളെല്ലാം നടക്കുന്നത്. അപ്പൊ അത് കുട്ടികളും നമ്മൾ അധ്യാപകരും വളരെ വ്യക്തമായിട്ട് അറിഞ്ഞിരുന്നാൽ മാത്രമേ അതിന്റെ മറ്റ് അനുബന്ധ പ്രവർത്തനങ്ങൾ നടത്താൻ പറ്റും. അപ്പൊ അതുകൊണ്ട് തന്നെ സിലബസ് വളരെ പ്രാധാന്യമുള്ളതാണ്. അതിനെക്കുറിച്ച് അവതരിപ്പിക്കാൻ നമ്മുടെ ഷിജി ടീച്ചർ വളരെ ആത്മാർത്ഥമായിട്ട്, നേരത്തെ മുരളി സാർ പറഞ്ഞതുപോലെ വളരെ ആത്മാർത്ഥമായിട്ട് തന്നെ രംഗത്ത് വന്നിട്ടുണ്ട്. അത് വളരെ സന്തോഷം. അപ്പോ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. എല്ലാവർക്കും ഒരു കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ താങ്ക് യു സാർ. താങ്ക് യു മോഹൻദാസ്. നിങ്ങളെ പോലുള്ള കാരണന്മാരാണ് നമ്മുടെ ശക്തി. അതെ അതെ. ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന ഒരു പ്രതിഭാശാലിയായ വ്യക്തിത്വം, പ്രചോദനമേകുന്ന അധ്യാപിക, മികച്ച സാഹിത്യകാരി, കരുത്തുറ്റ അക്കാദമിക് വ്യക്തിത്വം ശ്രീമതി ഷിജി ജോസ്. MA മലയാളം, ജേർണലിസം, UGC നെറ്റ് എന്നീ ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതകളോടുകൂടി 21 വർഷത്തെ അധ്യാപന പരിചയത്തോടെ നിരവധി തലമുറകളുടെ ഭാവി നിർമ്മാണത്തിനായി ആത്മാർത്ഥമായി പ്രവർത്തിച്ചു വരുന്ന ഷിജി ജോസ് ടീച്ചർ ഇപ്പോൾ 13 വർഷമായി കടത്തുട്ടി സെന്റ് കുര്യാക്കോസ് പബ്ലിക് സ്കൂളിൽ PGT ആയി തുടരുന്നു. അധ്യാപന രംഗത്തേക്ക് വരുന്നതിന് മുൻപ് ഫ്രീലാൻസ് ജേർണലിസ്റ്റായും ടാറ്റയുടെ ഷോറൂമിൽ പബ്ലിക് റിലേഷൻസിലും പ്രവർത്തന അനുഭവമുണ്ട്. സാഹിത്യ സാംസ്കാരിക മേഖലകളിലും നിരവധി നേട്ടങ്ങൾ കൈവരിച്ചിരിക്കുന്നു. വിദ്യാരംഗം കവിതാ പുരസ്കാരം, S രമേശൻ സ്മാരക കവിതാ പുരസ്കാരം, മലയാള മനോരമ നല്ലപാഠം പദ്ധതിയുടെ ബെസ്റ്റ് കോർഡിനേറ്റർ എന്നീ അവാർഡുകൾ നേടി. സ്കൂൾ മാഗസിൻ ചീഫ് എഡിറ്ററായി സംസ്ഥാനതല സഹോദയ ബെസ്റ്റ് സ്കൂൾ മാഗസിൻ അവാർഡ് 2 തവണ നേടിയിട്ടുണ്ട്. 2015-22 കാലയളവിൽ സ്കൂൾ പ്രോഗ്രാം കോർഡിനേറ്ററായി പ്രവർത്തിച്ചു. 10ാം ക്ലാസ് വിദ്യാർത്ഥികൾക്കായി പഠനസഹായി രചിച്ചിട്ടുണ്ട്. കവിതകളും സ്കിറ്റുകളും എഴുതി വിവിധ പ്രസിദ്ധീകരണങ്ങളിൽ സജീവമായ സംഭാവന നൽകിയിട്ടുണ്ട്. വിദ്യാഭ്യാസ രംഗത്ത് കുട്ടികൾക്ക് മികവിനും സാംസ്കാരിക വളർച്ചയ്ക്കും വഴി കൊടുത്തുകൊണ്ടിരിക്കുന്ന ഈ ശ്രേഷ്ഠ അധ്യാപികയെ നമുക്കെല്ലാവർക്കും ഒരുമിച്ച് സ്നേഹപൂർവ്വം ഇവിടെ സ്വാഗതം ചെയ്യാം. താങ്ക് യു സാർ. കേൾക്കാമോ? കേൾക്കാം, കേട്ടുകൊണ്ടേയിരിക്കാം. ഷെയർ കാണാൻ പറ്റുന്നുണ്ടോ? വരുന്നുണ്ട്. ഓക്കെ. അപ്പോ വലിയൊരു എന്താ പറയാ ഇൻട്രൊഡക്ഷൻ. എല്ലാവർക്കും നന്ദി. ഗുഡ് ഈവനിങ് ഓൾ. എല്ലാവർക്കും നമസ്കാരം. സലാം സാറിന്റെ അക്കാഡമിയിൽ നിന്ന് ഇറങ്ങിയ ഒരാളാണ് ഞാൻ. അങ്ങനെ എന്നെ തന്നെ സാർ ഇങ്ങനെ പറയില്ലേ, കാരണം ഫസ്റ്റ് ക്ലാസ് ഞാൻ എടുക്കുന്നത് എനിക്കൊന്ന് എക്സ്ട്രാ മെയിലാണെന്ന് തോന്നുന്നു. 1 ഇയർ ബാക്കോ 2 ഇയർ ബാക്കോ എങ്ങാണ്ടാണെന്ന് തോന്നുന്നു. അതിനുശേഷമാണ് റിസോഴ്സ് പേഴ്സൺ ഇതിലേക്കൊക്കെ പോകുന്നത്. പിന്നെ മുരളി സാർ നമുക്കറിയാലോ, സാർ ഇങ്ങനെ പൊക്കി പൊക്കി എയറിലേക്ക് വിടുന്ന ആളാണ്. അതുകൊണ്ട് ഇതൊന്നും കേട്ടാരും ചേട്ടണ്ട കേട്ടോ. അപ്പൊ സലാം സാറിനും ബിജു സാറിനും മോഹൻദാസ് സാറിനും മുരളി സാറിനും ഒക്കെ വലിയൊരു നന്ദി. വീണ്ടും ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് ക്ഷണിച്ചതിന്, എത്താൻ സാധിച്ചതിന് ഒരുപാട് നന്ദിയുണ്ട്. കാരണം എക്സ്ട്രാ മൈലിന്റെ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് വരുമ്പോൾ നല്ലൊരു കോൺഫിഡൻസാണ്, ഒരു ടെൻഷനും ഇല്ലാതെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതാണ്. അതിലെനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. ഇവൻ ഒരു ഡൗട്ട് വരുമ്പോൾ പോലും പലപ്പോഴും ഞാൻ സലാം സാറിനെയാണ് കോൺടാക്ട് ചെയ്യുക. പിന്നെ മുരളി സാറിന്റെ കാര്യം പറയാനില്ലല്ലോ, സാറ് ഒരു ദിവസം കണ്ടില്ലെങ്കിൽ പിന്നെ നമ്മളെ വെറുതെ ഇരുത്തില്ല. അപ്പോ ഒരു കുടുംബത്തിൽ ചെന്നതുപോലെയുള്ള സന്തോഷമാണ്.
ആ ഒരു സന്തോഷം എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യട്ടെ. നമ്മുടെ ഇന്നത്തെ സെഷൻ ശരിക്കും പറഞ്ഞാൽ ഇതൊരു ആമുഖമാണ് കേട്ടോ. നമ്മളൊരു കംപ്ലീറ്റ് ലെസൺസ് എടുത്തൊരു വിശകലനം എന്നതിലുപരിയായിട്ട് ഒരു ആമുഖമാണ് ഉദ്ദേശിക്കുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സിലബസിന്റെ മാറ്റങ്ങള് നമ്മൾ എങ്ങനെ പാഠങ്ങളെ കൈകാര്യം ചെയ്യണം, അങ്ങനെ ഒരു ആമുഖമാണ് പ്രധാനമായിട്ട് പറഞ്ഞു പോകുന്നത്. നമ്മളെല്ലാവരും ആകപ്പാടെ ഒരു ആദിയും വ്യാധിയും ഒക്കെ പിടിച്ചിരിക്കുകയാണ്. ഒന്ന്, ഗൾഫിലുള്ള സ്കൂളുകളിലെ എല്ലാം ഓൺലൈൻ ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങള്. മറ്റൊന്ന്, നമുക്ക് 10th ടെക്സ്റ്റ് ബുക്ക് മാറിയിരിക്കുന്നു. ഇതിന്റെ എല്ലാം ടെൻഷനുണ്ട് നമുക്ക്. പൊതുവെ നമ്മൾ ഈ അധ്യാപകര് ടെൻഷൻ ജീവികളാണ്. അങ്ങനെയല്ലേ? എനിക്ക് അങ്ങനെയാ തോന്നിയിട്ടില്ല. നമ്മുടെ ഈ ടെൻഷൻ മുഴുവൻ നമ്മൾ കുട്ടികളിലേക്കും കൊണ്ടു കൊടുക്കും. ഇതാണ് നമ്മുടെ ഒരു വലിയ പ്രശ്നം. ഈ പ്രശ്നം ഇത്തവണത്തെ നമ്മുടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല് പുസ്തകം മാറി, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഇല്ല, നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു ടെൻഷനിലാണ് എല്ലാവരും. അപ്പോ എനിക്ക് തോന്നുന്നത് നമ്മളൊന്ന് റിലാക്സ് ചെയ്യുക. കുറേ വർഷമായിട്ട് നമ്മൾ ഒരേ ടെക്സ്റ്റ് ബുക്ക് അല്ലേ പഠിപ്പിക്കുന്നത്. അപ്പൊ ഒരു ചേഞ്ച് നമുക്ക് വേണ്ടേ? ആ ഒരു പോസിറ്റീവ് തിങ്കിങ്ങോടെ നമുക്ക് പുതിയ പുസ്തകത്തെയും പുതിയ പാഠങ്ങളെയും സമീപിക്കാം എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. നമുക്കതിനനുസരിച്ച് കുട്ടികളെയും റിലാക്സ് ആക്കിക്കാം. ഇതൊക്കെ ഇങ്ങനെ പറയുമ്പോഴും തീർച്ചയായിട്ടും നമ്മൾ ഒരു കാര്യം ഓർമ്മയിലുണ്ട്. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നമ്മൾ ഒരേ പുസ്തകം പഠിപ്പിച്ചുകൊണ്ടിരുന്നെങ്കിലും കാതലായ പാഠങ്ങൾ ഉണ്ടായിരുന്ന പുസ്തകം തന്നെയായിരുന്നു അത്. അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഇപ്പൊ വന്നിരിക്കുന്ന പുസ്തകത്തിന് അങ്ങനെ ഒരു കാതലുള്ള പാഠങ്ങളില്ല, അല്ലെങ്കിൽ ഒരു സീരിയസ് റീഡിങ്ങിന് പറ്റിയ പാഠങ്ങളില്ല എന്നൊക്കെയുള്ള ഒരു നെഗറ്റീവ് സൈഡ് പറയുന്നുണ്ട്. നമുക്ക് അതിന്റെ പോസിറ്റീവ് വശം മാത്രം എടുക്കാം എന്നുള്ളതാണ് എൻ്റെ ഒരഭിപ്രായം. പക്ഷെ ഒരിക്കലും നമ്മുടെ കടൽ തീരത്ത് പോലെയോ അല്ലെങ്കിൽ ലക്ഷ്മണ സ്വാന്തനം പോലെയോ അത്ര ആശയഗംഭീരമായ പാഠങ്ങൾ ശരിയാണ് പുതിയ പുസ്തകത്തിലില്ല. പക്ഷെ കുട്ടികളെ സംബന്ധിച്ച് കുറച്ചും കൂടി സിമ്പിൾ ആയിട്ടുള്ള, പഠിക്കാൻ എളുപ്പമുള്ള ലെസൺസ് ആണ് പുതിയ പുസ്തകത്തിലെ എന്നുള്ള ഒരു ഉപകാരമുണ്ട്. നമുക്ക് അതിൽ ആശ്വസിക്കാം. ആ ആശ്വാസത്തിൽ നമുക്കൊരു പോസിറ്റീവ് തോട്ടോടു കൂടി തന്നെ നമുക്ക് ഇത്തവണത്തെ സിലബസിനെ സമീപിക്കാം എന്നുള്ളതാണ് ഞാൻ ഇന്ന് എല്ലാവരോടും പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പോ ഇടയ്ക്ക് മുരളി സാർ ഇടയ്ക്ക് ഒരു പാട്ടും കവിതയൊക്കെ ആയിട്ട് ഉറങ്ങിപ്പോണവരെ ഒന്ന് ഉണർത്തണേ. നമ്മള് ടീച്ചർമാരും ഉറങ്ങിപ്പോകുന്ന സ്വഭാവമുള്ളവരല്ലേ? അല്ല, ടെക്സ്റ്റ് ബുക്ക് തന്നെ ഒരു ന്യൂജൻ ടെക്സ്റ്റ് ആണ് ഇപ്പൊ പിള്ളേർക്ക് പറ്റിയതാണ്. അപ്പൊ അതുകൊണ്ട് ഒരു പാട്ടൊക്കെ ആയിക്കോട്ടെ, ആകാം. അതുപോലെ തന്നെ നമ്മളും ഒന്ന് റിലാക്സ് ആകണ്ടേ? ഈ യുദ്ധത്തിന്റെ പരിണാമമൊക്കെ ഒരു മാസത്തോളം എടുത്ത് നമ്മളിങ്ങനെ ആദ്യം വ്യാധി പിടിച്ചിരിക്കുമല്ലായിരുന്നു. അതിൽ നിന്ന് നമുക്കൊരു മാറ്റം വേണ്ടേ? തീർച്ചയായിട്ടും ഒരേ ഡ്രസ്സ് സ്വീകരിക്കും. അത് തന്നെ. അപ്പൊ നമുക്ക് മാറ്റത്തെ സ്വീകരിക്കാം. ആ ഒരു കാഴ്ചപ്പാടോടെ നമുക്ക് സിലബസിനെ കാണാമെന്നുള്ളതാണ് ഇന്നത്തെ ഒരു ക്ലാസ്സിൽ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്ന തോട്ട്. അപ്പൊ നമുക്ക് ഫസ്റ്റ് നമ്മുടെ സിലബസിലേക്ക് തന്നെ പോകാം. തീർച്ചയായിട്ടും 9ാം ക്ലാസ്സിന്റെ സിലബസിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാല് ഷെയർ വരുന്നില്ല. അതന്നെയാണ്, അതേ സെയിം പിക്ചർ നിൽക്കുകയാണ്. സ്ക്രീൻ മാറുന്നില്ല. ഒരു സെക്കൻഡ്, സ്ക്രീൻ മാറിയിട്ടില്ല മാം. നെറ്റിന്റെ ഇഷ്യൂ ആണ്. ഞാൻ ഒന്ന് ക്ലോസ് ചെയ്തോട്ടെ. നോ പ്രോബ്ലം, നോ പ്രോബ്ലം. യു ടേക്ക് യുവർ ഓൺ ടൈം. ഇതിന്റെ PDF വേർഷനിലേക്ക് വിടാം. കാരണം PDF ആക്കിയപ്പോ അതിന് ചെറിയൊരു ഇഷ്യൂ വന്നിട്ടുണ്ട്. അതിന്റെയാണെന്ന് തോന്നുന്നു പ്രശ്നം കാണിക്കുന്നത്. ഒരു സെക്കൻഡ്. സാരില്ല. നോ പ്രോബ്ലം. അവൈലബിൾ ആണോ സർ? എന്താ സാർ? 9th ടെക്സ്റ്റ് ബുക്ക് അവൈലബിൾ ആണോ? ആണ് സാർ. അതാ കഴിഞ്ഞതിന്റെ വർഷം മാറിയ അതേ ടെക്സ്റ്റ് ഉണ്ട്. പക്ഷെ അവര് ചെയ്തൊരു പ്രശ്നം 4 ലെസൺ കൊണ്ടാണ് മാറ്റിയവര്, ഒറ്റ വർഷം കൊണ്ട്. മറ്റത് എത്ര വർഷം ഒരു ലെസൺസ് നിൽക്കാറുള്ളത്. അപ്പൊ ഇനി നമ്മളത് എക്സ്പെക്ട് ചെയ്യണം സാർ. അടുത്ത വർഷവും ചിലപ്പോ മാറാം, 10ാം ക്ലാസ്സും മാറാം. പക്ഷെ അത് നല്ലതാണ് സാർ. സംഗതി ടീച്ചേഴ്സിന് ബുദ്ധിമുട്ടാണെങ്കിലും അതിന്റെ ഒരു മെച്ചം എന്താന്ന് വെച്ചാൽ ഫ്രഷ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോ ആ ഒരു കാരണം ഈ വർഷമാണല്ലോ ശരിക്കും 10 മാറിയത്. നമ്മളെ സമയത്തുള്ള 9 മാത്രം വന്നപ്പോഴാണ് വന്നത്. പക്ഷെ വിത്തിൻ 1 ഇയർ ഇനി മാറ്റം ഉണ്ടാവും. ഞാൻ പറഞ്ഞ അതുകൊണ്ട് തെറ്റൊന്നുമില്ലേ സാർ. പണി കൂടും, കാരണം നോട്ട്സ് ഒക്കെ ഉണ്ടാക്കാൻ ഒരു ഇത്തിരി മെനയാണ്. എന്നാലും കുഴപ്പമില്ല, ഫ്രഷ് ആയിട്ട് നമ്മളും വായിക്കും സാർ. അതുകൊണ്ട് ഷിജി മാം സെയിം പിക്ചറാണ്.
മാറുന്നുണ്ട്. ആ ഓക്കെ, ഇപ്പൊ ശരിയായി. ഓക്കെ സാർ. സ്ക്രീൻ ഒന്ന് ഒന്ന് വലുതാക്കി ഫോക്കസ് ചെയ്തോളൂ. ഇതെന്താ അറിയാം, ഇതിപ്പോ ഞാൻ PDF ആയിട്ട്, ഞാൻ അതിന് മുമ്പ് PDF വേർഷൻ അല്ല എടുത്തിരുന്നത്. കാരണം ഈ സിലബസ് ഞാൻ ഇട്ടപ്പോ ആ PDF ആക്കിയപ്പോ അതിന്റെ കുറച്ച് ഭാഗം കട്ടായി പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ PDF ഇടാതെ മറ്റേത് ഇട്ടത്. ഓക്കെ, നമുക്ക് ക്ലാസ് 9ന്റെ സിലബസിലേക്ക് ആദ്യം പോവാം. ഷെയർ ചെയ്യുമ്പോ വീണ്ടും ഇത് മാറുന്നില്ലല്ലോ. എന്താ മാം? കീസ് ഉപയോഗിക്കും, ആരോ കീസ് ഉപയോഗിക്കും മേഡം. ആരോ കീസാണ് ഞാൻ കൊടുക്കുന്നത്, പക്ഷെ സാധാരണ അങ്ങനെ എനിക്ക് വരാറില്ലല്ലോ. പക്ഷെ അത് മാറുന്നില്ല. ടെൻഷൻ വേണ്ട. അതുപോലെ മുരളി സാർ 10ാം ക്ലാസ്സിൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങളുണ്ടോ? അല്ല 10ല് സാറേ പുസ്തകം മൊത്തം മാറിയല്ലോ. ഓക്കെ, 10ാം ക്ലാസ്സില് കാരണം ഈ കഴിഞ്ഞ കൊല്ലം, ഇതിന് മുമ്പത്തെ കൊല്ലമാണ് 1, 3, 5, 7, 9, 11 ടെക്സ്റ്റ് ബുക്കുകൾ മാറിയത്. ഓക്കെ, അതിനുശേഷമാണ് 10ാം ക്ലാസ് മാറിയത്. അപ്പൊ അവരെന്ത് ചെയ്തു എന്ന് പറഞ്ഞാല് 10ാം ക്ലാസ് അന്ന് മാറ്റിയില്ല, കാരണം അന്ന് ഇതായിരുന്നില്ല 10. പക്ഷെ പിന്നീടാണ് ഇപ്പോഴാണ് മാറ്റുന്നത്. ഒരു വർഷം കേരള സിലബസിൽ കഴിഞ്ഞതിന് ശേഷം നമ്മൾ CBSE എടുക്കാറുള്ളൂ. കിട്ടാറുള്ളൂ. അതാണ് ഈ പ്രശ്നം. അതുകൊണ്ടാണ് സാർ, കാരണം 9 കേരള സിലബസിൽ കഴിഞ്ഞ വർഷം 10 മാറി. മാറി. പക്ഷെ ഇപ്പറേ നമുക്ക് വന്നിട്ടുള്ളൂ. നമുക്ക് ഓക്കെ, ഷിജി മാം. 9 അങ്ങനെ അതങ്ങനെ വരാറുള്ളത് സാർ. ഷിജി മാഡം കണ്ടിന്യൂ ചെയ്തോളൂ. അല്ല, അവർക്ക് അത് ചേഞ്ച് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട് വരുന്നുണ്ട് സാർ, അതാണ്. മാം ഒരു കാര്യം ചെയ്യൂ, ആ PDF ഷെയർ ചെയ്ത് നിർത്തിയിട്ട് അത് പറഞ്ഞോളൂ. നമുക്കത് പ്രിന്റ് എടുത്തിട്ട് ഗ്രൂപ്പിൽ ഇടാം. സാർ ഒരു സെക്കൻഡ്. നോ പ്രോബ്ലം, ടെൻഷൻ വേണ്ട. അപ്പൊ മുരളി സാർ കണ്ടിന്യൂ ചെയ്തോളൂ. അല്ല ഞാൻ പറഞ്ഞെന്താന്ന് വെച്ചാല്, ഈ പുതിയൊരു ടെക്സ്റ്റ് വരുമ്പോ സാർ, ഇപ്പൊ പണ്ട് ഷിജി മാം പറഞ്ഞ മാതിരി മറ്റേ ലക്ഷ്മണ സാന്ത്വനം, അതേപോലെ തന്നെ യുദ്ധത്തിന്റെ പരിണാമം, പിന്നെ നമ്മുടെ കടൽ തീരത്ത്, ഇങ്ങനെ ഗഡിയന്മാരായിട്ടുള്ള ലെസൺസ് ആയിരുന്നു ശരിക്കും ഉണ്ടായിരുന്നത്. പക്ഷേ കേരള ബോർഡ് ടെക്സ്റ്റ് ബുക്കിൽ തന്നെ അവരുടെ, കാരണം വളരെ പഠനം നടത്തിയിട്ടാണ് അവർ ടെക്സ്റ്റ് ബുക്കുകൾ മാറ്റിയിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ കുറേ കൂടിയും മോഡേണൈസ് ചെയ്യാണ് അതിനെ ചെയ്തത്. ഇപ്പൊ 9ാം ക്ലാസ്സിൽ അത്രത്തോളം പറയാൻ പറ്റില്ല, അവിടെയും ഉണ്ട് ഈ പ്രശ്നം. ഇപ്പൊ ഭക്ഷണം അങ്ങനത്തെ ഒരു ലെസൺ വരുന്ന സമയത്ത് ചെറിയ വലുതൊന്നും അല്ല സാർ, അതാണ് അതിന്റെ ഒരു വലിയ മെച്ചം. നീണ്ട പാഠങ്ങൾ എന്ന് പറയുന്നത് 1, 2 ലെസൺസേ ഉള്ളൂ ശരിക്കും, ബാക്കിയൊക്കെ വരുന്നത് ചെറിയ ലെസൺസ് ആണ്. അപ്പൊ അതിന്റെ ഒരു മെച്ചം കുറേ കൂടി ഈസി ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും പിള്ളേരുമായിട്ട്. മാത്രവുമല്ല, ഇതിന്റെ മറ്റേ ഇഷ്ടം പോലെ ഈ സമഗ്ര തന്നെ അതിന്റെ ഡീറ്റെയിൽസ് കൊടുക്കുന്നുണ്ട്, അവരുടെ ഹാൻഡ് ബുക്ക് ഉണ്ട്. ഇതൊക്കെ നമുക്ക് പ്രയോജനപ്പെടുത്താൻ പറ്റും. തീർച്ചയായിട്ടും ടീച്ചേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ റിസോഴ്സസ്, ഈ റിസോഴ്സസ് നല്ലവണ്ണം പ്രയോജനപ്പെടുത്തണം. അത് നല്ലതാണ്. കാരണം ഇപ്പോ ഒരു പുതിയ വരുന്ന സമയത്ത് ആ ലെസനെ കുറിച്ച് ചിലപ്പോ ടീച്ചേഴ്സിന് വലിയ ഇതുണ്ടാവണം എന്നില്ല പലപ്പോഴും. അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ആശ്രയിക്കാവുന്ന ഇഷ്ടം പോലെ റിസോഴ്സസ് ഉണ്ട് സാർ. ഇപ്പോ ഈ റിസോഴ്സസിനെ നന്നായി പ്രയോജനപ്പെടുത്തി കഴിഞ്ഞാൽ ക്ലാസിന്റെ തന്നെ ആ ഒരു സിറ്റുവേഷൻ നമുക്ക് മാറ്റാൻ പറ്റും ശരിക്കും. വെറുതെ കുറെ ക്വസ്റ്റ്യൻ ആൻസറും അർത്ഥവും വിപരീതവും പര്യായവും അത് കൊടുക്കുന്ന രീതിയിൽ നിന്ന് മാറിയിട്ട് കുറെ കൂടി ഡിസ്കഷന്റെ രീതികളിൽ, കാരണം കുട്ടികളെ മാക്സിമം പ്രയോജനപ്പെടുത്തിക്കൊണ്ട്, കാരണം ഇന്നത്തെ ഒരു വലിയ പ്രശ്നം ഈ വക കാര്യങ്ങളെ കുറിച്ചൊന്നും കുട്ടികൾക്ക് വലിയ വിവരമില്ല. എനിക്ക് അതോടൊപ്പം പറയാനുള്ള ഒരു കാര്യം, ടീച്ചേഴ്സും നല്ല രീതിയിൽ ഇതൊന്നും മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ല. അവർ പലപ്പോഴും വല്ല ഗൈഡ് ഒരു ഫോളോ ചെയ്യും, അല്ലെങ്കിൽ വീഡിയോസിൽ ആൾക്കാർ ചെയ്യുന്നതിനെ ഫോളോ ചെയ്യും. പക്ഷെ അതല്ല വേണ്ടത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ HSS ഗുരുവിലൊക്കെ ഇഷ്ടം പോലെ ഡീറ്റെയിൽസ് ഉണ്ട് സാർ. അത് അങ്ങനത്തെ ഡീറ്റെയിൽസ് നമ്മൾ പ്രയോജനപ്പെടുത്തണം. കാരണം ചിലപ്പോൾ അതിൽ അക്ഷരത്തെറ്റുണ്ടാവും, അതിൽ ചിലപ്പോ ആവശ്യമില്ലാത്ത കുറെ കാര്യങ്ങൾ ഉണ്ടാവും. ഷിജി മാം ഓക്കെ, കണ്ടിന്യൂ ചെയ്യാം സാർ. കേൾക്കാമോ? കേൾക്കാം മാം. ഓക്കെ, നമുക്ക് ക്ലാസ് 9ന്റെ സിലബസിലേക്ക് പോവാം. കഴിഞ്ഞ വർഷത്തെ ആയിട്ട് വലിയ വ്യത്യാസങ്ങളൊന്നും നമുക്ക് ക്ലാസ് 9 സിലബസിനകത്ത് പറയാനില്ല. എടുത്തു പറയേണ്ട 2 വ്യത്യാസങ്ങളുള്ളത്, ഒന്ന് നമ്മുടെ സെക്ഷൻ A ഭാഗത്ത്
കോംപ്രിഹെൻഷൻ പാസേജ് ആണ് വന്നിരിക്കുന്നത്. പോയം മാറ്റിയിട്ടുണ്ട്. നേരത്തെ നമുക്ക് 2 പദ്യങ്ങളാണ് കൊടുത്തുകൊണ്ടിരുന്നത്. അത് അതൊരു വലിയ 8 കാര്യമാണ്. മാർക്കിന്റെയും 7 മാർക്കിന്റെയും ചോദ്യങ്ങൾ വരുന്ന 2 പദ്യം കൊടുത്തിരുന്നത് മാറ്റിയിട്ട് അൺസീൻ പാസേജ് ആണ് ഇത്തവണ. അത് 10-ലേതുപോലെ തന്നെ മാറിയിട്ടുണ്ട്. അതാണ് നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം. പക്ഷെ മാർക്കിംഗ് സ്കീം സെയിം തന്നെയാണ്. പദ്യം മാറി ഗദ്യം വന്നു എന്നുള്ളത്. അത് 2 രീതിയിൽ നമ്മൾക്ക് എടുക്കാം. ഒന്ന്, കുട്ടികളെ സംബന്ധിച്ച് അത് എളുപ്പമാണ്. സാധാരണഗതി പദ്യത്തിനെ ബേസ് ചെയ്ത് ക്വസ്റ്റൻ ആൻസർ എഴുതാൻ കുട്ടികൾക്ക് പറ്റാറുണ്ടായിരുന്നില്ല. എപ്പോഴും കുട്ടികൾക്ക് തെറ്റി പൊക്കോണ്ടിരുന്നതാണ്. ഗദ്യമാണ് അവർക്ക് എളുപ്പം. പക്ഷെ മറ്റൊരു വശം നോക്കുമ്പോൾ, നമ്മൾ ടീച്ചേഴ്സിന്റെ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ, പദ്യത്തിനെ ബേസ് ചെയ്തും കുട്ടികൾ ഉത്തരങ്ങൾ കണ്ടെത്തേണ്ടതാണ് സാഹിത്യം പഠിക്കുന്ന അല്ലെങ്കിൽ ഭാഷ പഠിക്കുന്ന ഒരു കുട്ടി. പക്ഷെ CBSE സിലബസ് പോലെ പീരീഡുകൾ കുറവുള്ള, വായന കുറവുള്ള നമ്മുടെ കുട്ടികളെ സംബന്ധിച്ച് പദ്യത്തെ ബേസ് ചെയ്ത് ആൻസർ കണ്ടുപിടിക്കൽ എളുപ്പമായിരുന്നില്ല. അതുകൊണ്ടാണ് ഇത്തവണ അത് ഗദ്യത്തിലേക്ക് തന്നെ മാറ്റിയിരിക്കുന്നത്. മുൻപ് നമ്മൾ 9ാം ക്ലാസ് ഗദ്യം ഉണ്ടായിരുന്നു. പിന്നീടാണ് വീണ്ടും 2 വർഷം മുമ്പ് പദ്യം കൊണ്ടുവന്നത്. ഇപ്പൊ വീണ്ടും അത് മാറിയിട്ടുണ്ട്. അപ്പൊ ഇനി മുതൽ അൺസീൻ പാസേജ് തന്നെയായിരിക്കും ഉണ്ടാവുക. ക്വസ്റ്റ്യൻ മാർക്കിംഗ് സ്കീം സെയിം തന്നെ, 8 മാർക്ക് 7 മാർക്ക്. അതാണ് പ്രധാനമായിട്ട് വന്നിരിക്കുന്ന ഒരു മാറ്റം. ബി സെക്ഷനില് ക്രിയേറ്റീവ് റൈറ്റിംഗിൽ ഒരു മാറ്റവും വന്നിട്ടില്ല. എസ്സേ റൈറ്റിംഗ് ഉണ്ടായിരിക്കും. 2 ഓപ്ഷൻ തരും. 2 ചോദ്യങ്ങളിൽ നിന്ന് ഏതെങ്കിലും ഒരെണ്ണം സെലക്ട് ചെയ്യുക. 5 മാർക്കിന്റെ ഒരു ഉത്തരമായിട്ട് എസ്സേ എഴുതണം. അതുപോലെ തന്നെ ലെറ്റർ റൈറ്റിംഗ്, അത് ഫോമൽ ലെറ്റർ ആണ് വരിക. ലെറ്റർ റൈറ്റിംഗിന് 5 മാർക്കിന്റെ, അതുപോലെ തന്നെ കഴിഞ്ഞ വർഷത്തേതുപോലെ തന്നെ ഫോർമാറ്റിൽ വ്യത്യാസം വരാനുള്ള ചാൻസ് കാണുന്നില്ല. കഴിഞ്ഞ വർഷം നമ്മൾ കീപ്പ് ചെയ്ത അതേ ഫോർമാറ്റ് വെച്ച് തന്നെ ലെറ്ററും കുട്ടികളെ പഠിപ്പിക്കുക. പിന്നെയുള്ളത് റിപ്പോർട്ട് റൈറ്റിംഗ് ആണ്. ന്യൂസ് പേപ്പർ റിപ്പോർട്ട് റൈറ്റിംഗ്, അതിലും വ്യത്യാസമൊന്നുമില്ല. 4 മാർക്കിന്റെ ഒരു ചോദ്യം, അതും അങ്ങനെ തന്നെ. അപ്പൊ ക്രിയേറ്റീവ് സെക്ഷനിൽ വ്യത്യാസങ്ങളൊന്നും ഇല്ല. പിന്നെയുള്ളത് ഗ്രാമർ സെക്ഷൻ ആണ്. വ്യാകരണത്തിനകത്ത് നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിൽ പഠിപ്പിച്ച അതേ വ്യാകരണം തന്നെയാണ്. അങ്കവാക്യം, അങ്കിവാക്യം, കർത്തരി പ്രയോഗം, കർമ്മണി പ്രയോഗം, തെറ്റിതിരുത്തുക, വാക്യത്തിൽ പ്രയോഗിക്കുക. ഇതാണ് ഗ്രാമർ സെക്ഷനിലുള്ളത്. ഇതിനകത്ത് വന്നിരിക്കുന്ന ഒരു ചെറിയ മാറ്റം എന്ന് പറയുന്നത് അവിടെ ഓപ്ഷൻസ് ഇല്ല എന്നുള്ളതാണ്. അതായത് നേരത്തെ ചോയ്സ് ക്വസ്റ്റൻ ഉണ്ടായിരുന്നു. അതായത് ഇപ്പൊ ഉദാഹരണത്തിന് വാക്യത്തിൽ പ്രയോഗിക്കുക 3 എണ്ണം തന്നിട്ട് 2 എണ്ണം എഴുതിയാൽ മതിയായിരുന്നു. ഈ വർഷം പക്ഷെ 2 എണ്ണമേ ചോദിക്കുള്ളൂ. 2 എണ്ണവും കമ്പൽസറി ആയിട്ട് എഴുതേണ്ടതാണ്. അപ്പൊ അത് നമ്മൾ ഈ പറഞ്ഞ സെക്ഷനുകളിൽ നിന്നായിട്ട്, അതായത് നമ്മുടെ വാക്യത്തിൽ പ്രയോഗിക്കുക, തെറ്റിതിരുത്തുക, അങ്കാംഗി വാക്യങ്ങൾ, പ്രയോഗം മാറ്റുക, ഈ 4 എണ്ണത്തിൽ നിന്ന് 2 ചോദ്യങ്ങൾ വീതം 8 മാർക്കിന്റെ കഴിഞ്ഞ വർഷത്തെ അതേ രീതിയിലുള്ള മാർക്കിംഗ് സ്കീം വെച്ചിട്ടുള്ള ചോദ്യങ്ങൾ. പിന്നെയുള്ളത് വൊക്കാബുലറി ബിൽഡിംഗ് MCQ ആണ്. വൊക്കാബുലറിയിൽ നമ്മൾ അർത്ഥം, പര്യായം അങ്ങനെയുള്ളതിനകത്ത് കഴിഞ്ഞ വർഷം നമ്മൾക്ക് അവിടെ ചോയ്സ് ഉണ്ടായിരുന്നു. ഈ വർഷം അതില്ല എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ട മറ്റൊരു മാറ്റം. അതായത് MCQ ചോദ്യങ്ങൾ 7 എണ്ണം ഉണ്ടാകും. 7ഉം കമ്പൽസറി ആയിട്ട് കുട്ടി അറ്റൻഡ് ചെയ്തിരിക്കണം. കഴിഞ്ഞ വർഷം അത് 10 എണ്ണമായിരുന്നു. അപ്പൊ കുട്ടിക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ അവിടെ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു അവർക്ക് അറിയത്തില്ലാത്ത വിടാനുള്ളത്. ഈ വർഷം അതില്ല. ഇത് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരല്പം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. അതില് നമ്മൾ അതുപോലെ കുട്ടികൾക്ക് പ്രാക്ടീസ് കൊടുക്കാൻ ശ്രദ്ധിക്കണം. അതായത് എല്ലാം എഴുതിയാൽ മാത്രമേ അവർക്ക് സ്കോർ ചെയ്യാൻ പറ്റത്തുള്ളൂ. 1-2 എണ്ണം വിട്ട് കളയാനുള്ള ചാൻസ് ഇല്ല. നേരത്തെ പാറ്റേൺ ആണ് ഇത്. ശരിക്കും നമുക്ക് മുമ്പ് ഇങ്ങനെയായിരുന്നു. ഇടക്കാലത്ത് നമുക്ക് മാറ്റം വന്നതാണ്. ഈ വർഷം വീണ്ടും അത് ചോയ്സ് ഇല്ലാതെ തന്നെയാണ് വന്നിരിക്കുന്നത്. 7 ക്വസ്റ്റ്യൻ ഉണ്ടാവും. 7 എണ്ണവും കമ്പൽസറി ആയിട്ട് എഴുതണം. അപ്പൊ ഇതാണ് ഗ്രാമർ സെക്ഷനിലുള്ള വ്യത്യാസം. പിന്നെയുള്ളത് നമ്മുടെ ലിറ്ററേച്ചർ സെക്ഷൻ ഡി സെക്ഷൻ ആണ്. ഡി സെക്ഷനിലും ഇതേ മാറ്റം തന്നെ വന്നിട്ടുണ്ട്. MCQവിനകത്ത് കഴിഞ്ഞ വർഷം നമ്മൾക്ക് 20 ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. അതായത് ഗദ്യത്തിൽ നിന്ന് 5 ചോദ്യങ്ങൾ × 2 മാർക്ക്, പദ്യത്തിൽ നിന്നും 5 × 2. പക്ഷെ ഈ വർഷം അത് കൃത്യം 18 മാർക്കിന്റെ 9 ചോദ്യങ്ങളെ ഉള്ളൂ. അതായത് പദ്യത്തിൽ നിന്ന് 5 എണ്ണം, ഗദ്യത്തിൽ നിന്ന് 4 എണ്ണം. അവിടെയും ചോയ്സ് എടുത്ത് കളഞ്ഞിട്ടുണ്ട്. ഇതാണ് നമ്മൾ പ്രധാനമായിട്ട് നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം. ഇവിടെയും ഇതേ പ്രശ്നം വരുന്നുണ്ട്. കുട്ടികൾക്ക് മാർക്ക് ചിലപ്പോൾ പോകാനുള്ള ചാൻസ്, അതായത് ഒരെണ്ണം തെറ്റിപ്പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വേറൊരെണ്ണം ഓപ്ഷൻ ഇല്ല. അവിടെ ഒരു ചോയ്സ് ഇല്ലാത്തത് കൊണ്ട് അവിടെ ഒരു പ്രശ്നം ഉണ്ടാകുന്നുണ്ട്. അപ്പൊ കൃത്യം നമ്പേഴ്സ് ക്വസ്റ്റ്യൻസേ അവിടെ ഉണ്ടാവുള്ളൂ. അതെല്ലാം കുട്ടികൾ അറ്റൻഡ് ചെയ്തിരിക്കണം. ക്വസ്റ്റ്യൻ ആൻസറിനകത്ത് വ്യത്യാസം ഒന്നുമില്ല. കഴിഞ്ഞ വർഷത്തേതുപോലെ തന്നെ 4 ചോദ്യം ഗദ്യത്തിൽ നിന്നുണ്ടാകും, 3 എണ്ണം അറ്റൻഡ് ചെയ്യണം. 4 ചോദ്യം പദ്യത്തിൽ നിന്നുണ്ടാവും, 3 എണ്ണം അറ്റൻഡ് ചെയ്യണം. അത് 18 മാർക്കിന്റെ തന്നെ. ഇതിൽ 50% ചോദ്യങ്ങൾ CBQ കോമ്പിറ്റൻസി ബേസ്ഡ് തന്നെ ആയിരിക്കണം. ഇതാണ് നമ്മുടെ ഒരു 9th സിലബസ് പാറ്റേൺ എന്ന് പറയുന്നത്. അപ്പൊ പ്രധാനമായിട്ട് വന്നിരിക്കുന്ന മാറ്റം എന്ന് പറയുന്നത് പദ്യം മാറി ഗദ്യം പാസേജ് ആയി വന്നു. പിന്നെ MCQവിനകത്ത് നമുക്ക് ഓപ്ഷൻസ് ഇല്ല എന്നുള്ളതാണ്. ഇതാണ് സിലബസിൽ 9ാം ക്ലാസ്സിന്റെതിനകത്ത് വന്നിരിക്കുന്നത്. വേറെ വ്യത്യാസങ്ങളൊന്നും വന്നിട്ടില്ല. ബാക്കി എല്ലാം സെയിം തന്നെ. അതായത് നമ്മുടെ മാർക്കിംഗ് സ്കീം നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും. മാർക്കിംഗ് സ്കീമിനകത്ത് ഒരു വ്യത്യാസവും വന്നിട്ടില്ല. ആ ചോയ്സിന്റെ രീതിക്ക് മാത്രമാണ് വന്നിരിക്കുന്ന വ്യത്യാസം. അത് എല്ലാവരും ഓർക്കുക.
പിന്നെ കഴിഞ്ഞ വർഷത്തേതുപോലെ തന്നെ ക്വസ്റ്റ്യൻ ആൻസേഴ്സിന് 100 വാക്കുകളാണ് എഴുതേണ്ടത്. എസ്ഐക്ക് വരുമ്പോൾ 200 വാക്കുകൾ. അത് പൊതുവെ എല്ലാവരും പറയാറുള്ള ഒരു കാര്യം, അത്രയും സമയം കുട്ടികൾക്ക് തികയുന്നില്ല എന്നുള്ളതാണ്. സത്യത്തിൽ അത് നമ്മളൊരു പ്രാക്ടീസ് കൊടുത്തു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ സമയം തികയിക്കാവുന്നത് തന്നെയാണ്. അതായത് ഇപ്പൊ ആരും വാക്കുകൾ എണ്ണി നോക്കാനൊന്നും പോണില്ല, പക്ഷെ കമ്പാരിറ്റീവ്ലി വലിയതായിട്ട് എഴുതുന്ന ഒരു ആൻസറിന് തീർച്ചയായിട്ടും 3 മാർക്ക് കിട്ടുക തന്നെ ചെയ്യും. അത് നമ്മളിപ്പം ടെസ്റ്റ് പേപ്പർ ഇടുമ്പോൾ, അതല്ലെങ്കിൽ നമ്മൾ റിവിഷൻ ചെയ്യിക്കുമ്പോൾ, ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യിക്കുമ്പോഴൊക്കെ ഈ ടൈം മാനേജ്മെന്റ് കുട്ടികളെ ശീലിപ്പിച്ച് നമ്മൾ ഈ ടൈം കുട്ടികളെ കൊണ്ട് 100 വാക്കുകൾ അല്ലെങ്കിൽ 200 വാക്കുകൾ എഴുതാൻ പരിശീലനം കൊടുത്തു കഴിഞ്ഞാൽ ഇത് വലിയ ഒരു കടമ്പയൊന്നും അല്ല എന്നുള്ളതാണ് എന്റെ ഒരു എക്സ്പീരിയൻസ്. പിന്നെ പാഠങ്ങള് മുരളി സാർ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് 4 പാഠങ്ങളാണ് 9ാം ക്ലാസ്സിൽ മാറിയിരിക്കുന്നത്. 2 ഗദ്യവും 2 പദ്യവും പുതിയതായിട്ട് വന്നിട്ടുണ്ട്. അത്ര എണ്ണം തന്നെ എടുത്തു മാറ്റിയിട്ടുണ്ട്. അതായത് കഴിഞ്ഞ വർഷത്തെ ദയ എന്ന തിരക്കഥയും ഭക്ഷണവും ആരോഗ്യവും എന്ന് പറയുന്ന ലേഖനവും മാറിയിട്ട് അതിന് പകരം ബെന്യാമിന്റെ ആടുജീവിതത്തിൽ നിന്നുള്ള ഒരു ഭാഗവും, പിന്നെ ഏതാണ് നമ്മുടെ കെ.ടി. ടെസ്റ്റോമേനോന്റെ നമ്മളുടെ ജോലിയെ കുറിച്ചുള്ള ഒരു പാഠവും. പദ്യത്തിലേക്ക് വരുമ്പോൾ വിജയലക്ഷ്മിയുടെ വംശവും വീരാൻകുട്ടിയുടെ സ്മാരകവും. അങ്ങനെ 4 പാഠങ്ങളാണ് പാഠം ബേസ് നോക്കുമ്പോൾ നമ്മൾക്ക് വ്യത്യാസം വന്നിരിക്കുന്നത്. ഇന്റേണൽ അസസ്മെന്റിനകത്ത് വ്യത്യാസം ഒന്നുമില്ല. കഴിഞ്ഞ വർഷത്തെ അത് തന്നെയാണ് ഇത്തവണത്തെ ഇന്റേണൽ അസസ്മെന്റിനും ഉള്ളത്. അത് നമ്മൾ പെൻ ആൻഡ് പേപ്പർ ടെസ്റ്റ്, അതുപോലെ തന്നെ സബ്ജക്ട് എൻറിച്ച്മെന്റ്, നമ്മുടെ ആർട്ട് ഇന്റഗ്രേറ്റഡ്, അതൊക്കെ പ്രത്യേകമായിട്ട് നോട്ട് ചെയ്ത് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇതാണ് 9ാം ക്ലാസ്സിന് വന്നിരിക്കുന്ന മാറ്റം എന്ന് പറയുന്നത്. നമുക്ക് 10ാം ക്ലാസ്സിന്റെ സിലബസിലേക്ക് പോകുമ്പോൾ ഇതുപോലെ തന്നെയാണ് പാറ്റേണിലുള്ള വ്യത്യാസം. പക്ഷെ 10ാം ക്ലാസ്സിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എല്ലാവരും നോട്ട് ചെയ്ത് കാണും, ഓൾറെഡി എല്ലാവരും പഠിപ്പിച്ചു തുടങ്ങിയിട്ടുണ്ട്. ടെക്സ്റ്റ് ബുക്ക് മാറിയിട്ടുണ്ട്. അതായത് 2025 SCERTയുടെ പുതിയ കേരള പാഠാവലിയാണ് നമ്മളുടെ ഈ വർഷം CBSE എടുത്തിരിക്കുന്നത്. ഇതിപ്പോ നിലവിൽ സ്റ്റേറ്റ് സിലബസിൽ ഓടിക്കൊണ്ടിരിക്കുന്ന പുസ്തകം തന്നെയാണ്. അതിന്റെ മെയിൻ ടെക്സ്റ്റ് ബുക്കും അടിസ്ഥാന പാഠാവലിയിൽ നിന്നുള്ള 10 പാഠങ്ങളാണ് നമുക്ക് പുതിയതായിട്ട് വന്നിരിക്കുന്നത്. സിലബസിനകത്ത് കാര്യമായ മാറ്റമൊന്നുമില്ല. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പാഠങ്ങളുടെ മാറ്റമാണ്. 9ാം ക്ലാസ്സിന്റെ സിലബസിന്റെ അതേ പാറ്റേൺ തന്നെയാണ് 10ലേക്ക് വന്നിരിക്കുന്നത്. അതായത് 4 സെക്ഷനായിട്ട് സിലബസിനെ തിരിച്ചിട്ടുണ്ട്, മാർക്കിംഗ് സ്കീമിനെ തിരിച്ചിട്ടുണ്ട്. സെക്ഷൻ എയിൽ റീഡിംഗ് പാസേജ് ആണ്. 2 പാസേജ് കഴിഞ്ഞ വർഷത്തെ പോലെ 8 മാർക്കിന്റെയും 7 മാർക്കിന്റെയും. ക്രിയേറ്റീവ് സെക്ഷനിലേക്ക് വരുമ്പോൾ നമ്മൾ മുമ്പ് 9ന്റെ പറഞ്ഞതുപോലെ തന്നെ എസ്സേ റൈറ്റിംഗ് ഉണ്ടാവും 5 മാർക്കിന്, ലെറ്റർ റൈറ്റിംഗ് ഫോമൽ ലെറ്റർ ഉണ്ട് 5 മാർക്കിന്റേത്, ന്യൂസ് പേപ്പർ റിപ്പോർട്ടിംഗ് ഉണ്ടാകും 4 മാർക്കിന്റെ. ആ സെക്ഷനിൽ വ്യത്യാസമൊന്നുമില്ല. ഗ്രാമർ സെക്ഷനിലേക്ക് വരുമ്പോഴും ഇതുപോലെ തന്നെ അങ്കവാക്യം, അങ്കിവാക്യം, കർത്തരി, കർമ്മണി, തെറ്റുതിരുത്തുക, വാക്യത്തിൽ പ്രയോഗിക്കുക, ഇതേ സെഷൻ തന്നെ. ഇതിന്റെ 4 ചോദ്യങ്ങൾ × 2 8 മാർക്കിന്റെ. ഇവിടെ നമ്മൾ 9ാം ക്ലാസ്സിൽ വന്ന അതേ വ്യത്യാസം ഇവിടെയും വരുന്നുണ്ട്. വാക്യത്തിൽ പ്രയോഗിക്കാൻ ഇനി മുതൽ ഓപ്ഷൻസ് കാണിയാല. 2 ചോദ്യങ്ങൾ കൊടുത്താൽ 2 ചോദ്യങ്ങളും എഴുതണം. അതായത് 4 സെഷനിൽ നിന്നായിട്ട് 2 ചോദ്യങ്ങൾ വീതം വരും 8 മാർക്കിന്റെ. അവിടെ ഒരു നേരിയ ചേഞ്ച് വന്നിട്ടുണ്ട്. ഇതേ ചേഞ്ച് തന്നെ വൊക്കാബുലറി ബിൽഡിംഗിൽ MCQയിൽ വന്നിട്ടുണ്ട്. 7 ചോദ്യങ്ങളെ ഉണ്ടാവുള്ളൂ. ആ 7 ചോദ്യങ്ങളും കമ്പൽസറി ആയിട്ട് കുട്ടികൾ എഴുതണം. അപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാല് ടീച്ചേഴ്സിനെ സംബന്ധിച്ചത് എളുപ്പമാണ്. കാരണം നമുക്ക് ക്വസ്റ്റ്യൻസ് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. നമ്മളെപ്പോഴും പറയാറുണ്ട് MCQ ഒക്കെ കണ്ടുപിടിക്കൽ ബുദ്ധിമുട്ടാണെന്ന് പറയാറുണ്ട്. അപ്പൊ ടീച്ചേഴ്സിനെ സംബന്ധിച്ച് എളുപ്പമാണെങ്കിലും ഇവിടെ കുട്ടികൾക്ക് ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് ഓപ്ഷൻസ് ഇല്ലാത്തത് കൊണ്ട്, ചോയ്സ് ഇല്ലാത്തത് കൊണ്ട് ചിലപ്പോൾ അവർക്ക് ഒരെണ്ണം തെറ്റിപ്പോ അവിടെ മാർക്ക് പോവുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ അതിനനുസരിച്ച് കുട്ടികളെ ഒന്ന് പ്രാക്ടീസ് ചെയ്യിക്കുന്ന കാര്യം ടീച്ചേഴ്സ് എല്ലാവരും ഓർക്കുക. പ്രത്യേകിച്ച് 10ാം ക്ലാസ്സിൽ നമുക്കറിയാം, നമുക്ക് ടെൻഷനാണ്, പേരൻസിന് ടെൻഷനാണ്, കുട്ടികൾക്ക് ടെൻഷനാണ്. എങ്ങനെ കിട്ടും, ഇതെല്ലാം ശരിയാക്കി എടുക്കുന്നത് എങ്ങനെയാണ്, അത് 99 മാർക്ക് കിട്ടിയാലാണ് നമുക്ക് A1 വരിക. ഈ ടെൻഷനുകളെല്ലാം ഉണ്ടാവും. നമ്മൾ കുട്ടികളെ മാക്സിമം പാനിക്കാക്കാതെ എല്ലാം കവർ ചെയ്ത് പഠിപ്പിച്ചു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കടമ്പയും കടന്നു പോകാവുന്നത് തന്നെയാണ്. ഇതേ വ്യത്യാസം തന്നെ D സെക്ഷനിൽ വന്നിട്ടുണ്ട്. MCQവിനകത്ത് 18 ചോദ്യങ്ങൾ, അതായത് 9 × 2, ഈ 18 ചോദ്യങ്ങളും കുട്ടി കമ്പൽസറി ആയിട്ട് അറ്റൻഡ് ചെയ്യണം. അവിടെയും ചോയ്സ് എടുത്ത് കളഞ്ഞിട്ടുണ്ട്. ഓപ്ഷൻസ് ഉണ്ടാവില്ലായിരിക്കും. അതായത് 20 ചോദ്യത്തിന് പകരം ഇനി മുതൽ 18 ചോദ്യങ്ങളേ ഉള്ളൂ. ഈ 18 എണ്ണവും കുട്ടികൾ അറ്റൻഡ് ചെയ്യണം. 9ാം ക്ലാസ്സിന്റെ അതേ മോഡലിൽ തന്നെ ചോദ്യോത്തരത്തിലും ഇതുപോലെ തന്നെ നമ്മൾ മുമ്പ് സൂചിപ്പിച്ച പോലെ 5 MCQ പദ്യത്തിൽ നിന്നായിരിക്കും, 4 MCQ ഗദ്യത്തിൽ നിന്നുള്ളൂ. അവിടെ വ്യത്യാസമുണ്ട്. കഴിഞ്ഞ വർഷം അങ്ങനെയല്ല, 5 ആയിരുന്നു. ഇത്തവണ അത് 5 4 9 അങ്ങനെയാണ് വരിക. ചോദ്യോത്തരങ്ങളിലേക്ക് വരുമ്പോൾ പദ്യത്തിൽ നിന്ന് 4 വരും, 3 എഴുതുക. ഗദ്യത്തിൽ നിന്ന് 4 വരും, 3 എഴുതുക. ഇതിൽ 50% ചോദ്യങ്ങൾ കോമ്പിറ്റൻസി ബേസ്ഡ് ആയിരിക്കും. ഇതാണ് 10ാം ക്ലാസ്സിന്റെ സിലബസ്.
അതായത് സെയിം പാറ്റേൺ തന്നെയാണ്, 9ന്റെ സെയിം പാറ്റേൺ തന്നെയാണ് ഇവിടെയും കീപ്പ് ചെയ്ത് പോകുന്നത്. മാർക്കിംഗ് സ്കീമിൽ യാതൊരു വ്യത്യാസവും വന്നിട്ടില്ല. കഴിഞ്ഞ വർഷം നമ്മൾ എങ്ങനെയാണ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസൈൻ ചെയ്തിരുന്നത് അതേ പാറ്റേണിൽ തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റും. ഓർക്കേണ്ടത് ഇവിടെ ആ MCQവിനകത്ത് വന്നിരിക്കുന്ന ഒരു മാറ്റം മാത്രമാണ് നമ്മൾ ഓർത്തിരിക്കേണ്ടത്. അതായത് 10ാം ക്ലാസ്സിന് വരുമ്പോഴത്തേക്കും 2 പാസേജിന് 7 മാർക്കിന്റെയും 8 മാർക്കിന്റെയും വരുന്നു. ഉപന്യാസം 5 മാർക്ക്, 10 5 മാർക്ക്, പത്രവാർത്ത 4 മാർക്ക്, MCQ 8 മാർക്കിന്റെ, വ്യാകരണം 8 മാർക്ക്, MCQ 7 മാർക്ക്, ലിറ്ററേച്ചർ MCQ 18 മാർക്ക്, ചോദ്യോത്തരങ്ങൾ 18 മാർക്ക്. 9ലേക്ക് വരുമ്പോൾ ഇതേ പാറ്റേൺ തന്നെ അവിടെ പദ്യം മാറി ഗദ്യമായി എന്നുള്ള വ്യത്യാസം മാത്രം, ഒരു വ്യത്യാസവും അവിടെയും വന്നിട്ടില്ല. അപ്പൊ 9ന്റെയും 10ന്റെയും സിലബസിനെ നമ്മൾ വിശകലനം ചെയ്യുമ്പോൾ ചെറിയ ചേഞ്ചസ് മാത്രമാണ് വന്നിരിക്കുന്നത്. 10ാം ക്ലാസ്സിൽ മെയിൻ ആയിട്ടുള്ള ചേഞ്ച് എന്ന് പറയുന്നത് സംശയമൊന്നുമില്ല നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് തന്നെയാണ്. ഓൾറെഡി എല്ലാവർക്കും ടെക്സ്റ്റ് ബുക്ക് ഒക്കെ എല്ലാവരും കിട്ടി. 1 or 2 ലെസൺസ്, ചിലർ 3 ലെസൺസ് വരെ എടുത്തു കഴിഞ്ഞു. അതുകൊണ്ട് ആ ടെൻഷനൊക്കെ മാറിയിട്ട് നമ്മൾ പഠിപ്പീരിലേക്കൊക്കെ പോയിരിക്കുകയാണ്. എനിക്കൊന്ന് ഓൺലൈൻ ക്ലാസ് ആണെങ്കിലും ഗൾഫിലൊക്കെ പല ലെസൺസും ഇപ്പൊ കവർ ചെയ്ത് പോയിട്ടുണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ട് അതിനെക്കുറിച്ച് കൂടുതൽ നമ്മളിപ്പോ വറി ചെയ്യേണ്ട ആവശ്യമില്ല. ടെക്സ്റ്റ് ബുക്ക് ഏതാണ് പുതിയതെന്നുള്ളതിനെ കുറിച്ച് എല്ലാവരും ഒന്ന് അറിഞ്ഞിരിപ്പുണ്ട്. ഇന്റേണൽ അസസ്മെന്റ് മുമ്പ് പറഞ്ഞ പോലെ തന്നെ ടോട്ടൽ 20 മാർക്സിന്റെ ലാസ്റ്റ് ഇയറിലെ പോലെ തന്നെയുള്ള ഇന്റേണൽ അസസ്മെന്റ്. പെൻ ആൻഡ് പേപ്പർ ടെസ്റ്റിന് നമ്മൾ 5 മാർക്ക് എടുക്കുന്നു, ആവറേജ് ആണ്. മൾട്ടിപ്പിൾ അസസ്മെന്റ് അതിനകത്ത് നമ്മുടെ ആർക്ക് ഇന്റഗ്രേറ്റഡ് അടക്കം വരും. സബ്ജക്ട് എൻറിച്ച്മെന്റിന് 5 മാർക്ക് ഉണ്ടാവും, പോർട്ട്ഫോളിയോ 5 മാർക്ക് ഉണ്ടാവും. ഇന്റേണൽ അസസ്മെന്റ് അങ്ങനെ തന്നെയാണ്, വ്യത്യാസം ഒന്നുമില്ല എന്നുള്ളത് പ്രത്യേകമായിട്ട് ഓർക്കുക. അപ്പോ ഇതാണ് നമ്മളുടെ പൊതുവായിട്ടുള്ള സിലബസിന്റെ ഒരു അവലോകനം എന്ന് പറയുന്നത്. ഈ 2 ക്ലാസ്സുകളിലെയും 9ാം ക്ലാസ്സിലെയും 10ാം ക്ലാസ്സിലെയും പുതിയ ലെസൺസും പഴയ ലെസൺസും അടക്കം പഠിപ്പിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. നമ്മൾ എല്ലാവരും ചെയ്തു പോകുന്നതാണ്, അതിനകത്ത് പുതുമയൊന്നുമില്ല. എന്നാലും പുതുതായിട്ടുള്ള ടീച്ചേഴ്സ് ഉണ്ടെങ്കിലോ ആരെങ്കിലും ഒക്കെ വിട്ടുപോയിട്ടുണ്ടെങ്കിലോ ചെറിയൊരു റിമൈൻഡർ എന്ന നിലയിൽ നമുക്ക് പറയാം. രചയിതാവിന്റെ വിശദ വിവരങ്ങൾ നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ കൊടുക്കണം. പുതിയ ടെക്സ്റ്റ് ബുക്കിൽ, പ്രത്യേകിച്ച് SCERTയുടെ പുതിയ ടെക്സ്റ്റ് ബുക്കിൽ റൈറ്റേഴ്സിനെ കുറിച്ച് അധികം വിവരങ്ങളൊന്നുമില്ല. മുൻപ് അങ്ങനെ ആയിരുന്നില്ല. അതുകൊണ്ട് അത് നമ്മൾ കണ്ടെത്തി കൊടുക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് സാഹിത്യ പ്രസ്ഥാനവും രചയിതാവിന്റെ വിശദ വിവരങ്ങളിൽ നിന്ന് ഒരു 5% ക്വസ്റ്റ്യൻസ് ഇതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. 5% ചോദ്യങ്ങൾ സാഹിത്യ പ്രസ്ഥാനമോ റൈറ്ററെ ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ കൊടുക്കണമെന്നാണ്. അപ്പോ അത് നമ്മൾ നിർബന്ധമായിട്ടും കുട്ടികൾക്ക് പ്രാക്ടീസ് കൊടുത്ത് അതൊക്കെ ഏതൊക്കെ വേണമെന്നുള്ളത് നമ്മൾ നോട്ട് ചെയ്ത് കൊടുക്കുക തന്നെ വേണം. കഥാപാത്രങ്ങളുടെ സവിശേഷത കുട്ടികളെ പരിചയപ്പെടുത്തി കൊടുക്കണം. ഇപ്പൊ ചെറുകഥകളൊക്കെ ഉണ്ട് ഇതിനകത്ത് പഠിക്കാൻ. അപ്പൊ കഥാപാത്ര സവിശേഷതകൾ നമ്മൾ പറഞ്ഞു കൊടുക്കണം. പ്രയോഗഭംഗിയും രചനാശൈലിയും പഠിപ്പിക്കണം. ഇപ്പൊ മാതൃഭാഷ നമ്മുടെ ഉള്ളിൽ ഒഴുകുന്ന ജീവനദി എന്ന പാഠത്തില് കയ്യും കാലും കെട്ടി മൂലക്കിടുക, അതൊരു പ്രയോഗമാണ്. എന്തിനാണ് അത് അങ്ങനെ യൂസ് ചെയ്തിരിക്കുന്നത്, ആ പ്രയോഗത്തിന്റെ പ്രത്യേകത എന്ത്, അതിന്റെ ആശയം എന്ത്, അത്തരം കാര്യങ്ങൾ നമ്മൾ കുട്ടികൾക്ക് തീർച്ചയായിട്ടും പറഞ്ഞു കൊടുക്കണം. അവരെ കൊണ്ട് തന്നെ എഴുതിപ്പിച്ചൊന്ന് പരിശീലിപ്പിക്കണം. അല്ലെങ്കിൽ ഇപ്പൊ കഥയിലേക്ക് വരികയാണെങ്കിൽ മണ്ണ് മനുഷ്യനും എന്ന കഥയില് പ്രേതത്തെ പോലെ വിളറി, അങ്ങനെയുള്ള ചില രചനാ ശൈലികൾ വന്നിട്ടുണ്ട്. അപ്പൊ അതൊക്കെ എന്താണെന്ന് നമ്മൾ ക്ലാസ്സിൽ തീർച്ചയായിട്ടും ഡിസ്കസ് ചെയ്യണം. അതുപോലെ ശീർഷകത്തിന്റെ പ്രാധാന്യം, ഇതൊക്കെ നമ്മൾ മുൻ വർഷങ്ങളിൽ ചെയ്തുകൊണ്ടിരുന്നതാണ്. അത് പറഞ്ഞു കൊടുക്കണം. അനോട്ടേഷൻ വരാവുന്ന ഭാഗങ്ങൾ, അതിപ്പോ ഗദ്യത്തിൽ നിന്നുമുണ്ട് പദ്യത്തിൽ നിന്നുമുണ്ട്. ഇതിനൊക്കെ നമ്മൾ കുട്ടികൾക്ക് പ്രാക്ടീസ് കൊടുക്കണം. പുതിയ പാഠമാകുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾക്ക് എല്ലാവർക്കും ഒരു പ്രീവിയസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സോ അല്ലെങ്കിൽ അതിന്റെ ഒരു ക്വസ്റ്റ്യൻ ബാങ്ക് ഒന്നും ഇല്ല എന്നുള്ള ഒരു പേടിയും വിഷമവും ഒക്കെ എല്ലാവർക്കും ഉണ്ട്. അതിന്റെ ഒരാവശ്യവും ഇല്ല. മുരളി സാറ് പറഞ്ഞ പോലെ നമ്മുടെ സമഗ്രയിലുണ്ട്. അതുകൂടാതെ തന്നെ അവരുടെ ഹാൻഡ് ബുക്ക് ഇറക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ യൂട്യൂബിൽ ഇഷ്ടം പോലെ വീഡിയോസ് ഉണ്ട്. അതുമല്ലെങ്കിൽ നമ്മൾ ഓരോരുത്തരും ഉണ്ടാക്കുന്ന നോട്ടുണ്ട്. പരസ്പരം നമുക്ക് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളൊക്കെ തീർക്കാവുന്നതേ ഉള്ളൂ. ഓൾറെഡി എനിക്ക് തോന്നുന്നു 2-3 ലെസൺസിന്റെ ഒക്കെ നോട്ടുകൾ എല്ലാവരും തയ്യാറാക്കുന്ന, അങ്ങ് ഷെയർ ചെയ്ത് അത് കമ്പൈൻ ചെയ്ത് ഉപയോഗിക്കുന്നതൊക്കെ ഉണ്ട്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു വർക്ക് ചെയ്യേണ്ട കാര്യമില്ല പുതിയ പുസ്തകമാണെന്നുള്ളത്. നമുക്ക് ഇഷ്ടംപോലെ മെറ്റീരിയൽസ് കിട്ടാനുണ്ട്. നമ്മളൊന്ന് മനസ്സ് വെച്ച് ആ പാഠങ്ങളിലേക്ക് കുട്ടികളെ ഒന്ന് കൊണ്ടുപോവുക എന്നത് മാത്രമേ നമ്മൾ ചെയ്യാനുള്ളൂ. അത് പറഞ്ഞപ്പോൾ എല്ലാവരുടെയും ശ്രദ്ധയിലേക്ക് ഒരു കാര്യം പെടുത്തട്ടെ. എനിക്കൊന്ന് ഓൾറെഡി നമുക്ക് ഈ 50 hours ട്രെയിനിങ് ഒക്കെ വേണമെന്ന് നിർബന്ധമുള്ളത് കൊണ്ട് നമ്മുടെ പുതിയ സിസ്റ്റം അനുസരിച്ചുള്ള ട്രെയിനിങ് ഒക്കെ എല്ലാവർക്കും കിട്ടിയവരാണ് അധ്യാപകരെല്ലാവരും. പ്രത്യേകിച്ച് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഭാഗമായിട്ട് നമ്മൾ ഏത് സബ്ജക്റ്റിനും കൊടുക്കേണ്ട ചില ഇമ്പോർട്ടൻസിനെ കുറിച്ച് അവർ പറയുന്നുണ്ട്. ഓരോ പാഠങ്ങളും എടുക്കുമ്പോൾ നമ്മൾ അത് ആക്ടിവിറ്റി ഓറിയന്റഡ് ആയിട്ട് അല്ലെങ്കിൽ ആർട്ട് ഇന്റഗ്രേറ്റഡ് ലേണിംഗുമായിട്ട് കണക്ട് ചെയ്ത് പോർട്ട്ഫോളിയോകൾ ഉണ്ടാക്കി സബ്ജക്ട് എൻറിച്ച്മെന്റ് നടത്തി ആ ഒരു രീതിയിലുള്ള പഠന രീതിയിലേക്ക് നമ്മൾ മാറേണ്ട സമയം ആണിത്. മുമ്പത്തെ പോലെ നമ്മൾ സാധാരണ പോലെ ക്ലാസ്സിൽ പോയി നിന്നു, പഠിപ്പിച്ചു, ഇറങ്ങിപ്പോന്നു, നോട്ട് കൊടുത്തു, ആ ഒരു സിസ്റ്റം നമ്മൾ മാറ്റേണ്ടതുണ്ട്. ഓരോ ലെസണെയും നമ്മൾ
ആർട്ട് ഇന്റഗ്രേറ്റഡ് ആയിട്ട് കണക്ട് ചെയ്ത് കുട്ടികൾക്ക് എങ്ങനെയാണോ കൂടുതൽ അത് കുട്ടികളുടെ ഉള്ളിലേക്ക് എത്തുക, അവരുടെ ജീവിതവുമായി ബന്ധപ്പെടുത്താൻ പറ്റുക, ആ ഒരു രീതിയിലേക്കുള്ള പഠന രീതിയിലേക്ക് നമ്മൾ അധ്യാപകർ മാറേണ്ടതുണ്ട്. ഞാനിപ്പോ ഇവിടെ ഇപ്പൊ ഓരോ പാഠങ്ങളെയും നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നതും അങ്ങനെ തന്നെയാണ്. ആ ഒരു രീതിയിലേക്ക് നമ്മൾ പാഠം പഠിപ്പിച്ചു പോയാൽ കുട്ടികൾ തീർച്ചയായിട്ടും എൻജോയ് ചെയ്യും, നമ്മുടെ വിഷയത്തെ മറക്കില്ല, മടുക്കില്ല. അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ നമ്മൾ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പൊ ഇത്രയുമാണ് സിലബസുമായി ബന്ധപ്പെട്ടും കോമൺ ആയിട്ട് പറയാനുള്ളത്. ഇനി എനിക്ക് തോന്നുന്നത് നമ്മൾക്ക് മാറിയ പാഠങ്ങളെ ചർച്ച ചെയ്യാമെന്ന്. അതിനു മുമ്പായിട്ട് ഒരു കാര്യം പറയട്ടെ. നമ്മൾ ഈ സമയക്രമത്തെ കുറിച്ച് ഞാൻ മുമ്പേ സൂചിപ്പിച്ചായിരുന്നു. അപ്പൊ നമ്മള് എഴുതി പഠിപ്പിക്കുക, അല്ലെങ്കിൽ കുട്ടികൾക്ക് ടെസ്റ്റ് പേപ്പർ ഇടുമ്പോൾ ഉദാഹരണത്തിന് 10 മിനിറ്റിന്റെ ഒരു ക്വസ്റ്റൻ ആൻസർ കൊടുത്തു, അത് 7 മിനിറ്റ് കൊണ്ട് എഴുതി തീർക്കാൻ കുട്ടികളോട് പറയുക. ആ 7 മിനിറ്റ് കൊണ്ട് ആദ്യത്തെ തവണ കുട്ടികൾക്ക് എഴുതി തീർക്കാൻ പറ്റില്ല. അപ്പൊ കുറച്ചുപേര് കംപ്ലീറ്റ് ചെയ്യാതാവും. അടുത്ത തവണയും ഇവർക്ക് ഇതേ 7 മിനിറ്റ് കൊടുത്തു നോക്കിയേ, ഇവര് കഴിഞ്ഞ തവണത്തെക്കാളും കൂടുതൽ അത് എഴുതിയിട്ടുണ്ടാവും. ഇങ്ങനെ നമ്മൾ ക്ലാസ് ടെസ്റ്റിന്റെ സമയത്തൊന്ന് പ്രാക്ടീസ് ചെയ്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ ടൈം മാനേജ്മെന്റ് കുട്ടികൾ അവിടെ പഠിക്കും. അതുപോലെ തന്നെ നമ്മുടെ ബോർഡ് എക്സാം എഴുതുമ്പോൾ അവരോട് പറയുക, ആദ്യം തരുന്ന 15 മിനിറ്റ് കൂൾ ഓഫ് ടൈം അവരോട് 2 പാസേജ് ഉണ്ട്, അത് വായിച്ചു നോക്കാൻ പറയുക. ആ സമയം അതിനുവേണ്ടി യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ടൈമിന്റെ പ്രശ്നം അവിടെ ഉണ്ടാകുന്നില്ല. ഇത്തവണത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ സിംഹഭാഗവും എന്നൊരു വാക്കുണ്ടായിരുന്നു, വാല്യുവേഷന് പോയവർക്ക് അറിയാം. ആ വാക്കാണ് എല്ലാവരെയും കുഴച്ചത്, അതിന്റെ അർത്ഥം അറിയത്തില്ലായിരുന്നു പലർക്കും. അപ്പോ അങ്ങനെ കുറച്ചുപേർ കറക്കി കുത്തി എഴുതി, കുറച്ചുപേർക്ക് അത് തെറ്റിപ്പോയി. പാസേജ് 2 or 3 തവണ തറവായിട്ട് വായിച്ച ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ വാക്ക് കറക്റ്റ് ആയിട്ട് അവർ കണ്ടുപിടിച്ചേനെ. കാരണം അവർക്ക് പരിചയമില്ലാത്തൊരു വാക്കാണ്. അപ്പൊ ഇതല്ല മറ്റേതായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്ന, ഇതാണ് ആൻസർ വരേണ്ടതെന്ന് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റുമായിരുന്നു. അപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു പ്രാക്ടീസ് കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ മലയാളത്തിന് 3 മണിക്കൂർ സമയം തികയുന്നില്ല എന്നുള്ള ഒരു പരാതി തീർച്ചയായിട്ടും മാറിക്കിട്ടും. സത്യത്തിൽ അത് കുട്ടികളുടെ കുഴപ്പമല്ല, നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നതിന്റെ കുഴപ്പമാണെന്നാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. സ്ലോ ലേണേഴ്സ് ഉണ്ടാവും തീർച്ചയായിട്ടും. അപ്പൊ അവർക്ക് നമ്മൾ അവരുടേതായ രീതിക്കനുസരിച്ചുള്ള ഒരു ട്രെയിനിങ് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. അപ്പോ നമുക്കിനി മാറിയ 9ാം ക്ലാസ്സിന്റെ പാഠഭാഗങ്ങളിലേക്ക് പോകാം. നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ 4 പാഠങ്ങൾ മാറി. മണൽക്കുന്നുകൾക്കിടയിലൂടെ, നിങ്ങളും നിങ്ങളുടെ ജോലിയും, വംശം, സ്മാരകം. ഈ 4 പാഠങ്ങളാണ് പുതിയതായിട്ട് 9ാം ക്ലാസ്സിൽ ആഡ് ചെയ്ത് വന്നിരിക്കുന്നത്. കഴിഞ്ഞ വർഷത്തേതിനകത്ത് മാറിയത് ഭക്ഷണവും ആരോഗ്യവും എന്ന് പറയുന്ന ഒരു ലേഖനവും ദയ എന്ന തിരക്കഥയുമാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ 2 പാഠങ്ങളും എനിക്ക് തോന്നിയ ഒരു കാര്യം, നമ്മുടെ ആർട്ട് ഇന്റഗ്രേറ്റഡുമായിട്ടൊക്കെ കണക്ട് ചെയ്യാൻ ഒരുപാട് ചാൻസുകളുള്ള 2 ലെസൺസ് ആയിരുന്നു. ഇപ്പൊ ഭക്ഷണാരോഗ്യമാണെങ്കിൽ ഞാനൊക്കെ അത് പഠിപ്പിച്ചേയില്ല കുട്ടികളോട് തന്നെ ആക്ടിവിറ്റി ഓറിയന്റഡ് ആയിട്ട് ചെയ്യാൻ പറഞ്ഞു. വളരെ രസകരമായിട്ട് പിള്ളേരെ പാഠം എടുത്തു. അതുപോലെ ദയ, തിരക്കഥ എന്താണെന്ന് കുട്ടികൾ പഠിച്ചു. എങ്ങനെയാണ് ഒരു തിരക്കഥ അല്ലെങ്കിൽ ഒരു സിനിമ സ്ക്രീനിൽ വരുമ്പോൾ ഉണ്ടാകുന്ന ആ ഘട്ടമായിട്ടുള്ള 5 സെഷനായിട്ട് അവരത് പഠിച്ചു. നല്ല ചാൻസസ് ഉള്ള 2 ലെസൺസ് ആയിരുന്നു മാറിയത്. സാരയില്ല, പകരം നമുക്ക് വേറെ 2 ലെസൺസ് കിട്ടിയിട്ടുണ്ട്. അതിനെ നമുക്ക് നന്നായിട്ട് എൻജോയ് ചെയ്ത് പഠിപ്പിക്കാവുന്നതാണ്. ഒന്ന് നമ്മുടെ മണൽക്കുന്നുകൾക്കിടയിലൂടെ ബെന്യാമിന്റെ ആടുജീവിതത്തിലെ ഒരു ഭാഗമാണ്. ഇത് എനിക്ക് തോന്നുന്നത് ഈ ഒരു പാഠത്തെ നമ്മൾ പഠിപ്പിക്കാതെ കുട്ടികളോട് തന്നെ വായിച്ചിട്ട് ക്ലാസ്സിൽ അവതരിപ്പിക്കാൻ പറയുക. കാരണം അവർ ആടുജീവിത സിനിമ കണ്ടിട്ടുണ്ടാവും, ഗദ്ദാമി എന്ന് പറയുന്ന സിനിമ കണ്ടിട്ടുണ്ടാവും, ഇതുപോലെയുള്ള ഈ മണലാരണ്യത്തിൽ ഒറ്റപ്പെട്ടു പോണ ഇംഗ്ലീഷ് സിനിമകളുണ്ട്, ഇതൊക്കെ കുട്ടികൾ കണ്ടിട്ടുണ്ടാവും. അവർ ചിലപ്പോൾ നമ്മൾ എടുക്കുന്നതിലും രസകരമായിട്ട് ഈ പാഠത്തെ എടുക്കും. ഒരു 2 or 3 പീരീഡ് അതിന് ചെലവഴിക്കുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ആക്ടിവിറ്റി ഓറിയന്റഡ് ആയിട്ട് എടുക്കാവുന്ന ഒരു പാഠം തന്നെയാണ്. അതല്ലെങ്കിൽ അവരോട് ആടുജീവിതം മുഴുവൻ നോവൽ ഒന്ന് വായിക്കാൻ പറയുക. അതൊരു എന്താ പറയാ, ഇന്റഗ്രേറ്റഡ് ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ്. അപ്പൊ ആ ഒരു രീതിയിലേക്ക് നമുക്ക് എടുക്കാം. പക്ഷെ കുറച്ച് ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള ഒരു പാഠം തന്നെയാണ് മണൽക്കുന്നുകൾക്കിടയിലൂടെ. കാരണം നമ്മൾ പഠിപ്പിക്കുമ്പോൾ ഈ കഥ മുഴുവൻ പറഞ്ഞു കൊടുത്താലേ കുട്ടികൾക്ക് അത് മനസ്സിലാവത്തുള്ളൂ. കഥ മുഴുവൻ പറഞ്ഞു കൊടുത്താൽ തീർച്ചയായിട്ടും കുട്ടികളെ ആകർഷിക്കുന്ന, അല്ലെങ്കിൽ അവര് വികാരഭരിതമാകുന്ന ഒരു കഥ തന്നെയാണ് ആടുജീവിതത്തിന്റെ കഥ. അപ്പൊ ആ ഒരു രീതിയിലേക്ക് ആ പാഠത്തിനെ നമ്മൾക്ക് എടുക്കാം. നിങ്ങളും നിങ്ങളുടെ ജോലിയും എന്ന് പറയുന്ന പാഠം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഇതൊരു റെലവെന്റ് ആയിട്ടുള്ള ലെസൺ ആയിട്ട് എനിക്ക് തോന്നി. KP കേശവമേനോൻ പണ്ട് എഴുതിയ ഒരു ലേഖനമാണേലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത് റെലവെന്റ് ആണ്. ഇത് വായിച്ചപ്പോ എനിക്ക് തോന്നിയത്, മിക്കവാറും ടീച്ചേഴ്സ് ഒക്കെ ഈ ട്രെയിനിങ് അറ്റൻഡ് ചെയ്തിട്ടുള്ളതുകൊണ്ട് ഇക്കിഗായി എന്നൊരു വാക്ക് കേട്ടിട്ടുണ്ടാവും. ഒരു ജാപ്പനീസ് ജീവിത രീതിയാണ്. ഈ ഒരു ലെസൺ കണക്ട് ചെയ്യാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് ആയിട്ട് എനിക്ക് തോന്നിയത് കുട്ടികളോട് അവരുടെ ഇക്കിഗായി കണ്ടെത്താൻ പറയുക എന്നുള്ള സിമ്പിൾ ആയിട്ടുള്ള 4 സ്റ്റെപ്പുകളിലൂടെ ഈ ഒരു കുട്ടിയുടെ ജീവിതത്തിന്റെ ലക്ഷ്യം, അതിന്റെ അർത്ഥം കണ്ടുപിടിക്കാൻ പറ്റും. ഇത് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ഈ ജോലി, നിങ്ങളുടെ ജോലി, നിങ്ങളും എന്നുള്ള ആ ഒരു ലെസനെ പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റും. നെറ്റിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് ഇക്കിഗായി എന്ന് കിട്ടും. അതുമായിട്ടൊന്ന് കണക്ട് ചെയ്യുമ്പോൾ കുട്ടികൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അത് പഠിക്കും. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ ഒക്കെ ഇത്രയും യൂസ് ചെയ്യുന്ന ഒരു കാലത്ത് ഒരു ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന കാര്യങ്ങൾ റെലവെന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് തന്നെയാണ്. അതുകൊണ്ട് നമ്മളത് കുട്ടികൾക്ക് ഒരു ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പഠിപ്പിക്കാൻ പറ്റുന്ന ലെസൺ തന്നെയാണ് ആ ഒരു ലേഖനം. ഇനി വംശം എന്ന
വിജയലക്ഷ്മിയുടെ കവിതയിലേക്ക് പോവുക. വിജയലക്ഷ്മി എന്ന കവയത്രി കുട്ടികളെ സംബന്ധിച്ച് പുതിയ ഒരാളാണ്. അപ്പൊ വലിയ പരിചയമുള്ളതല്ല വിജയലക്ഷ്മി. ചുള്ളിക്കാടിനെ ഒരുപക്ഷെ അറിയായിരിക്കും, പക്ഷെ വിജയലക്ഷ്മിയെ അറിയില്ല. ഈ വംശം എന്ന കവിതയും സ്മാരകം എന്ന കവിതയും കണക്ട് ചെയ്ത് പഠിപ്പിക്കാവുന്ന 2 ലെസൺസാണ്. കാരണം ഇത് രണ്ടും പ്രകൃതി പാഠങ്ങളാണ് നമ്മളെ പഠിപ്പിച്ചു തരിക. വംശം പഠിപ്പിക്കാന് ഉറുമ്പുകളുടെ കഥ പറഞ്ഞാൽ മതി. വളരെ ഫേമസ് ആയിട്ടുള്ള സ്റ്റോറീസ് ഉണ്ട് ഉറുമ്പുകളെ കുറിച്ച്. പ്രത്യേകിച്ച് ഒരു നാടോടി കഥയുണ്ട്. നമ്മുടെ ഒരു പെൺകുട്ടി ഒറ്റയ്ക്ക് ഒരു രാത്രിയിൽ അരിമണികൾ മുഴുവൻ ചാക്കിൽ നിറയ്ക്കാൻ യജമാനൻ കൊടുക്കുമ്പോൾ ഉറുമ്പുകൾ വന്ന് നിറച്ചു കൊടുക്കുന്ന ഒരു കഥയുണ്ട്. വളരെ ഫേമസ് ആയ സ്റ്റോറിയാണ്. ഈ ഒരു കഥ മാത്രം അവരുടെ മുന്നിലേക്ക് വെച്ച് കൊടുത്താൽ മതി. അതും അല്ലെങ്കിൽ മഴക്കാലത്ത് കളിച്ചു നടക്കുന്ന പച്ചത്തുള്ളൻ പട്ടിണിയായിട്ട് കിടക്കുന്ന സമയത്ത് ഉറുമ്പുകളെ കാണാൻ പോകുന്ന ഒരു കഥയുണ്ട്. അതും ഈ കഥയെ ഇത് രണ്ടും കൂടെ ഒന്ന് പറഞ്ഞു കൊടുത്താൽ ഉറുമ്പുകൾ ഉറങ്ങാറില്ല എന്നുള്ളൊരു ചൊല്ലുണ്ട്. ആ ചൊല്ലുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. എന്താണ് അപ്പോൾ ഉറുമ്പ് എന്ന് പറയുന്ന ഒരു കുഞ്ഞു ജീവിക്ക് ഈ പ്രകൃതിയിലുള്ള സ്ഥാനം എന്ന് കുട്ടികൾ ഈസി ആയിട്ട് മനസ്സിലാക്കും. പിന്നെ നമുക്ക് ആ കവിത പഠിപ്പിക്കാൻ എളുപ്പമാണ്. കുട്ടികളോട് തന്നെ ചെയ്തുകൊണ്ട് വരാൻ പറഞ്ഞാൽ മതി. ഉറുമ്പിനെ കുറിച്ച് കവിത എഴുതാൻ പറയാം, ഉറുമ്പിനെ കുറിച്ചുള്ള കഥകൾ ശേഖരിക്കാൻ പറയാം. അത് കഴിഞ്ഞിട്ട് കുട്ടികൾ ഈ കവിത ക്ലാസ്സിൽ അവതരിപ്പിക്കട്ടെ. രസകരമായിട്ട് കുട്ടികൾ ചെയ്യും. അപ്പം വംശം എന്ന കവിത പ്രകൃതി പാഠം കുട്ടികളിലേക്ക് എത്തിക്കാൻ പറ്റിയ നല്ലൊരു കവിത തന്നെയാണ്. ഇതുമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്നത് തന്നെയാണ് സ്മാരകം എന്ന് പറയുന്ന കവിതയും. ഒരു അപ്പൂപ്പൻ താടിയെ കുറിച്ചുള്ള കുട്ടികൾക്കെല്ലാം പരിചയമാണ് അപ്പൂപ്പൻ താടി. പക്ഷെ പലപ്പോഴും നമ്മുടെയൊക്കെ ചെറുപ്പത്തിലും ഈ അപ്പൂപ്പൻ താടി പെറുക്ക് നടന്നിരുന്നെങ്കിലും അത് ചെയ്യുന്ന വലിയൊരു പാഠമുണ്ട് പ്രകൃതിക്ക് വേണ്ടി. അത് ചെയ്തു കൊടുക്കുന്ന വലിയൊരു സഹായമുണ്ട്. ഒരു വിത്തിനെ കൊണ്ട് എറിഞ്ഞു കളയുമ്പോൾ ആ വിത്തിൽ നിന്ന് അടുത്ത ചെടി ഉണ്ടാകുന്നു എന്നുള്ള ഒരു പ്രകൃതി പാഠമുണ്ട് അവിടെ. ഇത് എനിക്ക് തോന്നുന്നു ഈ പരിസ്ഥിതി പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ എല്ലാ സ്കൂളുകളിൽ ചെയ്യുന്ന ഒരുപാട് പരിപാടികളുണ്ട്. പ്രത്യേകിച്ച് എല്ലാ സ്കൂളുകളിലും ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഈ സീഡ് പെന്നുകൾ ഉണ്ടാക്കുക. വിത്ത് പേനകൾ ഉണ്ടാക്കിയിട്ട് ഗിഫ്റ്റ് കൊടുക്കുക. അതിന്റെ ആവശ്യം കഴിയുമ്പോൾ നമ്മൾ പ്രകൃതിയിലേക്ക് ഇത് വലിച്ചെറിയുമ്പോൾ ആ വിത്ത് അവിടെ പൊട്ടിമുളയ്ക്കുന്നു, മരമായി വളരുന്നു എന്നുള്ള ഒരു തത്വം മിക്കവാറും സ്കൂളുകളിൽ ചെയ്തു വരുന്നുണ്ട് ഇപ്പോൾ. അതും അല്ലെങ്കിൽ സീഡ് ബോളുകൾ, ഈ വലിയ മരങ്ങളുടെ സീഡുകൾ വെച്ചിട്ട് ചാണകവും മണ്ണും കൂടെ കുഴച്ചുരുളയാക്കിയിട്ട് ഈ സീഡ് അതിനകത്ത് വെച്ചിട്ട് ഇതിനെ ഉണങ്ങിയെടുത്തിട്ട് ഗിഫ്റ്റ് കൊടുക്കുന്ന ഒരു പരിപാടിയുണ്ട്. നമ്മൾ യാത്ര പോകുമ്പോൾ ഇത് വഴി സൈഡുകളിലോ വനാതിർത്തികളിലോ അല്ലെങ്കിൽ റോഡിന്റെ വക്കുകളിലേക്ക് ഈ സീഡ് ബോൾ ഇട്ട് കഴിഞ്ഞാൽ അവിടെ കിടന്നത് പൊട്ടിമുളച്ച് മരമായി വളരുന്ന പ്രകൃതിയെ തന്നെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന പരിസ്ഥിതിയെ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു പരിസ്ഥിതി പ്രവർത്തനമുണ്ട്. ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസ് കൊടുത്തു കഴിഞ്ഞാൽ ഈ സ്മാരകം എന്ന കവിതയും വളരെ എളുപ്പത്തിൽ കുട്ടികളിലേക്ക് എത്തും. അതുകൊണ്ട് തന്നെ പരിസ്ഥിതി പ്രവർത്തനവും പ്രകൃതി പാഠവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഈ 2 കവിതകളെയും നമുക്ക് കണക്ട് ചെയ്ത് വളരെ രസകരമായിട്ട് പഠിപ്പിക്കാവുന്ന 2 പാഠങ്ങളാണ്. ഈ 4 എണ്ണമാണ് മാറിയിരിക്കുന്ന 4 പാഠങ്ങൾ. അതെല്ലാവരും ഒന്ന് നോട്ട് ചെയ്യുകയും എന്തെല്ലാം ആർട്ട് ഇന്റഗ്രേറ്റഡ് ലേണിംഗ് അതല്ലെങ്കിൽ പോർട്ട്ഫോളിയോയുമായി ബന്ധപ്പെട്ട് ചെയ്യാവുന്ന കാര്യങ്ങൾ, കുട്ടികളിലേക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന നിരവധി ആക്ടിവിറ്റീസ്, ആ ആക്ടിവിറ്റി ഓറിയന്റഡ് ആയിട്ട് ഈ 4 പാഠങ്ങളെയും എടുക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. നമുക്കിനി 9ാം ക്ലാസ്സിലെ പാഠങ്ങളെ കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്ന ബാക്കിയുള്ള 6 ലെസനെ വേണമെങ്കിൽ ഒന്ന് വിഷയാടിസ്ഥാനത്തിൽ തിരിക്കാമെന്ന് എനിക്ക് തോന്നുന്നു. ഞാനൊക്കെ അങ്ങനെ എടുക്കാറുണ്ട്. ശരിക്കും നമ്മൾ ഈ കരിക്കുലം ഒക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്ക് നമ്മൾ ആ ഓർഡറിലാണ് പഠിപ്പിച്ചു പോവുക. പക്ഷെ അതിൽ നിന്ന് വിട്ട് ഓരോ ടോപ്പിക്കും അതുമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്ന മറ്റൊരു ലെസൺ ഉണ്ടാവും. ഇതുമായിട്ട് കണക്ട് ചെയ്ത് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളിലേക്ക് അത് എത്തിക്കാൻ എളുപ്പമുണ്ട്. പല ആക്ടിവിറ്റിയും നമുക്ക് കണക്ട് ചെയ്ത് കമ്പൈൻ ചെയ്ത് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള ഒത്തിരി ഗുണങ്ങളുണ്ട്. അങ്ങനെ ഞാനത് തിരിച്ചപ്പോൾ ഉള്ള ഒരു ലെസന്റെ ഓർഡറാണ് ഞാനിപ്പോ അടുത്തായിട്ട് കാണിക്കുന്നത്. നമുക്ക് 9ാം ക്ലാസ്സിലെ 3 പാഠങ്ങളെ വിഷയാടിസ്ഥാനത്തില് ചേർത്ത് വെക്കാവുന്നത്. ആദ്യത്തേത് സുഹൃതഹാരങ്ങള്, രണ്ടാമത്തേത് കാണുന്നുണ്ട് അനേകം അക്ഷരങ്ങൾ, മറ്റൊന്ന് അരുവിപ്പുറത്തു നിന്നൊരു സന്ദേശം. ഈ 3 പാഠത്തിന്റെയും ഒരേ വിഷയമാണ് അവിടെ ചർച്ച ചെയ്യുന്നത്. 3ഉം കണക്റ്റഡ് ആണ്. ഇത് 3ഉം കണക്റ്റഡ് ആയിട്ട് നമ്മൾ പഠിപ്പിച്ചു കഴിഞ്ഞാൽ, അതായത് സുഹൃതഹാരം പഠിപ്പിച്ചു കഴിഞ്ഞാൽ അടുത്ത അരുവിപ്പുറം പഠിപ്പിക്കുക, ദെൻ കാണുന്നുണ്ട് അനേകം അക്ഷരങ്ങളിലേക്ക് പോവുക. കുട്ടികളിലേക്ക് പെട്ടെന്ന് ഇത് എത്തും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ജാതീയമായിട്ടുള്ള പ്രശ്നങ്ങള്, സാമൂഹികമായ നവോത്ഥാനം, അതുമായി കണക്ട് ചെയ്ത് നിൽക്കുന്ന 3 ലെസൺസ് ആണ് ഇത് 3. ആദ്യത്തേനകത്ത് തീർച്ചയായിട്ടും കുമാരനാശാൻ എന്ന് പറയുന്ന വലിയ മഹാകവിയെ നമ്മൾ പരിചയപ്പെടുത്തുക തന്നെ വേണം. ആശാൻ ഇല്ലെങ്കിൽ മലയാള സാഹിത്യം ഇല്ല. അപ്പൊ ആശാന്റെ ദർശനങ്ങള്, സ്നേഹത്തിന്റെ തലങ്ങള്, സമഗ്രമായിട്ട് തന്നെ നമുക്ക് ആശാനെ അവതരിപ്പിക്കാം. ഈ ആശാനെ അവതരിപ്പിച്ചിട്ട് നമുക്ക് തൊട്ടടുത്തായിട്ട് അരുവിപ്പുറത്തേക്ക് പോകുമ്പോൾ ഇവർ തമ്മിൽ കണക്റ്റഡ് ആണ്. ആശാനും ശ്രീനാരായണ ഗുരുവും, ആശാൻ നാരായണ ഗുരുവിന്റെ ദർശനങ്ങൾക്ക് വേണ്ടിയിട്ട് നിലകൊണ്ട ഒരാളാണ്. ആ ഗുരുദേവ വചനങ്ങൾ അനുസരിച്ച് പ്രവർത്തിച്ചിരുന്ന ആളാണ്. അപ്പൊ നമുക്ക് ആ പാഠങ്ങളെ കണക്ട് ചെയ്യാൻ പറ്റും. പിന്നെ അടുത്ത വരുന്ന കാണുന്നുണ്ട് അനേകം അക്ഷരങ്ങൾ വരുമ്പോഴത്തേക്ക് ആശാൻ പ്രവർത്തിച്ച ജാതീയമായ ആ ഒരു വ്യത്യാസം മാറ്റാൻ വേണ്ടിയിട്ട് പൊയ്കയിലപ്പച്ചൻ ചെയ്തതും, ആ പൊയ്കയിലപ്പച്ചന്റെ ഒരു കവിതയ്ക്ക് മറുപടിയായിട്ട് MR രേണുകുമാർ എഴുതിയ കാണുന്നുണ്ട് അനേകം അക്ഷരങ്ങളെയും നമ്മൾക്ക് ചേർത്ത് വായിക്കാൻ പറ്റും. ചുരുക്കത്തിൽ ഈ 3 പാഠങ്ങളെയും നമ്മൾ അടുപ്പിച്ചെടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾ അതിനെ നന്നായിട്ട് മനസ്സിലാക്കും.
ആ പാഠത്തിന്റെ പഠനോദ്ദേശം കുട്ടികളിലേക്ക് പൂർണ്ണമായിട്ട് എത്തും. അതിന് നമുക്ക് നല്ല രീതിയിൽ തന്നെ അധികം ക്ലാസ് റൂമുകളുടെ ആവശ്യം, അധികം പീരീഡുകളുടെ ആവശ്യമില്ലാതെ തന്നെ നമുക്ക് വളരെ രസകരമായിട്ട് പഠിപ്പിക്കാൻ സാധിക്കും. അവിടെ നമുക്ക് എനിക്ക് തോന്നുന്നു സുഹൃതഹാരങ്ങൾ പഠിപ്പിക്കുമ്പോൾ പഴയ ഒരു ക്രിസ്ത്യൻ സോങ് ഉണ്ട്, നട്ടുച്ച നേരത്ത് കിണറിന്റെ തീരത്ത്. മുരളി സാറിനൊക്കെ ഒരു പക്ഷെ ആ പാട്ട് അറിയായിരിക്കും. എനിക്ക് 4ാം ലെസന്റെ ആണെന്ന് തോന്നുന്നു. ഒരു യേശുദാസ് പാടിയിട്ടുള്ള പാടിയ അത് തന്നെ. അത് നമ്മുടെ ബൈബിളിലെ ഒരു കഥയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. വെള്ളം കോരാൻ സമര. അത് തന്നെ. ആ ശരിക്കും പറഞ്ഞാൽ ആശാന് ഈ ഒരു തീം കിട്ടുന്ന അതിൽ നിന്നാണ്. ചണ്ടാല ഭിക്ഷുകിയുടെ ആ തീം ആശാൻ എടുക്കാൻ ഒരുപക്ഷെ കാരണമായിരിക്കുന്നത് ഈ സമരിയാക്കാരിയുടെ കഥയാവാം. ഇതൊന്ന് കണക്റ്റഡ് ആണ്. നമ്മൾ ആ ഇതിന്റെ വീഡിയോ നമ്മുടെ യൂട്യൂബിൽ കിടപ്പുണ്ട്, ഈ പാട്ടിന്റെ വീഡിയോ കിടപ്പുണ്ട്. ആ വിഷ്വൽ കാണിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് കുട്ടികൾക്ക് ഈ സുഹൃതഹാരങ്ങളെ കണക്ട് ചെയ്യാൻ പറ്റും. ചണ്ടാല ഭിക്ഷുകി നമ്മളുടെ ആരാടാ അവള് ആ ബുദ്ധഭിക്ഷുവിന് വെള്ളം കൊടുക്കുന്നതും അതിനകത്ത് പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ആശാൻ ഇതിനകത്ത് എഴുതിയിരിക്കുന്നത്. അതുപോലെ തന്നെ യുഗപുരുഷൻ എന്ന് പറയുന്ന സിനിമ, ആ യുഗപുരുഷനകത്ത് ശ്രീനാരായണ ഗുരുവും ആശാനും തമ്മിലുള്ള ഒരു സീൻ വരുന്നുണ്ട്. ആ ഒരു സീൻ, ആ ഒരു കട്ടിങ് സീൻ മാത്രം എടുത്തു കൊടുത്താൽ മതി, അരുവിപ്പുറത്തു നിന്നൊരു സന്ദേശം കുട്ടികൾക്ക് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ സാധിക്കും. കാണുന്നുണ്ട് അനേകം അക്ഷരങ്ങൾ. അങ്ങനെ തന്നെയാണ് അവിടെ നമുക്ക് വാഴക്കുല പറയാം. അതുപോലെ തന്നെ ശരൺകുമാർ ലിംബാളയുടെ അക്കർമാശി എന്ന് പറയുന്ന നോവലുമായിട്ട് ബന്ധപ്പെടുത്തി പറയാം. പ്രത്യക്ഷ രക്ഷ ദൈവസഭയെ കുറിച്ച് പറയാം. ഒരുപാട് പറയാനുള്ള 3 ലെസൺസ് ആണിത്. ഇത് 3ഉം ദളിത് സാഹിത്യം കുട്ടികൾ പഠിക്കണം. 3ഉം വളരെ രസകരമായിട്ട് വളരെ കുട്ടികളിലേക്ക് ആശയം എത്തുന്ന രീതിയിൽ അപ്പച്ചനെയും ശരിക്കും അതില് കണക്ട് കണക്ട് ചെയ്യണം. കാരണം ഈ പൊയ്കയിലപ്പച്ചനൊന്നും കുട്ടികൾക്ക് അറിയില്ല. MR രേണുകുമാറിലേക്ക് എത്തുന്നതിന് മുൻപ് പൊയ്കയിലപ്പച്ചനിലേക്ക് എത്തണം. എന്നിട്ട് വേണം നമ്മൾ ഈ പാഠത്തിലേക്ക് പോകാൻ. ചുരുക്കത്തില് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു കാലഘട്ടം ഇവിടെ ഇന്റർഡിസിപ്ലിനറി വരുന്നുണ്ട്, ചരിത്രം വരുന്നുണ്ട്. അതുമായിട്ട് കണക്ട് ചെയ്ത് നമ്മുടെ പഴയ കേരളീയ ചരിത്രം എല്ലാം അവിടെ കണക്ട് ചെയ്ത് നമുക്ക് ഇതിലേക്ക് എത്തിക്കാൻ പറ്റിയ 3 വളരെ പ്രധാനപ്പെട്ട വെയിറ്റേജ് ഉള്ള 3 ലെസൺസ് തന്നെയാണിത്. ആ ഒരു രീതിയിലേക്ക് നമ്മൾ കൊണ്ടുവരാൻ ശ്രമിക്കുക. അപ്പൊ ഇതിനെ 3നെയും കൂടി കണക്ട് ചെയ്യാം. അടുത്തതായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന 3 ലെസൺസ്, അമ്മ മണൽക്കുന്നുകൾക്കിടയിലൂടെ ചിരിയുടെ അരങ്ങേറ്റം. അതിന് കാരണം ഇത് 3 വ്യക്തികളുടെ ജീവിതാവസ്ഥകളെയാണ് കാണിക്കുന്നത്. അതായത് ജീവിത വ്യതകളെ വ്യത്യസ്ത മനുഷ്യര് ജീവിക്കാൻ പെടുന്ന പാട് എങ്ങനെയാണെന്നുള്ളതാണ് 3ലും കാണിക്കുന്നത്. അമ്മയില് വൃദ്ധയായ ഒരു സ്ത്രീയാണെങ്കിൽ മണൽക്കുന്നുകൾക്കിടയിലൂടെ നമ്മുടെ നജീബാണ്. ചിരിയുടെ അരങ്ങേറ്റത്തില് ചാർലി ചാപ്ലിനാണ്. ഇവര് 3 പേരും വ്യത്യസ്ത ജീവിത തലങ്ങളിൽ നിന്നുകൊണ്ട് ജീവിതത്തെ കൂട്ടിമുട്ടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നവരാണ്. അപ്പൊ തീർച്ചയായിട്ടും കണക്ഷനുള്ള പാഠമാണ്. ഇതിൽ തന്നെ ചിരിയുടെ അരങ്ങേറ്റം എന്ന് പറയുന്ന ആത്മകഥയുടെ ഭാഗം നമ്മൾ ക്ലാസ്സിൽ എടുത്തു കൊടുക്കുക പോലും വേണ്ട. കുട്ടികളുടെ മുന്നിലേക്ക് മോഡേൺ ടൈംസ് എന്ന് പറയുന്ന ചാർലി ചാപ്ലിന്റെ ആ സിനിമയുടെ ഒരു ക്ലിപ്പിങ്ങും ലയൺ കേജ് സർക്കസും അത് മാത്രം കാണിച്ചാൽ മതി. ആരാണെന്ന് എന്താണെന്നും കുട്ടികൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. പിന്നെ അവർ ആ പാഠം ഒന്ന് വായിച്ചാൽ മാത്രം മതി. സത്യത്തിൽ നമ്മളത് ക്ലാസ്സിൽ പഠിപ്പിക്കുക പോലും വേണ്ട. അത്രയും പെട്ടെന്ന് കുട്ടികളിലേക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നതാണ് ചിരിയുടെ അരങ്ങേറ്റം എന്ന് പറഞ്ഞ ചാർലി ചാപ്ലിന്റെ ലെസൺ. കഴിഞ്ഞ വർഷം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ സത്യത്തിൽ ആ പാഠം എടുത്തേയില്ല. ഞാൻ ഈ 3 സീൻസ് ഇട്ട് കൊടുക്കുകയായിരുന്നു കുട്ടികളിലേക്ക്. എന്നിട്ട് അവരോട് തന്നെ എഴുതാൻ പറഞ്ഞു. നല്ല രസകരമായിട്ട് കുട്ടികൾ എഴുതി. അത് തന്നെ മണൽക്കുന്നുകൾക്കിടയിലൂടെ നമ്മൾ പറഞ്ഞ പോലെ ആടുജീവിതം സിനിമയുടെ ഒരു ഭാഗം കാണിക്കുക, ഗദ്ദാമയിലെ ഒരു സിനിമയിലെ ഒരു ഭാഗം കാണിക്കുക. ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ കുട്ടികൾക്ക് പാഠം പെട്ടെന്ന് മനസ്സിലാവും. ഈ നമ്മുടെയൊക്കെ കുഴപ്പേ നമ്മളെപ്പോഴും പണ്ട് നമ്മൾ എന്ത് പഠിച്ചോ, നമ്മൾ കുറെ വർഷങ്ങളായിട്ട് എന്ത് പഠിപ്പിച്ചു വരുന്നോ അതേപടി നമ്മളിങ്ങനെ പുസ്തകമായിട്ട് നേരെ ക്ലാസ്സിൽ ചെല്ലുന്നു, നേരെ പുസ്തകം എടുത്ത് വായിക്കുന്നു, കുട്ടികളെ കൊണ്ട് വായിപ്പിക്കുന്നു, അടുത്തതായിട്ട് നോട്ട് കൊടുക്കുന്നു, ടെസ്റ്റ് പേപ്പർ ഇടുന്നു, കഴിഞ്ഞു. ഇതാണ് നമ്മുടെ വർഷങ്ങളായിട്ടുള്ള ജോലി. ഇതല്ല നമ്മൾ മാറി ചിന്തിക്കണം, മാറി നടക്കണം. നമ്മള് ഗൈഡ് ആകാനേ പാടുള്ളൂ. നമ്മളൊരു കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരാളാവാനേ പാടുള്ളൂ. ബാക്കി കണ്ടെത്തേണ്ട കുട്ടികളാണ്. അങ്ങനെ കണ്ടെത്തി അവർ തന്നെ ചെയ്യുമ്പോൾ ഇവർ പഠിച്ച പാഠങ്ങള് അതിൽ നിന്ന് ഉൾക്കൊള്ളേണ്ട മെസ്സേജ് ഒരിക്കലും മറക്കില്ല. അങ്ങനെ നമ്മളൊന്ന് എടുത്തു നോക്കി എന്ത് വ്യത്യാസം വരും എന്നറിയാവോ? നമ്മുടെ ഇപ്പോഴത്തെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് സമയമില്ല, പീരീഡ് കുറവാണ്. നമ്മളിങ്ങനെ കുറെ പരാതികൾക്കുള്ളിൽ നിൽക്കുകയാണ്. ഈ പരാതികളെയും നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ മറികടക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പൊ ആ ഒരു ലെവലിൽ നിന്നുകൊണ്ട് ചിന്തിച്ച് ഈ പാഠങ്ങളെ ദയവായിട്ട് കുട്ടികളിലേക്ക് എത്തിക്കണം എന്നൊരു അപേക്ഷ എനിക്ക് എല്ലാവരോടുമുണ്ട്. അവിടെ ഈ ദാരിദ്ര്യം എന്നുള്ള ഒരു പ്രശ്നം കൂടി ശരിക്കും അവിടെ ഡിസ്കസ് ചെയ്യാൻ പറ്റുമേ? ഒരുപാട് കാര്യങ്ങളുണ്ട് സാറേ. ഒരുപാട് അതിനകത്ത് ഞാൻ ജാതി വ്യവസ്ഥയും നമ്മുടെ സാമൂഹിക നവോത്ഥാനം മാത്രമല്ല, അതിനകത്ത് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. ഒരുപാട് കാര്യങ്ങൾ. അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൊടുക്കാൻ എന്താ പറയാ സാറേ, ഒരു 4 ഗ്രൂപ്പായിട്ട് ക്ലാസ്സിന് തിരിക്കുക. അവരോട് തന്നെ കണ്ടെത്തിയിട്ട് ടോപ്പിക് അനുസരിച്ച് കുട്ടികളോട് തന്നെ പല രീതിയിൽ ഇത് പ്രസന്റ് ചെയ്യാൻ പറയാം. സെമിനാർ ആവാം, ഡിജിറ്റൽ പ്രസന്റേഷൻ ആവാം, ചർച്ചയാവാം,
ഡിബേറ്റ് ആവാം, പല രീതിയിൽ കുട്ടികൾ തന്നെ കൊണ്ടിരുത്തി. അപ്പൊ എന്ത് സംഭവിക്കും? കുട്ടികൾ പാഠം വായിക്കും, അതിനകത്തുനിന്ന് കണ്ടെത്തേണ്ട കാര്യങ്ങൾ കുട്ടികൾ കണ്ടെത്തും. നമുക്ക് അവരെ ഒന്ന് ഹെൽപ്പ് ചെയ്താൽ മാത്രം മതി. അപ്പോ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ആ ഒരു ഇന്ററാക്ഷൻ എന്ന് പറയുന്നത് ടീച്ചർ ഓറിയന്റഡ് അല്ലാതെ സ്റ്റുഡന്റ് ടീച്ചർ ഓറിയന്റഡ് ആയിട്ട് മാറുക ചെയ്യാം. അപ്പൊ നമ്മുടെ പഠന രീതി, പഠിപ്പിക്കുന്ന രീതികള് എല്ലാം മാറും. അതിലേക്ക് അത് തന്നെയാണ് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ഉദ്ദേശിക്കുന്നത്. ആ ലെവലിലേക്ക് ഈ പാഠങ്ങളെ എല്ലാവരും ഒന്ന്. അല്ല, അവിടെ ഒരു കാര്യം കൂടി ഉണ്ട് ഷിജി മാം. ഈ ക്ലാസ്സിൽ വായിപ്പിക്കുക എന്ന് പറയുന്നത് അതൊരു യാന്ത്രികമായ പ്രവൃത്തിയാണ്. വെറുതെ നമ്മൾ പറയുമ്പോൾ ഓരോരുത്തരെ മറ്റേതല്ല, അവര് പഠിച്ചു വന്ന് അവരത് ഡിസ്കസ് ചെയ്യുന്നതും വെറുതെ ക്ലാസ്സിൽ വായിക്കുന്നതും ഒരു വൃഥാ വ്യായാമമാണ് ശരിക്കത്. സാറ്, ഞാനതിന് എന്റെ ഒരു എക്സ്പീരിയൻസ് കഴിഞ്ഞ വർഷത്തെ പറയാം. കഴിഞ്ഞ വർഷം 9ാം ക്ലാസ്സില് പുതിയ പുസ്തകം വന്നപ്പോൾ അരുവിപ്പുറത്തു നിന്നൊരു സന്ദേശം എന്ന് പറയുന്ന ഒരു പാഠം ഞാൻ 4 ആയിട്ട് കുട്ടികളെ ഗ്രൂപ്പ് തിരിച്ചു. അവരോട് പറഞ്ഞു, ശ്രീനാരായണ ഗുരു എന്ന മഹത് വ്യക്തിയെ കുറിച്ച് നിങ്ങൾ ഈ പാഠം വായിച്ചിട്ട് നിങ്ങൾക്ക് എന്താണോ മനസ്സിലായത്, നിങ്ങൾക്ക് എന്തെല്ലാം എക്സ്ട്രാ കണ്ടെത്താൻ പറ്റുന്നോ അത് നിങ്ങൾ ഇവിടെ ചെയ്യുക. ഒരാഴ്ചത്തെ സമയം കൊടുത്തു. അതിനു മുമ്പത്തെ പാഠം പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോഴേ ഞാൻ ഈ ഒരു വർക്ക് അവർക്ക് കൊടുത്തു. അത് 4 ഗ്രൂപ്പുകാരും തിരിഞ്ഞിട്ട് വളരെ രസകരമായിട്ട് ഒരു ഗ്രൂപ്പ് ഡിജിറ്റൽ പ്രസന്റേഷനാണ് ചെയ്തത്. ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചുള്ള സമഗ്രമായ ഒരു ഡിജിറ്റൽ പ്രസന്റേഷൻ 5 മിനിറ്റ് പവർ പോയിന്റ് പ്രസന്റേഷൻ ചെയ്തു. വളരെ രസകരമായിട്ട് കുട്ടികൾ ചെയ്തു. ഒരു ഗ്രൂപ്പ് ചെയ്തത് അവര് ക്യാമറയിലിട്ട് ക്വിസ് കോമ്പറ്റീഷൻ നടത്തിയ ക്ലാസ്സിൽ. വേറൊരു ടീം ചെയ്തത് ചർച്ചയാണ് നടത്തിയത്. അപ്പോ അങ്ങനെ 4 ടീമും ചെയ്ത് കഴിഞ്ഞപ്പോ അതിന്റെ നമ്മുടെ മൂല്യനിർണ്ണയം നടത്തുമ്പോഴാണ് അതിന്റെ രസകരമായ അനുഭവം എനിക്കുണ്ടായത്. ബാക്കിയുള്ള ലെസൺസിൽ കുട്ടികൾ സ്കോർ ചെയ്തതിലും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്ത് ഈ ഒരു ലെസൺ ആയിരുന്നു. കാരണം എന്താ? ഒരു ക്ലാസ്സിൽ 35 കുട്ടികളുടെ 35 കുട്ടികളും ഇതിനകത്ത് ഇൻവോൾവ് ആയി. അവരുടെ കോൺട്രിബ്യൂഷൻ അവിടുന്ന് വന്നപ്പോ ഈ ലെസൺ അവർ നന്നായി മനസ്സിലാക്കി. അതിൽ പറയുന്നതിന്റെ അപ്പുറത്തെ കാര്യങ്ങൾ അവർ മനസ്സിലാക്കി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നതും അത് തന്നെയാണ്. നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി നമ്മളെ മുന്നോട്ട് വെക്കുന്നതും ഇത് തന്നെയാണ്. കുട്ടികൾ അവിടെ കണ്ടെത്തുകയാണ്, കുട്ടികൾ തന്നെ ചെയ്യുകയാണ്. സെമിനാറിന് വേണ്ട കാര്യം അവർ തന്നെ കണ്ടെത്തി. അപ്പൊ അങ്ങനെ ആ ഒരു ലെവലിലേക്ക് നമ്മൾ പഠന രീതിയെ മാറ്റിയാൽ ഈ പറയുന്ന ബുദ്ധിമുട്ടുകളൊന്നും നമുക്ക് ഉണ്ടാവില്ല. ഓക്കെ, കമ്പാക്ട്. ഇനി 9ാം ക്ലാസ്സിലെ ബാക്കി വരുന്ന ലെസൺസ് കണക്ട് ചെയ്യാവുന്നത് പുളിമാവ് വെട്ടി, വംശം, സ്മാരകം. ഇത് 3ഉം നമ്മളുടെ പരിസ്ഥിതിയും അല്ലെങ്കിൽ പ്രകൃതിയുടെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പാഠങ്ങളാണ്. ഇതിനെ 3. പക്ഷെ അവിടെ ഒരു പ്രശ്നമുള്ള 3 കവിതയാണ്. വേണമെങ്കിൽ ആ കവിത 3 അടുപ്പിച്ച് പഠിപ്പിക്കാൻ താല്പര്യമില്ലെങ്കിൽ ഇതുമായിട്ട് വലിയ ബന്ധമില്ലാത്ത നിങ്ങളുടെ ജോലിയും കൊണ്ടെന്ന് നമുക്ക് വേണം നടുക്കൊണ്ട് വെക്കാം. കാരണം ഈ 9 പാഠങ്ങളുമായിട്ട് വലിയ സബ്ജക്റ്റ് വൈസ് ബന്ധമില്ലാതെ നിൽക്കുന്ന ഒരു ലെസൺ എന്ന് പറയുന്നത് അത് മാത്രമാണ്. അപ്പൊ 3 കവിത അടുപ്പിച്ചെടുക്കാൻ താല്പര്യമില്ലാത്തവർക്ക് വേണമെങ്കിൽ അതിനെയും കൂടെ ഒന്ന് ഇടയ്ക്ക് കയറ്റാം. അതല്ല, സബ്ജക്ട് വൈസ് നിങ്ങൾക്ക് കണക്ട് ചെയ്ത് പഠിപ്പിക്കണമെങ്കിൽ ഈ 3 എണ്ണവും കൂടി ഒരേ തരത്തിലുള്ള ടോപ്പിക്കിനെ ചർച്ച ചെയ്യുന്ന പരിസ്ഥിതി ബന്ധപ്പെട്ട് നിൽക്കുന്ന കവിതകളാണ്. ഈ രീതിയിലേക്ക് നമുക്ക് 9ാം ക്ലാസ്സിന്റെ പാഠങ്ങളെ കണക്ട് ചെയ്താൽ ഒരുപക്ഷെ കുട്ടികളിലേക്ക് കൂടുതൽ എത്തും എന്നുള്ളതാണ് എന്റെ അനുഭവം. പിന്നെ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ചിലപ്പോ നമ്മൾ ഈ കണക്ട് ചെയ്തിങ്ങനെ എടുക്കുമ്പോൾ പാഠവും എഴുതിയ ആളുടെ പേരും തമ്മിൽ ചിലപ്പോൾ സംഭവിക്കാനൊരു വഴിയുണ്ട്. കേൾക്കുന്നില്ല? കുഴപ്പമില്ല, ഇപ്പൊ ശരി. ഓക്കെ. അപ്പോ ഞാൻ പറഞ്ഞത് ചിലപ്പോ കുട്ടികൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പാഠങ്ങൾ മാറിപ്പോകാൻ ഒരു ചാൻസ് നമ്മളിങ്ങനെ കണക്ട് ചെയ്തെടുക്കുമ്പോഴുണ്ട്. അത് നമ്മളൊന്ന് ശ്രദ്ധിച്ച് കുട്ടികൾക്ക് ടെസ്റ്റ് പേപ്പർ ഒക്കെ ഇടുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ ആ ഒരു പ്രശ്നം നമുക്ക് സോൾവ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോ 9ാം ക്ലാസ്സിനെ കുറിച്ച് പ്രധാനമായിട്ട് ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ള. ഒരു അല്പ സ്പീഡിൽ തന്നെ പോവുകയാണ്. മെയിനായിട്ട് നമ്മുടെ ബോർഡ് എക്സാമുമായിട്ട് ബന്ധപ്പെട്ട 10ന്റെ കാര്യങ്ങൾ പറയാനുള്ളത് കൊണ്ട് കൂടിയാണ്. ജനറൽ ആയിട്ടുള്ള ഒരു വിശകലനമാണ് ഞാനിപ്പോ പാഠത്തെ കുറിച്ച് നടത്തിയിരിക്കുന്നത്. നമുക്ക് 10ാം ക്ലാസ്സിലേക്ക് വേഗം തന്നെ പോകാം. 10ല് മുമ്പ് സൂചിപ്പിച്ചതുപോലെ 2025 SCERT ടെക്സ്റ്റ് ബുക്കാണ്. 10 പാഠങ്ങളുണ്ട്. ഈ 10 പാഠങ്ങൾ ഓൾറെഡി എല്ലാവരും കണ്ടു ഏതൊക്കെയാണെന്നുള്ളത്. അതിനെക്കുറിച്ച് ഡിസ്കഷനൊക്കെ വന്നിട്ടുണ്ടാവും. 1-2 ലെസണിൽ നിങ്ങളൊക്കെ എടുത്തു പോയിട്ടുണ്ടാവും. ആദ്യം പറഞ്ഞതുപോലെ സാർ കേൾക്കാമോ? ഇടയ്ക്കൊന്ന് പോകുന്നുണ്ട് ശബ്ദം മാം. സാറില്ല, ഇടയ്ക്ക് എനിക്ക് തോന്നി, എനിക്കിവിടെ സിഗ്നൽ കിട്ടി. അപ്പൊ 10 പാഠങ്ങള് നമ്മള് എല്ലാവരും ഏതൊക്കെയാണെന്ന് നോട്ട് ചെയ്തിട്ടുണ്ടാവും. ആദ്യം പറഞ്ഞതുപോലെ തന്നെ നമ്മള് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങള് രചയിതാവിന്റെ കുറിച്ച് പറയുക, കഥാപാത്രങ്ങളെ കുറിച്ച് പറയുക, പ്രയോഗഭംഗി പറയുക, ശീർഷകത്തിന്റെ പ്രാധാന്യം പറയുക. ഇതൊക്കെ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണമെന്ന് ആദ്യം തന്നെ ഓർപ്പിക്കട്ടെ. ഇനി നമ്മൾക്ക് വേണമെങ്കിൽ 9ാം ക്ലാസ് ചെയ്ത പോലെ പാഠങ്ങളെ തരംതിരിച്ച് പഠിപ്പിച്ചു കഴിഞ്ഞാൽ കുട്ടികളിലേക്ക് അത് ഒന്നും കൂടി എത്തിക്കാൻ എളുപ്പമുണ്ടാവും. അങ്ങനെ തിരിക്കുമ്പോൾ നമ്മുടെ ആദ്യത്തെ
3 ലെസൺസ്. ആദ്യത്തെ എന്ന് പറയാൻ പറ്റില്ല, അതില് ഗദ്യത്തിൽ ആദ്യം വരുന്ന മാതൃഭാഷ നമ്മുടെ ഉള്ളിൽ ഒഴുകുന്ന ജീവനദി. ഇത് പഠിപ്പിക്കുന്നതിന് മുമ്പ് സത്യത്തിൽ നമ്മൾ പഠിപ്പിക്കേണ്ടിയിരുന്ന എന്റെ ഭാഷ എന്ന് പറയുന്ന വള്ളത്തോളിന്റെ കവിതയായിരുന്നു. ഇത് നമ്മൾ നേരത്തെ തന്നെ ചിലപ്പോ പല ക്ലാസ്സിൽ കുട്ടികൾ പഠിച്ചിട്ടുണ്ടാവും. നമ്മളെല്ലാ മാം കേൾക്കാമോ? അല്ല, ഇടയ്ക്കിടയ്ക്ക് അതെന്താ പ്രശ്നം വരുന്ന അവിടെ? നെറ്റിന്റെ പ്രശ്നമാണ്. നെറ്റിന്റെ ഇഷ്യൂ അവിടെ തോന്നുന്നു. എനിക്കിവിടെ സിഗ്നൽ കിട്ടുന്നുണ്ട്, പോകുന്ന എനിക്ക് അറിയാൻ പറ്റുന്നുണ്ട്. കുഴപ്പമില്ല. അപ്പൊ ഒന്ന് റിപ്പീറ്റ് ചെയ്താൽ മതി. ഇല്ലില്ല, ഞാനപ്പോ സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട്. അതൊക്കെ അത് അങ്ങനെ സൗണ്ട് എനിക്ക് കിട്ടുമ്പോ ഞാൻ സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട്. നോ പ്രോബ്ലം, കണ്ടിന്യൂ. വള്ളത്തോളിന്റെ എന്റെ ഭാഷ പഠിപ്പിച്ചിട്ട് മാതൃഭാഷ നമ്മുടെ ഉള്ളിൽ ഒഴുകുന്ന ജീവനദിയിലേക്ക് പോയാൽ അതൊന്നും കൂടി ഇഫക്റ്റീവ് ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. കാരണം അതില് വള്ളത്തോൾ പറയുന്നത് മാതൃഭാഷയും പെറ്റമ്മയും ഒരുപോലെയാണെന്നാണ്. അത് കുട്ടികളിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ അടുത്തതായിട്ട് നമുക്ക് പ്രകാശ് രാജിന്റെ മാതൃഭാഷ നമ്മുടെ ഉള്ളിൽ ഒഴുകുന്ന ജീവനദി എന്ന് പറയുന്ന പാഠം തന്നെ പഠിപ്പിക്കാം. അപ്പൊ അതിനകത്ത് മാതൃഭാഷയുടെ പ്രാധാന്യം എന്താണ്, ഒരു കുട്ടി എന്തിനാണത് പഠിക്കേണ്ടതെന്നുള്ള ലേഖനം വരുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു മിക്കവാറും പേര് കഥകളതി മോഹനം പഠിപ്പിച്ചിട്ട് മാതൃഭാഷയാണ് പഠിപ്പിച്ചത്. പരസ്പര ബന്ധമില്ലാത്ത 2 പാഠമായി പോയി. സാരമില്ല, നമുക്ക് ഇനിയുള്ള ക്ലാസ്സുകളിൽ നമുക്കിങ്ങനെ കണക്ട് ചെയ്ത് പഠിപ്പിച്ചാൽ നല്ലതായിരിക്കും തോന്നുന്നു. ഈ 2 ലെസൺ കഴിഞ്ഞാൽ ഇതേ വിഷയം കൈകാര്യം ചെയ്യുന്ന അടുത്ത പാഠമാണ് വിജ്ഞാന ഭാഷയും വൈജ്ഞാനിക സമൂഹവും. ഇതൊരു ലേഖനമാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ അടുത്ത ലെവലാണ്. അതായത് എന്താണ് മാതൃഭാഷ, എങ്ങനെയായിരിക്കണം നമ്മൾ മാതൃഭാഷയെ കാണേണ്ടതെന്ന് വള്ളത്തോൾ പറഞ്ഞത് പഠിപ്പിച്ചതിന് ശേഷം വിവർത്തന ലേഖനമായ ഉപന്യാസമായ മാതൃഭാഷ നമ്മുടെ ഉള്ളിൽ ഒഴുകുന്ന ജീവനദി പഠിപ്പിച്ചതിന് ശേഷം അടുത്ത ലെസൺ വിജ്ഞാന ഭാഷയും വൈജ്ഞാനിക സമൂഹത്തിലേക്ക് ചെന്നാൽ അവിടെ ജ്ഞാന നിർമ്മിതിയിൽ മാതൃഭാഷയുടെ പങ്ക് എന്താണെന്നാണ് പറയുന്നത്. അടുത്ത ലെവലാണ്. അതായത് മാതൃഭാഷ കൊണ്ട് ഒരു വിജ്ഞാന സമൂഹത്തെ നമ്മൾ എങ്ങനെ കെട്ടിപ്പടുക്കണമെന്നാണ് പറയുന്നത്. അപ്പൊ ഇത് 3ഉം ഒരേ വിഷയത്തെയാണ് കൈകാര്യം ചെയ്യുന്നത്. ഭാഷയുടെ പ്രാധാന്യം എന്താണെന്ന് കാണിച്ചു തരികയാണ്. അപ്പൊ ഇങ്ങനെ ഇതിനെ കണക്ട് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ കുട്ടികൾക്ക് പെട്ടെന്ന് അത് കണക്ഷൻ കിട്ടും, പെട്ടെന്ന് അവർ ഓർത്തിരിക്കും, വേഗത്തിൽ ഗ്രഹിക്കാൻ പറ്റും ഉള്ളത് യാതൊരു സംശയവുമില്ലാത്ത കാര്യവുമാണ്. ആക്ടിവിറ്റീസ് നമുക്ക് അവിടെ ഒന്നിച്ചു കൊടുക്കാൻ സാധിക്കും. അതായത് ഈ പറയുന്ന ആർട്ട് ഇന്റഗ്രേറ്റഡ് അല്ലെങ്കിൽ പോർട്ട്ഫോളിയോ ഉണ്ടാക്കാനുള്ള സാധനങ്ങളെല്ലാം ഇതിനകത്ത് നമുക്ക് കണക്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ആ രീതിയിലേക്ക് നമുക്ക് ചെയ്തിന്റെ എല്ലാ യൂട്യൂബ് വീഡിയോസ്, ഇപ്പൊ വള്ളത്തോളിന്റെ ഒക്കെ കവിതയുടെ ഇഷ്ടം പോലെ വീഡിയോസ് കിടപ്പുണ്ട്, അതൊക്കെ കുട്ടികളെ കൊണ്ട് കേൾപ്പിക്കാം. പ്രകാശ് രാജിനെ കുറിച്ചുള്ള വീഡിയോസ് ഉണ്ട്, അത് കേൾപ്പിക്കാം. വിജ്ഞാന ഭാഷയ്ക്ക് നമുക്ക് എനിക്കൊന്ന് കൂടുതലും നമുക്ക് എന്താ പറയാ ഈ ചാർട്ട് പോലുള്ള സാധനങ്ങൾ ഉണ്ടാക്കലായിരിക്കും എളുപ്പം. പിന്നെ അതുപോലെ തന്നെ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് നമ്മുടെ ഹാൻഡ് ബുക്കിനകത്ത് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ കമ്പാരിസൺസ് പോയിന്റ്സ് കിടപ്പുണ്ട് കേട്ടോ. കുരിപ്പുഴ ശ്രീകുമാറിന്റെ അമ്മ മലയാളം, മധുസൂദനൻ നായരുടെ വാക്ക്, സച്ചിദാനന്ദന്റെ മലയാളം, ONV കുറിപ്പിന്റെ മലയാളം, ഇതൊക്കെ വെച്ചിട്ട് ഒരു കാവ്യ കേളി തന്നെ നടത്താം. ഇതെല്ലാം ഭാഷയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കാര്യങ്ങളാണ്. അപ്പോ നമുക്കവിടെ ആർട്ട് ഇന്റഗ്രേറ്റഡ് ആയിട്ട് നിൽക്കുന്ന ഈ ആക്ടിവിറ്റീസ് എല്ലാം ചെയ്യാവുന്നതാണ്. പദസൂചിക ശബ്ദം പോകണ്ടിട്ടോ ഷിജി, ശബ്ദം പോകുമ്പോ ഞാൻ നിർത്തുന്നുണ്ട്. അല്ല എന്താ അറിയോ, അപ്പൊ ഇടയ്ക്ക് വേർഡ്സ് മിസ് ആവരുത്, അതായി. ഓക്കെ. എനിക്ക് സാറേ ഇയർപോർട്ടിനകത്ത് എനിക്ക് കിട്ടുന്നുണ്ട്, അതിന്റെ ഒരു സൗണ്ട് കിട്ടുന്നുണ്ട്, അപ്പൊ ഞാൻ സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും. ഓക്കെ, നമുക്കിപ്പോ ഈ വൈജ്ഞാനിക സമൂഹത്തെ കുറിച്ച് കൊടുക്കുമ്പോ കുട്ടികൾക്ക് റോബോട്ടിക്സ്, ജീനോമിക്സ്, നാനോ ടെക്നോളജി ഇതിനെ കുറിച്ച് നമ്മളെക്കാളും കുട്ടികൾക്കറിയാം. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട പ്രോജക്റ്റുകളോ ഉപന്യാസമോ കുറിപ്പോ തയ്യാറാക്കാൻ കൊടുക്കാവുന്നതാണ്. അപ്പൊ ആ ഒരു പാഠം കുട്ടികളിലേക്ക് പെട്ടെന്ന് എത്തിക്കാൻ ഈ ഒരു രീതിയിൽ സഹായകരമാകും. അതുപോലെ തന്നെ ഇതര ഭാഷാ പദങ്ങളും മലയാളവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ചാർട്ട് ഉണ്ടാക്കിക്കുക. ഉദാഹരണത്തിന് ഡിജിറ്റൽ സാക്ഷരത. ഇത് ഡിജിറ്റൽ എന്ന ഇംഗ്ലീഷ് പദമാണ്, സാക്ഷരത മലയാളം പദമാണ്. പക്ഷെ ഇത് നമ്മളിപ്പോ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നതാണ്. അതുപോലെ റോബോട്ടിക്സ് മലയാളം പദമേ അല്ല, അതിന്റെ കൂടെ നമ്മൾ ഇല്ല എന്ന പ്രത്യയം ചേർത്തത് മലയാളീകരിച്ചു. അപ്പൊ ഇങ്ങനെ മലയാളത്തിൽ ഉപയോഗിക്കുന്ന ഒരുപാട് പദങ്ങളുണ്ട്. ഈ പദങ്ങളെല്ലാം ചേർത്തിട്ട് കുട്ടികളോട് ഒരു ചാർട്ട് ഉണ്ടാക്കാൻ പറയാം. കുട്ടികൾക്ക് അത് ആക്ടിവിറ്റി ഓറിയന്റഡ് ആകുമ്പോൾ കുട്ടികൾക്ക് പെട്ടെന്ന് ഈ പാഠങ്ങളെ മനസ്സിലാക്കാൻ സാധിക്കും. അടുത്തത് കണക്ട് ചെയ്യാവുന്ന 2 ലെസൺസ് എന്ന് പറയുന്നത് മണ്ണും മനുഷ്യനും, ബത്തേരിക്കെടുത്ത മലങ്കരയും. 2 പരിസ്ഥിതി പാഠങ്ങളാണ്. അതായത് ആർഭാടത്തിന് അടിമകളായി തീരുന്ന മലയാളികളെ ഉദാഹരിക്കുന്ന 2 പാഠങ്ങൾ എന്ന് വേണേൽ പറയാം. മനുഷ്യനും പ്രകൃതിയും തമ്മിൽ എന്തുമാത്രം ബന്ധപ്പെട്ട് കിടക്കുന്നു എന്ന് പറയുന്ന 2 ലെസൺസ് ആണ്. പക്ഷേ ഈ പറയുന്ന മണ്ണും മനുഷ്യനും ആവട്ടെ,
മറ്റൊരു കഥയുള്ള മുരിങ്ങമരത്തോപ്പ്. ഇതൊന്നും നമുക്ക് കടൽ തീരത്തുന്ന കഥ പോലെ വികാരഭരിതമായിട്ട് വായിക്കാൻ പറ്റുന്ന കഥയായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല കേട്ടോ. ഒരുപക്ഷെ പുതിയ ജനറേഷനിലെ കുട്ടികൾക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുമായിരിക്കും. അല്ല വികാരഭരിതത്തെക്കാളേറെ വിചാരഭരിതമാക്കാനാണ് ഇപ്പൊ ശ്രമിക്കുന്നത്. അതെ അതെ, ആ രീതിയിൽ നമുക്ക് കാണാൻ സാറേ, അങ്ങനെ തന്നെ നമുക്ക് എടുക്കാം. അതാ ഞാൻ പറഞ്ഞത്, പുതിയ ടെക്സ്റ്റ് ബുക്കുകള് തികച്ചും ന്യൂജൻ ആണ് എന്ന് പറയുന്നത് വെറുതെ അല്ല. അതെ അതെ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെയാണ്. നമ്മളാണ് മാറി ചിന്തിക്കേണ്ടത്. നമ്മളിപ്പോഴും പഴഞ്ചനായിട്ട് നമുക്ക് മാറും. അതെ അതെ, നമ്മളാണ് മാറേണ്ടത്. ആ പാഠങ്ങളെ നമ്മൾ അങ്ങനെ തന്നെ കാണുക. ഓക്കെ. അപ്പൊ ആധുനിക മനുഷ്യന്റെ പൊങ്ങച്ച സംസ്കാരത്തെ ഈ രണ്ട് പാഠങ്ങളും കാണിക്കുന്നുണ്ട്. വീട് കെട്ടിപ്പൊക്കുന്ന പണ്ട് മനുഷ്യനിലെ അയാളാട്ടെ, സോഷ്യൽ മീഡിയയിൽ അഭിരമിക്കുന്ന പുതിയ സമൂഹമാവട്ടെ, ഇത് രണ്ടും ഈ പാഠങ്ങളിൽ കണക്ട് ചെയ്ത് നിൽക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ അവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, മുമ്പ് സൂചിപ്പിച്ച പോലെ കഥയിലെ പ്രയോഗങ്ങൾ കണ്ടെത്തുക. ടി പത്മനാഭനെ കുറിച്ച് കുട്ടികൾക്ക് അധികം അറിയില്ല. നമ്മൾ ഇതിനു മുമ്പ് പഠിപ്പിച്ചിട്ടില്ല, കുട്ടികൾ വായിച്ചിട്ടുണ്ടാവില്ല. അതിനകത്ത് നേരത്തെ പറഞ്ഞ പോലെ പ്രേതത്തെ പോലെ വിളറി, ഇങ്ങനെയുള്ള ചില പ്രയോഗങ്ങളുണ്ട്. അപ്പൊ ആ പ്രയോഗ സവിശേഷതകൾ, രചനാ രീതികൾ അവിടെ കുട്ടികൾ പരിശീലിച്ചിരിക്കണം. കഥാവായന പലതരത്തിലുണ്ട്. അപ്പൊ നമുക്ക് രണ്ട് കുട്ടികളെ ചേർത്ത് വായിപ്പിക്കാം. ടോൺ മാറ്റിയിട്ട് വേറെ രീതിയിൽ ഒരാളെ കൊണ്ട് തന്നെ കഥാവായന നമുക്ക് അവിടെ പരിശീലിപ്പിക്കാം. ഈ ബത്തേരിക്കടുത്ത മലങ്കരയിലും മണ്ണ് മനുഷ്യനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന നഗരവൽക്കരണത്തെക്കുറിച്ച് ഉപന്യാസം, അത് എപ്പോഴും പരീക്ഷയ്ക്ക് വരുന്നതാണ്, അത് കൊടുക്കാം. നവമാധ്യമങ്ങളെ കുറിച്ച് ഡിബേറ്റ് ചെയ്യിക്കാം. ഇങ്ങനെയെല്ലാം നമുക്ക് ഈ പാഠത്തിലെ കുട്ടികളിലേക്ക് എത്തിക്കാൻ പറ്റും. അവിടെ തന്നെ ശരിക്കും ഇന്റർ ഡിസിപ്ലിനറിയിൽ നമ്മൾ പരിചയപ്പെടുത്തേണ്ട ഒരാളുണ്ട്, ലാറി ബേക്കർ. ലാറി ബേക്കറിന്റെ ചെലവ് ചുരുങ്ങിയ വീടിനെ കുറിച്ച് കുട്ടികൾക്ക് ഇപ്പൊ അറിയില്ലായിരിക്കും. പക്ഷെ നമ്മളതൊന്ന് പരിചയപ്പെടുത്തണം. കാരണം മണ്ണും മനുഷ്യനില് വലിയ ആർഭാടം നിറഞ്ഞ വീട് കെട്ടിപ്പൊക്കിയിട്ട് ആ മനുഷ്യൻ ഇറങ്ങി പോകേണ്ട ഒരു അവസ്ഥ വരുന്നുണ്ട്. അപ്പൊ ഈ ലാറി ബേക്കറിനെ നമുക്ക് ചരിത്രവുമായി ബന്ധപ്പെടുത്തിയും ഒരു വ്യക്തി എന്ന നിലയിലും ഒക്കെ നമുക്ക് അവിടെ പരിചയപ്പെടുത്താം. അതുപോലെ ബത്തേരിക്കടുത്ത മലങ്കരയിൽ ഐറണിയാണ് കവിത. ആ ഒരു സാഹിത്യ സങ്കേതത്തെ കുട്ടികൾ അവിടെ ഇന്റർ ഡിസിപ്ലിനറി ആയിട്ട് പരിചയപ്പെടേണ്ടതുണ്ട്. ഗദ്യ കവിതയാണ്, ആധുനിക കവിതയാണ്. കുട്ടികളോട് അങ്ങനെ നമുക്ക് കവിത എഴുതാൻ പറയാം. ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ന്യൂജൻ പിള്ളേർ ആസ്വദിക്കുന്ന ഒരു കവിതയാവണം ബത്തേരിക്കടുത്ത്. തീർച്ചയായിട്ടും ഈ വേടന്റെ ഒക്കെ അങ്ങനെയാണ്. ശരിക്കും അത് ശരിക്കും കണക്ട് ചെയ്ത് സർ പറയൂ. അല്ല, വേടന്റെ ഒക്കെ കവിത ഉണ്ടല്ലോ, കടലിന്റെ മക്കളൊക്കെ കണക്ട് ചെയ്യാൻ പറ്റും, എല്ലാം ചെയ്യാൻ പറ്റും. അടുത്തത് നമുക്ക് കണക്ട് ചെയ്യാൻ രണ്ട് ലെസൺസ് വിഷുക്കണി, മുരിങ്ങമരത്തോപ്പാണ്. ഇതില് വിഷുക്കണി എന്ന് പറയുന്ന പാഠം ശരിക്കും പറഞ്ഞ വെയിറ്റേജ് ഉള്ള ഒരു ലെസൺ ആണ്. കാരണം വൈലോപ്പിള്ളിയുടെ കവിത എല്ലാ വർഷങ്ങളിലും നമുക്ക് ഏതെങ്കിലും ഒക്കെ പഠിക്കാനുണ്ട്. വൈലോപ്പിള്ളിയെ സംബന്ധിച്ചിടത്തോളം ആതിരയും ഓണവും വിഷുവും ഇല്ലാതെ വൈലോപ്പിള്ളി ഇല്ല. വൈലോപ്പിള്ളിയുടെ ഏത് കവിതാ സമാഹാരം എടുത്താലും വിടയിലുണ്ട്, നമ്മുടെ മകരക്കൊയ്ത്തിലുണ്ട്, കന്നിക്കൊയ്ത്തിലുണ്ട്, അതിനകത്തൊക്കെ വിഷു ഉണ്ട്. അത്തരത്തില് ഉള്ള ഒരു വിഷു കവിതയാണ്. പക്ഷേ വിഷു കവിതയാണെങ്കിലും ഒരുപാട് തലങ്ങളെ ഉൾക്കൊള്ളുന്ന കവിതയാണ്. ഞാൻ എന്തുകൊണ്ടാണ് ഈ രണ്ട് ലെസണെ കണക്ട് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, രണ്ടിലും ജീവിതത്തെ നോക്കിക്കാണുന്ന, ജീവിതത്തെ അന്വേഷിക്കുന്ന രണ്ട് വ്യക്തികളാണ്. വിഷുക്കണി കാണുന്ന വിഷുക്കണി കാണുന്ന ആ വ്യക്തിയുടെ മനസ്സിലുണ്ടാകുന്ന ചിന്തകളും അച്ഛനെ അന്വേഷിച്ച് നടക്കുന്ന ആ വ്യക്തിയുടെ മനസ്സിലുണ്ടാകുന്ന ചിന്തകളും രണ്ടും രണ്ട് വ്യക്തികളെ കുറിച്ച് അല്ലെങ്കിൽ ജീവിതത്തെ നോക്കിക്കാണുന്ന രണ്ട് പേരാണ് ഈ രണ്ട് പാഠത്തിലും വരുന്നത്. അതുകൊണ്ട് ഇത് പരസ്പരം കണക്ട് ചെയ്യാവുന്ന രണ്ട് ലെസൺസ് ആണ്. ആത്മസംഘർഷമാണ് ഇതിനകത്ത് രണ്ടിനകത്തും വരുന്ന ഒരു തീം എന്ന് പറയുന്നത്. അവിടെ മുരിങ്ങമരത്തോപ്പില് ശരിക്കും പറഞ്ഞാൽ ഒരു ദേശം, ഒരു പ്രദേശം എങ്ങനെയാണ് എഴുത്തിനെ സ്വാധീനിക്കുന്ന ഒരു ചിന്ത വരുന്നുണ്ട്. അതൊക്കെ കുട്ടികൾക്ക് അവിടെ നമ്മൾ കണക്ട് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. ഒത്തിരി ആക്ടിവിറ്റീസ് ചെയ്യിച്ച് കുട്ടികളിലേക്ക് സ്വയം എത്തിക്കാവുന്ന ഒരു കവിതയാണ് വിഷുക്കണി. അതായത് വരയ്ക്കുന്ന കുട്ടികളോട് വിഷുക്കണിയുടെ ദൃശ്യം വരയ്ക്കാൻ പറയാം, കണി കാണുന്ന ഒരു സ്കിറ്റ് തയ്യാറാക്കാൻ പറയാം, ആർട്ടും ക്രാഫ്റ്റും ചെയ്യുന്നവർക്ക് കൊന്നപ്പൂ ഉണ്ടാക്കാം, കൊളാഷ് ഉണ്ടാക്കാം. ഇനി മുരിങ്ങമരത്തോപ്പുമായി ബന്ധപ്പെട്ട് ഡയറി കുറിപ്പ് എഴുതാൻ പറയാം, ദേശം എഴുത്തിനെ സ്വാധീനിക്കുന്ന എങ്ങനെ സെമിനാർ നടത്താം. ഇങ്ങനെ അവർക്കിഷ്ടമുള്ള ഒരു ആക്ടിവിറ്റി ആയിട്ട് നമ്മൾ ഈ പാഠത്തെ ഒന്ന് കണക്ട് ചെയ്ത് നോക്കിയേ. അവസാനം നമ്മള് ആ വിഷുക്കണി എന്ന കവിത ഒന്ന് ചൊല്ലിക്കൊടുത്തു നോക്കി, അല്ലെങ്കിൽ ഒരു അതിന്റെ ഓഡിയോ കേൾപ്പിച്ച് നോക്കിയേ, കുട്ടികൾ പെട്ടെന്ന് അത് പഠിച്ചെടുക്കും. നമ്മൾ ഈ പറയുന്ന ബുദ്ധിമുട്ടൊന്നുമില്ലാതെ നമ്മൾ പോയി വായിച്ചു, നമ്മൾ പോയി ആശയം പറയുന്ന അവസ്ഥയിൽ നിന്ന് മാറി കുട്ടികൾ പഠിക്കുന്ന ലെവലിലേക്ക് ഈ പാഠങ്ങളെ നമ്മൾക്ക് എത്തിക്കാൻ പറ്റും. ഇവിടെയും നമുക്ക് താരതമ്യം ചെയ്യാൻ ഒരുപാട് കവിതകളുണ്ട്. ONV കുറുപ്പിന്റെ കണിക്കൊന്നയുണ്ട്, വൈലോപ്പിള്ളിയുടെ തന്നെ വിഷുഫലമുണ്ട്, സുഗതകുമാരിയുടെ കൃഷ്ണപ്പരുന്തുണ്ട്, കുമാരനാശാന്റെ പുതുവർഷമുണ്ട്. ഇതൊക്കെ വിഷുക്കണിയുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാവുന്ന പാഠമാണ്. അതൊക്കെ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുമെന്ന് കരുതുന്നു.
ഞാൻ മുമ്പ് പറഞ്ഞ പോലെ വിഷുക്കണി ഒരുപാട് അർത്ഥതലങ്ങളുള്ള ഒരു കവിതയാണ്. ഉത്സവവും കാർഷിക സംസ്കാരവും സമത്വസുന്ദരമായ ലോകം, അങ്ങനെ ഒത്തിരി തലങ്ങളെ ഉൾക്കൊള്ളുന്ന വെയിറ്റേജ് ഉള്ള ഒരു പാഠം തന്നെയാണ് വിഷുക്കണി. അതുപോലെ നമ്മൾ അതിനെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ ഒരു നിമിഷം, അത് നൊസ്റ്റാൾജിക്കും കൂടിയാണ് വല്ലാതെ. അതെ അതെ, തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. പ്രത്യേകിച്ച് വൈലോപ്പിള്ളിയുടെ എല്ലാ കവിതകളിലും ഈ ഗൃഹാതുരത്വം നമ്മളെ പിടിച്ചു വലിക്കാറുള്ളതാണ്. പ്രത്യേകിച്ച് വിഷു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്കത് അല്ലെ, നമ്മുടെ ആ തലമുറയില് കുട്ടികൾക്ക് ഒരു പക്ഷേ അതിനെ എങ്ങനെയാണ് ഉൾക്കൊള്ളുക നമുക്കറിയില്ല. പിന്നെ നമുക്ക് മിച്ചം വരുന്ന 3 ലെസൺ എന്ന് പറയുന്നത് കഥയും ചരിത്രവും ശാസ്ത്രവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന 3 ലെസൺസ് ആണ്. ഒന്നാമത്തേത് എഴുത്തച്ഛന്റെ കഥകൾ അതിമോഹനമാണ്. അതെനിക്ക് തോന്നുന്നു ഓൾറെഡി എല്ലാ സ്കൂളുകാരും ആ പാഠം എടുത്തു കഴിഞ്ഞു. ഞാൻ പക്ഷെ ഇതിനെ തമ്മിൽ കണക്ട് ചെയ്യാൻ കാരണം, ഒന്നാമത്തേത് കഥയാണെങ്കിൽ രണ്ടാമത്തേത് ചരിത്രം രചിച്ച നാടകമാണ്, നാടകത്തെക്കുറിച്ചുള്ള ഒരു ആമുഖ പഠനമാണ്. മൂന്നാമത്തേത് അശ്വമേധവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രയാണം എന്ന വയലാർ കവിതയാണ്. ഇതില് കഥകൾ അതിമോഹനം പഠിപ്പിച്ചപ്പോഴും വായിച്ചപ്പോഴും എനിക്ക് തോന്നിയ ഒരു കാര്യം, കഥയ്ക്ക് അവിടെ അവര് ആ പാഠം സെലക്ട് ചെയ്തപ്പോ ആ തീമുമായിട്ട് ബന്ധപ്പെടുത്തി എടുത്തിരിക്കുന്നതായിരിക്കാം ആ ഒരു ഭാഗവും തോന്നും. എനിക്ക് തോന്നിയ ഒരു കാര്യം, ദ്രോണപർവ്വത്തിലെ കുറച്ചും കൂടി വർണ്ണനയൊക്കെ ഉള്ള ഒരു ഭാഗമായത് കുറച്ചും കൂടി ഒരു ഇമ്പോർട്ടൻസ് ആ പാഠത്തിന് വരുമായിരുന്നു എന്ന് എനിക്ക് തോന്നി. പക്ഷെ ഇവിടെ അവർ ഉദ്ദേശിച്ചിരിക്കുന്നത് ഒരു കഥ നമ്മളെ സ്വാധീനിക്കുന്നത് എങ്ങനെ, ആ കഥ പറയാൻ പ്രേരിപ്പിക്കുന്നത് എങ്ങനെ, അതിനെന്തെല്ലാം കൊടുക്കണം എന്നുള്ളതിന് പ്രാധാന്യം നൽകിയാണ് ആ പാഠം കൊടുത്തിരിക്കുന്നതെന്ന് തോന്നുന്നു. കുട്ടികളെ സംബന്ധിച്ച് ഈസിയാണ് പഠിക്കാൻ, അതിനകത്ത് വലിയ കാര്യമായിട്ടുള്ളതൊന്നും ഇല്ല. ആ ഒരു ലെവലിൽ നമ്മൾ അതിനെ കാണുക. പക്ഷെ അവിടെ യുദ്ധത്തിന്റെ പ്രാധാന്യം കൂടെ പ്രത്യേകിച്ച് ഇന്നത്തെ സാഹചര്യവുമായി ബന്ധപ്പെടുത്തി നമുക്ക് പറയാവുന്നതാണ്. ഇനി ഷിജി മാം, ഈ ലക്ഷ്മണ സാന്ത്വനത്തിൽ നിന്ന് കഥകളതി മോഹനത്തിലേക്കുള്ള മാറ്റം വല്ലാത്തൊരു മാറ്റാണ്. ശരി, ലക്ഷ്മണ സാന്ത്വനം ഭയങ്കര ആശയ നിറഞ്ഞു നിൽക്കുന്നതാണ്. പക്ഷെ ഇവിടെ അതല്ല. ഇവിടെ അതിനെ കുറേം കൂടിയും എഴുത്തച്ഛന്റെ കവിതയാണോ ഇത് എന്ന് തന്നെ നമ്മളെ തോന്നിപ്പിക്കുന്ന രീതിയിലേക്ക് അതിന്റെ മനോഹാരിതയിലേക്ക് കൊണ്ടുപോവുക. മറ്റതല്ല, ഭയങ്കര ഫിലോസഫിക്കലാണ്. പറഞ്ഞോളൂ, ഞാൻ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്യണമെന്നുള്ളൂ. ഫിലോസഫിക്കൽ എന്ന് മാത്രമല്ല സാറേ, അത് കുട്ടികൾക്ക് എപ്പോഴും ഉത്തരങ്ങൾ തെറ്റിപ്പോണ, കുട്ടികളെ പഠിക്കുന്നതായിരിക്കും. ഇതിനകത്ത് അങ്ങനെ ഇതിനകത്ത് ഈസിയാണ്. ഇതിനകത്ത് ശരിക്കും പറഞ്ഞാൽ ചോദ്യങ്ങൾ ചോദിക്കാൻ അധികം ഇല്ല. അത്തരം ഈസി ആയിട്ടുള്ള ഒരു ലെസൺ ആണ്. പിന്നെ ഞാൻ വളരെ സിമ്പിൾ ഒരല്പ യുദ്ധവർണ്ണനയെ കുറിച്ച് ഉണ്ടായിരുന്നെങ്കിൽ നല്ലതെന്ന് ഞാൻ അല്ല ഞാൻ പറഞ്ഞത്, യുദ്ധവർണ്ണന ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ ഇന്ന് നമ്മൾ എന്താണോ ഉദ്ദേശിക്കുന്നത് ആ ഒരു തലം നഷ്ടപ്പെടും. ശരിയാണ്. ഭയങ്കര ക്ലാസിക്കലായി പോകും അത്. ശരിയാണ്. ഓക്കെ, അടുത്തത് ചരിത്രം രചിച്ച നാടകം. നമ്മൾ പറഞ്ഞതുപോലെ വെയിറ്റേജ് കൊടുക്കേണ്ട ഒരു ലെസൺ ആണ്. ഇതിനകത്ത് എനിക്ക് തോന്നുന്നത് ആദ്യം നമ്മൾ കുട്ടികളെ VT ഭട്ടതിരിപ്പാടിന്റെ കണ്ണീരും കിനാവും എന്നുള്ള ആ പുസ്തകം ഒന്ന് പരിചയപ്പെടുത്തുക. വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളൊരു റീ ഓപ്പണിംഗുമായി ബന്ധപ്പെട്ട് എഡ്യൂക്കേഷന്റെ ഇമ്പോർട്ടൻസ് കാണിക്കാൻ വേണ്ടി ഈ 5 മിനിറ്റ് സ്കിറ്റിൽ ചെയ്തത് ഇത്രയേ ഉള്ളൂ. VT ഭട്ടതിരിപ്പാട് എന്ന പറയുന്ന മനുഷ്യൻ അക്ഷരാഭ്യാസം ഇല്ലാതെ ശാന്തിക്കാരനായിട്ട് പോകുമ്പോ അവിടെ ഒരു തീയ പെൺകുട്ടി വന്നിട്ട് എനിക്കിതൊന്ന് വായിച്ചു തരാമോ എന്ന് ചോദിക്കുമ്പോൾ കണ്ണീരൊഴുക്കിയിരിക്കുന്ന VT ഭട്ടതിരിപ്പാടിനെയും അവള് ഗുരുവായിട്ട് മാറുന്നതും ഒടുവില് തിടപ്പള്ളിയിൽ ശർക്കര പൊതിഞ്ഞു വെച്ച കടലാസ് എടുത്ത് മാന്മാർക്ക് കുടയെന്ന് വായിക്കുന്ന VT ഭട്ടതിരിപ്പാടിനെയാണ്. ഇത്രയും മാത്രമേ കാണിച്ചുള്ളൂ. പക്ഷെ ഭയങ്കര ഇഫക്റ്റീവായിട്ട് നടന്നൊരു സ്കിറ്റായിരുന്നു അത്. കാരണം വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യം, അക്ഷരാഭ്യാസത്തിന്റെ പ്രാധാന്യം എടുത്തു കാണിക്കാൻ വേണ്ടിയിട്ട് അന്ന് VT ഭട്ടതിരിപ്പാട് എഴുതിയ ആ ഒരു തീം എടുത്ത് അവതരിപ്പിച്ചപ്പോ കുട്ടികളിലേക്ക് പെട്ടെന്ന് അത് എത്തിക്കാൻ സാധിച്ചു. നമുക്ക് ഈ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് നാടകത്തിന്റെ ആമുഖം പഠിപ്പിക്കുമ്പോൾ VT ഭട്ടതിരി ശബ്ദം കട്ട് ചെയ്യുമ്പോൾ പറയണേ. VT ഭട്ടതിരിപ്പാടിനെ കുട്ടികളുടെ മുന്നിലേക്ക് തീർച്ചയായിട്ടും നമ്മൾ ആ ഒരു കണ്ണീരും കിനാവിലൂടെ തന്നെ എത്തിക്കേണ്ടതുണ്ട്. അത് നമുക്കൊരു മോണോആക്ടിന്റെ രീതിയിലോ അല്ലെങ്കിൽ ഡിജിറ്റൽ പ്രസന്റേഷൻ ആയിട്ടോ ഒക്കെ ചെയ്യാവുന്നതാണ്. VTയുടെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ എടുത്ത് പറഞ്ഞിട്ട് നമ്മൾ ഈ ആമുഖത്തിലേക്ക് വന്നാൽ വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ള, വളരെ വെയിറ്റേജ് കൊടുക്കേണ്ട ഒരു ലെസൺ തന്നെയാണത്. അവിടെ നമുക്ക് പ്രേംജിയുടെ ഋതുമതിയെ കുറിച്ച് പറയാം. MR ഭട്ടതിരിപ്പാട് തന്നെ മറക്കുടയ്ക്കുള്ളിലെ മഹാനരകങ്ങളെ കുറിച്ച് പറയാം. ഇന്ദുലേഖ നോവൽ അവതരിപ്പിക്കാം. ലളിതാംബികാന്തർജനത്തിന്റെ അഗ്നിസാക്ഷി സിനിമയുണ്ട്, അത് പറയാം. ഇതൊക്കെ നമുക്ക് അവിടെ കാണിക്കാം. ഇവിടെ ഇന്റർഡിസിപ്ലിനറി ആയിട്ട് കേരള ചരിത്രത്തെയും നമുക്ക് ഉൾക്കൊള്ളിക്കാൻ സാധിക്കുന്നതാണ്. ഇവിടെ നമ്മള്
കുട്ടികളുടെ മുന്നിലേക്ക് പറയേണ്ട 3 പേരുകളുണ്ട്. ഒന്ന് റഷ്യൻ സാഹിത്യകാരനായ മാക്സിം ഗോർക്കിയാണ്. മാക്സിം ഗോർക്കിക്ക് അക്ഷരാഭ്യാസം നേടാൻ സാധിക്കായിരുന്നു. മൈ ചൈൽഡ്ഹുഡ് എന്ന് പറഞ്ഞ അദ്ദേഹത്തിന് ഫേമസ് ആയ ഒരു ബുക്കുണ്ട്. അതിനകത്ത് അദ്ദേഹം പറയുന്നുണ്ട് അമ്മമ്മയുടെ അടുത്തുനിന്ന് നാടോടി കഥകൾ പഠിച്ചതിന് കാരണം അക്ഷരം പഠിക്കാൻ വേണ്ടിയായിരുന്നു. ഇതേപോലെ തന്നെയാണ് അമേരിക്കൻ അടിമത്ത വിരുദ്ധ പോരാളിയായിരുന്ന ഫ്രെഡറിക് ഡഗ്ലസ്. ഇദ്ദേഹം അക്ഷരം പഠിക്കുന്നത്, അദ്ദേഹം ഒരു അടിമയായിരുന്നു, യജമാനന്റെ ഭാര്യയിൽ നിന്ന് ഒളിച്ചു പഠിച്ചതാണ് അക്ഷരങ്ങൾ. അപ്പൊ യജമാനൻ ഇത് എതിരാണ്, പക്ഷെ ഈ യജമാനന്റെ യജമാനത്തി ഇയാളെ അക്ഷരം പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അങ്ങനെയാണ് ഇയാള് അക്ഷരാഭ്യാസത്തിലേക്ക് വരുന്നത്. അതുപോലെ ബേബി കാംബ്ലെ, ഇവര് മറാത്തി ദളിത് സാഹിത്യകാരിയാണ്. ഇവര് പെൺകുട്ടികൾക്ക് അക്ഷരാഭ്യാസം ഇല്ലാതിരുന്ന കാലത്ത്, അതിന് അനുവാദം ഇല്ലാതിരുന്ന കാലത്ത് ഒളിച്ചിരുന്ന് അക്ഷരം പഠിച്ച ആളാണ്. അപ്പൊ വീട്ടിൽ ഭട്ടതിരിപ്പാടുമായിട്ട് ഈ 3 വ്യക്തികളെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ഇവരിലൂടെ നമുക്ക് ഈ പാഠത്തിന്റെ ഇമ്പോർട്ടൻസ് കുട്ടികളിലേക്ക് എത്തിക്കാൻ പറ്റും. പിന്നെയുള്ളത് വയലാറിന്റെ പ്രയാണം എന്ന കവിതയാണ്. ഇത് അശ്വമേധത്തിന്റെ അടുത്ത ലെവലായിട്ട്, അല്ലെങ്കിൽ ശാസ്ത്രത്തിന്റെ വളർച്ചയും മനുഷ്യപരിണാമം, വളർച്ച, ശാസ്ത്രത്തിന്റെ പുരോഗതി, ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന കവിതയാണ്. പ്രധാനപ്പെട്ട കവിത തന്നെയാണ്. ഈ പാഠത്തിന് വെയിറ്റേജ് നൽകണം. മനുഷ്യ പുരോഗതിയിലുള്ള വിശ്വാസവും ശാസ്ത്രത്തിന്റെ വളർച്ചയുമാണ് അവിടെ പറയുന്നത്. ഇതിന്റെയൊക്കെ വീഡിയോ, അതായത് കവിത ആലപിച്ചിരിക്കുന്ന യൂട്യൂബ് വീഡിയോസ് ഇഷ്ടംപോലെ ഉണ്ട്. ഇതൊക്കെ കുട്ടികളിലേക്ക് എത്തിച്ച് നമുക്ക് ഇന്ററാക്റ്റീവ് പാനൽ വഴിയോ അല്ലാതെ കവിത ചൊല്ലുന്ന കുട്ടികളെ കൊണ്ട് ചൊല്ലിച്ചോ നമുക്ക് ഈ പാഠത്തിലേക്കും എത്താൻ സാധിക്കുന്നതാണ്. പ്രധാനമായിട്ട് 10 പാഠങ്ങളുടെ ഒരു എന്താ പറയാ, ഒരു വിഹക വീക്ഷണം അല്ലെങ്കിൽ ഒന്ന് പറഞ്ഞു പോയത് മാത്രമേ ഉള്ളൂ. ഈ പാഠങ്ങളെ എല്ലാം എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മൾ 1ഓ 2ഓ ലെസൺസ് വെച്ച് ഓരോ ക്ലാസ്സിലൂടെ നമ്മുടെ ടീച്ചേഴ്സിന്റെ അടുത്തേക്ക് എത്തിക്കേണ്ടതുണ്ട്. സലാം സാറിന്റെ സഹായമുണ്ട്. തീർച്ചയായിട്ടും മോഹൻദാസ് സാറും മുരളി സാറും ഒക്കെ അടിപൊളിയായിട്ട് ഈ ലെസൺസിൽ എടുത്തു തരുമെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. ഞാനിപ്പോ ഇവിടെ അതിന്റെ ഒരു ജസ്റ്റ് ഒരു അനാലിസിസ് അത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. തീർച്ചയായിട്ടും നമ്മളിതിന്റെ കണ്ടിന്യൂവേഷൻ വരുന്നുണ്ട് ഈ ഷിജി മാം, അത് ഉറപ്പായിട്ട് വരും. ഓക്കെ, ഇതിന്റെ പാഠങ്ങളെ നമുക്ക് തീർച്ചയായിട്ടും ടീച്ചേഴ്സിന്റെ മുന്നിലേക്ക്, കുട്ടികളുടെ മുന്നിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. നമുക്കത് നടത്തണം. സലാം സാർ പ്ലീസ്. അവസാനമായിട്ട് ഡിയർ ടീച്ചേഴ്സ്, ഇതും കൂടി പറയട്ടെ. നമ്മള് മുമ്പ് പറഞ്ഞതുപോലെ നമ്മുടെ ചോദ്യങ്ങൾ 50% കോമ്പിറ്റൻസി ബേസ്ഡ് ആയിരിക്കണം. അത്തരത്തിലുള്ള 1-2 ഉദാഹരണങ്ങൾ മാത്രമേ ഞാനിവിടെ കാണിച്ചിട്ടുള്ളൂ. ഓൾറെഡി നിങ്ങൾക്കെല്ലാം അറിയാം, കഴിഞ്ഞ വർഷം നിങ്ങൾ ഇട്ടതാണ് CBQ ചോദ്യങ്ങൾ എങ്ങനെയാണെന്നുള്ളത്. ഞാൻ ചില ലെസൺസിന്റെ മാത്രം ഉദാഹരണമായിട്ട് ഇവിടെ ചില ചോദ്യങ്ങൾ തന്നിട്ടുണ്ടെന്നേ ഉള്ളൂ. കാരണം നമ്മൾ ആ രീതിയിൽ കുട്ടികളെ ഒന്ന് പ്രാക്ടീസ് ചെയ്യിക്കണം. കാരണം കാണാപ്പാടം എഴുതി വെക്കുന്ന രീതി മാറി. ഇനിയിപ്പോ കുട്ടികൾ തന്നെ എഴുതേണ്ട രീതിയിലേക്കാണ് വരിക. അപ്പൊ നമ്മൾ അതിന് പ്രാക്ടീസ് കൊടുത്തില്ല എങ്കിൽ CBQ ചോദ്യങ്ങൾ വരുമ്പോൾ ചിലപ്പോൾ കുട്ടികളുടെ മാർക്ക് പോകാം. അപ്പൊ അതിന് ചെയ്യേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഒരു പാഠത്തിൽ 3 ചോദ്യോത്തരങ്ങൾ ഉണ്ടെങ്കിൽ അതിൽ ഒരു ചോദ്യോത്തരമെങ്കിലും കുട്ടിയോട് തന്നെ എഴുതാൻ പറയുക. ആദ്യം അവന് തെറ്റും, പക്ഷെ അവൻ പതിയെ ശരിയാക്കി വന്നോളൂ. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ തന്നെ എഴുതുന്ന ലെവലിലേക്ക് വരും. കോമ്പിറ്റൻസി ബേസ്ഡ് ചോദ്യങ്ങൾ എങ്ങനെ അറ്റൻഡ് ചെയ്യണമെന്ന് കുട്ടിക്ക് അറിയാനും സാധിക്കും. അപ്പൊ ആ ഒരു രീതിയിൽ എല്ലാവരും ഒന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഞാനിപ്പോ ഇവിടെ ആർട്ട് ഇന്റഗ്രേറ്റഡ് ഇന്റർഡിസിപ്ലിനറി ഒക്കെ കണക്ട് ചെയ്ത് നമ്മുടെ NEP ബേസ്ഡ് ആയിട്ടുള്ള ഒരു വിശകലനം മാത്രമാണ് നൽകിയിരിക്കുന്നത്. ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകൾ കൂടുതൽ വരാനിരിക്കുന്നു. ദയവായിട്ട് നമ്മൾ അധ്യാപകര് സ്റ്റുഡന്റ് ഓറിയന്റഡ് ആയിട്ട്, അല്ലെങ്കിൽ ആക്റ്റീവ് ലേണിംഗ് വരുന്ന രീതിയിലേക്ക് നമ്മൾ പാഠത്തെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഒരു ശ്രമം നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം. പ്രത്യേകിച്ച് പുതിയ പുസ്തകം വന്നപ്പോൾ സാധാരണ പോലെ പാഠം പോയി വായിച്ച്, പാഠം പോയി പറഞ്ഞു കൊടുത്ത്, മുമ്പ് സൂചിപ്പിച്ചവരെ വെറുതെ നോട്ട് കൊടുത്ത് ആ ലെവലിൽ നിന്ന് നമുക്കൊന്ന് മാറി നടക്കാം. അതല്ല നമ്മുടെ ഈ പാഠം കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഓരോ പാഠങ്ങൾക്കും പ്രത്യേകമായ പഠനോദ്ദേശമുണ്ട്. അത് നമ്മൾക്കൊന്ന് തീർച്ചയായിട്ടും കുട്ടികളിലേക്ക് എത്തിക്കാൻ നമുക്ക് അതിനുള്ള അതിന് കടപ്പെട്ടടിക്കുന്നവരാണ് നമ്മുടെ നമ്മള് ആക്ടിവിറ്റി ഓറിയന്റഡ് ആയിട്ട് കുട്ടികളിലേക്ക് ഈ പഠനോദ്ദേശം എത്തിക്കുന്ന രീതിയിലേക്ക് തന്നെ ഒന്ന് നമ്മള് പഠിപ്പീരിന്റെ രീതി ഒന്ന് മാറ്റണം എന്ന് എല്ലാവരോടും എനിക്കൊരു അപേക്ഷയുണ്ട്. ചില പാഠങ്ങളുടെ നോട്ട്സ് ഞാനിപ്പോ ഇക്കൂടെ ഷെയർ ചെയ്യാമെന്ന് കരുതുന്നു. എനിക്ക് സാധിക്കുകയാണെങ്കിൽ ഞാൻ ചാറ്റ് ബോക്സിൽ ഇടാം, അല്ലെങ്കിൽ BTAG ഗ്രൂപ്പിൽ ഇടാം. ഇതിന്റെ ആദ്യം ചെയ്യണം മാം. ഇന്നെടുത്ത ഈ ഇതിന്റെ PDF ഉണ്ടല്ലോ, ഓക്കെ, അതൊന്ന് ഷെയർ ചെയ്യണം ആദ്യം. എന്നിട്ട് ലെസൺസ് ഇടണം. ആദ്യം ഇതൊന്നും ഇടണം. ഇത് വളരെ പ്രയോജനം ചെയ്യുന്ന ഒരു കാര്യമാണ്. ഈ കമ്പാരിസന്റെ ഒരു പ്രശ്നം എല്ലാ ലെസനെയും കൂട്ടി യോജിപ്പിക്കുന്ന
വലിയൊരു ഒരു ടാസ്ക്കാണ് ഇപ്പൊ മാം ചെയ്തിട്ടുള്ളത്. അത് വളരെ നല്ലതാണ്. അപ്പൊ അതിന്റെ ഇന്ന് നടത്തിയ ക്ലാസിന്റെ ഒരു PDF കോമ്പിനേഷൻ ശരിക്കൊന്ന് സാറിന് അയച്ചു കൊടുത്തു കഴിഞ്ഞാല് ചിലപ്പോ സാർ അതിൽ ആഡ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അത് അവിടെ ഇട്ടോളും കേട്ടോ. ഓക്കെ സാർ, അത് ഞാൻ ചെയ്യാം. മാഡം നോട്ട്സ് ഒക്കെ ഞാനിപ്പോ അയച്ചു ഞാൻ തന്നാൽ ഉദ്ദേശിച്ചത് ഞങ്ങളുടെ മെയിലിൽ അയച്ചു കൊടുക്കുകയോ ഗ്രൂപ്പിൽ ഇടുകയോ ചെയ്യാം. അതന്നെ സലാം സാർ ഒന്ന് ഈ ഇവര് വന്നുള്ളവർക്കൊക്കെ ഒന്ന് അയച്ചു കൊടുത്താൽ നല്ലതാണത്. യെസ് ഇന്ന് സാർ ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് ഉദ്ദേശിച്ചത് എല്ലാവർക്കും മെയിലിൽ അയച്ചു കൊടുക്കാം. തീർച്ചയായിട്ടും സാർ ഞാൻ ഉദ്ദേശിച്ചത് ഇപ്പം ആദ്യത്തെ ഒരു 2 ലെസന്റെ നോട്ട്സ്, ഒരു സമഗ്രമായ നോട്ട്സ് ഞാൻ പ്രിപ്പയർ ചെയ്തതിന്റെ ആദ്യത്തെ ലെസന്റെ ഒരു PDF ഉണ്ട്. മറ്റു 2 യൂട്യൂബ് ലിങ്ക് ആണ്, ഞാൻ യൂട്യൂബിലേക്കാണ് അപ്ലോഡ് ചെയ്തിരുന്നത്. അത് കംപ്ലീറ്റ് ആദ്യത്തെ ലെസന്റെ MCQ, രണ്ടാമത്തെ ലെസന്റെ കംപ്ലീറ്റ് നോട്ട്സും ആണ്. അപ്പൊ ഞാനൊന്ന് ഷെയർ ചെയ്തോളാം. എനിക്കിപ്പോ ഇതിനകത്ത് ചാറ്റ് ബോക്സിൽ പോവാണ് ഞാൻ അതിനകത്ത് കൊടുക്കാം, അല്ലെങ്കിൽ ബിറ്റാഗ് ഗ്രൂപ്പിൽ ഇട്ടോളാം. ബാക്കിയുള്ള ലെസൺസിന്റെ നോട്ട്സ് ഞാൻ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് വഴിയെ നമ്മുടെ അടുത്ത ക്ലാസ്സുകളുമായി ബന്ധപ്പെട്ട ആ നോട്ട്സും ടീച്ചേഴ്സിന് കൊടുക്കാമെന്ന് കരുതുന്നു. ഇത് ഞാനിപ്പോ ആക്ച്വലി ഞാൻ ക്ലാസ് കൊടുത്തു കഴിഞ്ഞാണെങ്കിലും ഇതിലേക്ക് ടൈപ്പ് ചെയ്ത് പെട്ടെന്ന് ഇതിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ചിലപ്പോൾ ചില മിസ്റ്റേക്സ് ഉണ്ടാവും. ആരെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് നോട്ട് ചെയ്ത് പറയണേ. എന്തെങ്കിലുമൊക്കെ PDF ഒക്കെ ആക്കുമ്പോഴേ ഒത്തിരി തെറ്റുകൾ വരുന്നുണ്ട്. എന്തായാലും ഉണ്ട് ഒന്ന് നോട്ട് ചെയ്ത് തരിക. ഞാൻ ഈ ശബ്ദം പോകുന്നുണ്ട്. ഷിജി മാം ഒരു കാര്യം ചെയ്താൽ മതി. സലാം സാറിന് അയച്ചു കൊടുത്താല് സാർ അത് വേണ്ട രീതിയിൽ, കാരണം എക്സ്ട്രാ മൈൽസിന്റെ പ്ലാറ്റ്ഫോമിലേക്ക് തന്നെ സാർ അത് വേണ്ട രീതിയിൽ അത് ചെയ്തോളൂ. അപ്പൊ എന്താന്ന് വെച്ചാൽ എല്ലാവർക്കും അത് ആ പ്ലാറ്റ്ഫോമിലേക്ക് ആൾക്കാർ വരും. അതോടൊപ്പം തന്നെ അത് കൂടുതൽ മനസ്സിലാക്കാൻ ശ്രമിക്കും. തീർച്ചയായിട്ടും ഞാനും അങ്ങനെയാണ് സാർ ഉദ്ദേശിച്ചത്. ഡീറ്റാഗിലേക്ക് കൊടുക്കുവാണെങ്കിൽ, സലാം സാർ അങ്ങനെ കൊടുക്കുവാണെങ്കിൽ അതിലേക്ക് കൂടുതൽ ആൾക്കാർ ആ പ്ലാറ്റ്ഫോമിലേക്ക് വന്നിട്ട് കാണുമല്ലോ. ബാക്കിയുള്ള ലെസൺസിന്റെ നോട്ട് ഞാൻ ഇങ്ങനെ തന്നെ സലാം സാറിന് കൊടുത്തോളാം. ഒപ്പം തന്നെ അതുപോലെ സാറേ, നമ്മുടെ കൂടെയുള്ള വളരെ മികച്ച ടീച്ചേഴ്സ് ഉണ്ട്. അവർക്കൊക്കെ അവർ തയ്യാറാക്കുന്ന നോട്ടുകൾ ഷെയർ ചെയ്യാം. തീർച്ചയായിട്ടും ഒരു കമ്പൈൻഡ് ആയിട്ടുള്ള പ്രവർത്തനം തന്നെ നമ്മൾ പുതിയ പുസ്തകമായിട്ട് ചെയ്യേണ്ടതുണ്ട്. നമുക്ക് തന്നെ പരസ്പരം ഈ പ്ലാറ്റ്ഫോം വഴി ചർച്ച ചെയ്യാമെന്ന് ഞാൻ കരുതുന്നു. അത് ഒരുപാട് ഇഫക്റ്റീവ് ആയിരിക്കും. എനിക്കൊന്ന് ഏകദേശം ഞാൻ നമ്മുടെ സിലബസിനെ കുറിച്ചുള്ള ഒരു അനാലിസിസ് നടത്തിയിട്ടുണ്ട്. കൂടുതൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറയുമോ? അല്ല, വേറെ പ്രശ്നമില്ല മാം, വളരെ നന്നായിട്ട് തന്നെ എടുത്തത്. ഞാൻ ഇനി ആദ്യം സലാം സാറിന്റെ കമന്റിൽ നിന്ന് ഞാൻ വരാം. സലാം സാർ, ഷിജി മാം അതിനൊന്ന് ഉപസംഹരിക്കണമെങ്കിൽ പറയാം, എന്നിട്ട് സലാം സാറിലേക്ക് പോവാം. ഉപസംഹാരം എന്ന് പറയുന്നത് സാർ ഇത് തന്നെ നമ്മൾ ഈ പാഠത്തെ ഞാനിപ്പോൾ സബ്ജക്ട് വൈസ് ഞാനൊന്ന് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ മിക്കവാറും സ്കൂളുകളിൽ 2-3 ലെസൺസ് ഒക്കെ കഴിഞ്ഞു. ഇപ്പൊ അത് കഴിഞ്ഞത് കഴിയട്ടെ. പക്ഷെ ബാക്കിയുള്ള പാഠങ്ങൾ ഇതുപോലെ കണക്ട് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒന്നും കൂടി ആക്റ്റീവ് ആയിട്ടുള്ള കുട്ടികളുടെ പാർട്ടിസിപ്പേഷനൂടെ കിട്ടും എന്നുള്ളത് എന്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ പറഞ്ഞതാണ്. ചിലപ്പം ഇതിലും നൂതനമായ മാർഗങ്ങൾ ഉപയോഗിച്ച് ക്ലാസ് എടുക്കുന്നവരുണ്ടാവാം. അങ്ങനെ ഉണ്ടെങ്കിലും നമ്മുടെ കൂടെയുള്ള ടീച്ചേഴ്സ് അതൊന്ന് ഷെയർ ചെയ്യുകയാണെങ്കിൽ, അതല്ലെങ്കിൽ ഈ പുതിയ ലെസൺസിന് നമുക്ക് വേറെ ഏത് രീതിയിൽ സമീപിക്കാമെന്ന് പറയുകയാണെങ്കിൽ ഉപകാരപ്രദമായിരിക്കും എന്ന് ഞാൻ കരുതുന്നു. അല്ല, ഈ ഷിജി മാം എനിക്ക് തോന്നുന്നത് മോഹൻദാസ് സാറിനെ പോലെയുള്ളവരിപ്പോ അവരൊക്കെ ഓൺലൈൻ ആയിട്ടാണ് ക്ലാസ് എടുക്കുക. അപ്പൊ നമുക്ക് ഓൺലൈൻ ക്ലാസ്സുകളും കൂടി എങ്ങനെ ഇഫക്റ്റീവ് ആയിട്ട് കൊണ്ടുപോകാം എന്നുള്ള സജഷൻസും കൂടി വരുവാണെങ്കിൽ ഗൾഫ് കൺട്രീസിലെ ടീച്ചേഴ്സിന് ഉപകാരപ്രദമായിരിക്കും എന്ന് ഞാൻ കരുതുന്നു. അപ്പൊ നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് സോ മച്ച് ഷിജി മാം, വളരെ സമഗ്രമായ ഒരു പ്രസന്റേഷൻ ആയിരുന്നു. വളരെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തു. ഏതൊക്കെ പാഠങ്ങളിൽ ഏതൊക്കെ എങ്ങനെയൊക്കെ ശബ്ദം കേൾക്കുന്നില്ല. അല്ല, അങ്ങനെ ഇതാവുന്നുണ്ട് സാർ, ഇടയ്ക്ക് ശബ്ദം അങ്ങനെ ബ്ലർഡ് ആവുന്നുണ്ട്. നെറ്റ് ഇഷ്യൂ ആണെന്ന് തോന്നുന്നു. കേൾക്കാവോ? ഇപ്പൊ കേൾക്കാം. ഓക്കെ, അത് പറഞ്ഞതുപോലെ വളരെ സമഗ്രമായുള്ള ഒരു പ്രസന്റേഷനും വളരെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത ഒരു പാഠഭാഗങ്ങളും ഇന്റഗ്രേഷനും ഒക്കെയാണ് ഷിജി മാഡം നമുക്കായി തന്നത്. ഷിജി മാഡത്തിന് വളരെയധികം നന്ദി. ഷിജി മാഡം പറഞ്ഞതുപോലെ നമ്മുടെ അപ്രോച്ച്, നമ്മുടെ മെത്തഡോളജി മാറ്റാനുള്ള സമയം അതിക്രമിച്ചിരിക്കുന്നു. കുട്ടികളുടെ ഇൻവോൾവ്മെന്റ്, അവരുടെ ഒരു എൻഗേജ്മെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിലുള്ള വ്യത്യാസം മാഡം എക്സാമ്പിൾ സഹിതം നമ്മുടെ മുന്നിൽ പ്രസന്റ് ചെയ്തു. So thank you so much, Shiji ma'am, for that wonderful presentation and wonderful efforts you have made. So thank you so much. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർ സെഷനിലേക്ക് പോകാം. സെഷൻ ഉണ്ട് സാർ, സെഷൻ ഉണ്ട്. കുറച്ച് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് സാർ. ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ആദ്യം ഏത് പാഠം പഠിപ്പിക്കണം എന്നൊക്കെ ചോദിച്ചുകൊണ്ട്
മിസ്റ്റർ വേണു ആണെന്ന് തോന്നുന്നു. ആ പാഠം വേണു എടുക്കുന്ന ഒരു വേണു എന്നുള്ള ഒരു സാറാണ് അതെ ചോദിച്ചിട്ടുള്ളത്. ആദ്യമായി എടുക്കേണ്ട പാഠം സാറ് ഏതാണ്? ഗ്രേഡ് 10 നമ്മള് 10ാം ക്ലാസ്. പറഞ്ഞോളൂ മാം, നമ്മള് പറഞ്ഞോളൂ. നമ്മൾക്ക് ആദ്യം ഗദ്യത്തിൽ തന്നിരിക്കുന്ന മാതൃഭാഷ എന്നുള്ള പാഠമാണ് എന്റെ ഉള്ളിൽ ഏറ്റവും ഒഴുകുന്ന നല്ലത്. ജീവനദി. ശബ്ദം പോണു മാം. എനിക്ക് തോന്നുന്നു വള്ളത്തോളിന്റെ എന്റെ ഭാഷ എന്ന കവിത ആദ്യം എടുത്തിട്ട് ഈ മാതൃഭാഷയിലേക്ക് പോവുകയും പിന്നീട് വൈജ്ഞാനിക സമൂഹം, ഇത് മൂന്നും കണക്റ്റഡ് ആണ്. പക്ഷെ നമ്മൾ സിലബസ് വെച്ച് നോക്കുമ്പോൾ അവസാനം കിടക്കുന്ന പാഠം എന്ന നിലയിൽ നമ്മൾ എന്റെ ഭാഷയൊക്കെ അവസാനത്തേക്കാണ് മാറ്റിവെക്കുക. ഇത് മൂന്നും കൂടി കണക്ട് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ, ഞാനൊക്കെ ഇപ്പൊ മാതൃഭാഷയുടെ ഉള്ളിൽ ഒഴുകുന്ന ജീവനദി എടുത്തു. പിന്നെ നമുക്ക് പുസ്തകം സിലബസ് ഒക്കെ ഏതാണെന്ന് കൃത്യമായിട്ട് അറിവ് വരാത്തതുകൊണ്ട് മിക്കവാറും പേര് കഥകളതി മോഹനമാണ് ആദ്യം എടുത്തത്. അത് എടുക്കാത്തവരുണ്ടെങ്കിൽ ഈ പറയുന്ന എന്റെ ഭാഷ ആദ്യം എടുത്തിട്ട് മാതൃഭാഷയെ രണ്ടാമത് എടുക്കുക, വൈജ്ഞാനിക സമൂഹത്തെ മൂന്നാമത് എടുക്കുക. അങ്ങനെ എടുക്കാൻ വില്ലിംഗ് ആയിട്ടുള്ള ടീച്ചേഴ്സ് ആണ്. തീർച്ചയായിട്ടും അത് കുട്ടികൾക്ക് ഉപകാരപ്രദമാകും. ഇനി സിലബസിന്റെ കറക്റ്റ് ഓർഡറിൽ തന്നെ പോകാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ കഥകളതി മോഹനം തന്നെ ആദ്യം എടുക്കുക എന്നുള്ളതാണ്. എനിക്ക് തന്നെ എല്ലാ സ്കൂളുകളിലും കഥകളതി മോഹനം എടുത്ത് അതിന്റെയൊക്കെയാണ് എല്ലാവരും നോട്ട് പ്രിപ്പയർ ചെയ്ത് പോയിരിക്കുന്നത്. രണ്ടാമത് മാതൃഭാഷ എടുത്തു, ചിലര് മൂന്നാമത് മണ്ണ് മനുഷ്യനും എടുത്തു. ആ ഓർഡറിൽ പോകുന്ന അല്ല, ഓർഡർ നമുക്ക് നിശ്ചയിക്കാം മാം. കാരണം എന്ന് വെച്ചാല് സിലബസ് നമ്മൾ സ്കൂളില് കരിക്കുലം നമ്മൾ സിലബസ് ഉണ്ടാക്കുമ്പോ ഇതിനെ സാറേ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട് സാറേ, എങ്ങനെയാണ് ഇതിൽ ജോയിൻ ചെയ്യാന്നുള്ളത് അത് സാറിന് മറുപടി പറയേണ്ടതാണ്. നോട്ട്സും PDF ഒക്കെ എങ്ങനെ കിട്ടും? ഒന്നിൽ ഗ്രൂപ്പ് വഴി കിട്ടുന്നതാണ്, അല്ലെങ്കിൽ ഇതിൽ പങ്കെടുത്ത എല്ലാ പേർക്കും ഞങ്ങള് സർട്ടിഫിക്കറ്റിനോടൊപ്പം ഇത് എല്ലാം മെയിൽ ചെയ്ത് കൊടുക്കും. അടുത്ത ചോദ്യം എന്താണ്? ടെക്സ്റ്റിൽ ഓരോ യൂണിറ്റിന് ശേഷവും കവി പരിചയം കൊടുത്തിട്ടുണ്ട്. അത് ടീച്ചർ ടെക്സ്റ്റിലാണ് സാർ, ടീച്ചർ ടെക്സ്റ്റിലാണ്. ടീച്ചർ ടെക്സ്റ്റിലുണ്ട്, സമഗ്രയിലുണ്ട്. അത് ടീച്ചേഴ്സ് അവിടെ നിന്ന് എടുക്കാൻ ശ്രദ്ധിക്കാം. പക്ഷെ നമ്മുടെ പാഠപുസ്തകത്തില് വളരെ ചുരുക്കം മാത്രമേ ഉള്ളൂ. പ്രത്യേകിച്ച് ഇപ്പോ പ്രകാശ് രാജിനെ പോലെയുള്ളവരെ കുറിച്ച് സിനിമാ നടൻ എന്ന നിലയിലെ കുട്ടികൾക്ക് കൂടുതൽ അറിയാം. പക്ഷെ സാറ് സാഹിത്യകാരൻ എന്ന നിലയിൽ പ്രകാശ് രാജിനെ അറിയില്ല. ചില മാം നിങ്ങളൊന്നും ചായ കുടിച്ചിട്ടില്ല എന്നുണ്ട്, ശബ്ദം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് നെറ്റാ ചായ കുടിക്കാത്ത. ഇതിന് ചൂടുവെള്ളം കുടിച്ചോളൂ ഇത് കഴിഞ്ഞിട്ട് കേട്ടാ. ബാക്കി കാര്യങ്ങൾ മുരളി സാറേ. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സെമിനാറിൽ പങ്കെടുക്കുന്നത്. ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള മാർഗം ഞാൻ എന്റെ മൊബൈൽ നമ്പർ, വാട്സപ്പ് നമ്പർ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. അതിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി. ID ചെയ്യിപ്പിക്കാനുള്ള സംവിധാനം ചെയ്തു തരാം. നോട്ട്സ് കിട്ടാൻ എന്താണ് ചെയ്യേണ്ടത് അതൊക്കെ നമ്പറിലേക്ക് മെസ്സേജ് ഇട്ടാൽ മതി. ഓക്കെ. ഇനി ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ളവർ കൈപൊക്കിയാൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ചോദിക്കാൻ ഞങ്ങൾ അൺമ്യൂട്ട് ചെയ്തു തരും. മുരളി സാർ, ഓവർ ടു യു. സാർ, എനിക്ക് ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇതിൽ നമുക്ക് ഇപ്രാവശ്യം ഉണ്ടായിട്ടുള്ള ഒരു മാറ്റം, കുട്ടികൾക്ക് ഒബ്ജക്റ്റീവ്സ് കൊടുത്ത് അവരെ വഴിതെറ്റിക്കുന്നില്ല എന്നുള്ളതാണ്. കാരണം കുട്ടികൾക്കുള്ള ഏറ്റവും വലിയ പ്രശ്നം, ചോയ്സസ് വരുമ്പോ അവർ കൺഫ്യൂഷനായിട്ട് ടൈം കളയുന്നുണ്ട് പലപ്പോഴും. ഇപ്പൊ 10 ചോദ്യം തന്നിട്ട് 7 എണ്ണം എഴുതാൻ പറയുമ്പോൾ പിള്ളേരെന്താ ചെയ്യുക? വെറുതെ അത് വേണോ ഇത് വേണോ എന്ന് സമയം കളയും. 7 എണ്ണം പഠിച്ച് 7 എണ്ണം എഴുതണം എന്ന് പറഞ്ഞാൽ അവർ അസലായിട്ട് എഴുതും. അതാണ് ഏറ്റവും നല്ല രീതി. അതോടൊപ്പം തന്നെ ഗദ്യമാക്കിയത് 10ാം ക്ലാസ്സിലേക്കുള്ള ഏറ്റവും നല്ല ട്രെയിനിങ് ആണ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അനാവശ്യമായിട്ട് MCQ ഇടേണ്ട കാര്യമില്ല. ഗദ്യത്തിനാണെങ്കിലും നല്ല പ്രാക്ടീസ്. ഇനി ക്ലാസ് കിട്ടുന്ന സമയത്ത് നിങ്ങൾക്ക് സുഖമായിട്ട് ഓരോ 4 വരി കവിത ഇട്ടിട്ട് ചെയ്യാലോ. പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടല്ല, അത് അവർക്ക് നല്ലതാണ്. കാരണം എന്ന് വെച്ചാൽ പദ്യത്തിന്റെ കോംപ്രിഹെൻഷൻ ഗദ്യത്തിന്റെ കോംപ്രിഹെൻഷനെ വളരെയധികം സഹായിക്കും. 4 വരി മതി, ഒരു ഫുൾ പോയൊന്നും വേണ്ട, 16 വരി വേണ്ട, 4 ലൈൻസ്. അത് ഉണ്ടായി കഴിഞ്ഞാൽ വളരെ നല്ലൊരു കാര്യമാണ്. ഇതോടൊപ്പം തന്നെ ഷിജി മാമിന് എടുത്ത ക്ലാസ്സിൽ എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയത് നമ്മളൊക്കെ മാറേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അത് വളരെ പ്രധാനമാണ്. ഇവിടുത്തെ മലയാളം ടീച്ചേഴ്സിനോട് എനിക്ക് പറയാനുള്ള ഏറ്റവും വലിയൊരു കാര്യമാണ്. കാരണം നമ്മൾ പഠിച്ച രീതിയിൽ നമ്മുടെ ഇപ്പോഴത്തെ പിള്ളേരെ പഠിപ്പിക്കാൻ നോക്കിയിട്ട് ഒരു കാര്യമില്ല. അത് പലപ്പോഴും നമ്മൾ തന്നെ എന്തായി തീരും? ഔട്ട്ഡേറ്റഡ് ആയിട്ട് മാറും. അതിനു പകരം ഏതൊരു ലെസൺ ആയാലും നിങ്ങൾ ഈ ടീച്ചർ ടെക്സ്റ്റ് ഒരു വിഷമമില്ല, നിങ്ങൾക്കത് നെറ്റിൽ തപ്പിയാൽ കിട്ടും. അത്യാവശ്യമായിട്ട് പ്രയോജനപ്പെടുത്തണം. ടീച്ചർ ടെക്സ്റ്റിൽ അത്
വളരെയധികം എന്തൊക്കെ ചെയ്യാൻ പറ്റും, ആക്ടിവിറ്റികളെ കുറിച്ചുള്ള വലിയ ലിസ്റ്റ് തന്നെ അതിലുണ്ട്. അതാണ് ഞാൻ സമഗ്രയുടെ കാര്യവും പറയുന്നത്. സമഗ്രയും ഈ ടീച്ചർ ടെക്സ്റ്റുകളും ഒക്കെ നിങ്ങൾക്ക് വളരെ പ്രയോജനം ചെയ്യുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം, ആ രീതിയിൽ അതിനുള്ള ഒരു പ്രേരണ ഇന്ന് ഷിജി മാം വളരെ നന്നായിട്ട് തന്നിട്ടുണ്ട്. കാരണം എങ്ങനെയാണ് ഉറുമ്പിന്റെ വംശവും സ്മാരകവും തമ്മിൽ കണക്ട് ചെയ്യേണ്ട കാര്യം, അതേപോലെ തന്നെയാണ് ഇപ്പൊ കേശവമേനോൻ വളരെ പഴയ ഒരാളാണ്. പക്ഷേ ഇന്നത്തെ പ്രശ്നങ്ങളിൽ ഏറ്റവും പുതിയ വിഷയമായി തീരുന്നു. ഇപ്പൊ ഞാൻ അടുത്ത ദിവസം ഒരു ഉറൂബിന്റെ കഥ കേട്ടപ്പോ അതിശയിച്ചു പോയി. ശരിക്കും മോസ്റ്റ് മോഡേൺ ആയിട്ടുള്ള രീതിയിലാണ് ഉറൂബ് കഥ എഴുതിയിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാഷയിലെ തന്നെ ഒരിക്കലും നശിക്കാത്ത സംഗതികളെ കണ്ടെത്താൻ നിങ്ങൾക്ക് അവസരം തരുന്ന ഒരു പുസ്തകമാണ് ഇപ്പോ കേരള ഗവൺമെന്റ് ഇറക്കിയിട്ടുള്ളത്. അത് എത്രയോ പേരിരുന്നിട്ട് പഠനങ്ങൾ നടത്തിയിട്ട് വന്നിട്ടുള്ള ടെക്സ്റ്റ് ബുക്കാണ്. ആ ടെക്സ്റ്റ് ബുക്കുകളിൽ തീർച്ചയായിട്ടും പഴയ രീതിയല്ല അവർ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ കൂടുതൽ മാറണം എന്ന് പ്രേരിപ്പിക്കുന്ന ഒരു കാര്യമാണ് അത്. ആർട്ട് ഇന്റഗ്രേഷന്റെ കാര്യത്തിലായാലും പോർട്ട്ഫോളിയോയിലായാലും ഈ രണ്ട് കാര്യത്തെ വെറുതെ മാർക്ക് കിട്ടൽ മാത്രമല്ല പ്രശ്നം, അവരെ ആക്റ്റീവ് ആക്കാൻ പറ്റും നമ്മൾക്ക്. ആ ആക്ടിവിറ്റിയിലേക്ക് കുട്ടികളെ കൊണ്ടുപോകാൻ ടീച്ചേഴ്സ് ഒന്ന് ശ്രമിച്ചാൽ, കാരണം നിങ്ങൾക്ക് കുറച്ചുകൂടി റിലാക്സേഷൻ ആണ് കിട്ടുന്നത്, അല്ലേ സാർ? കാരണം കുട്ടികളെ കൂടുതൽ വെറുതെ എഴുതി പഠിപ്പിക്കാതെ അതിനപ്പുറത്ത് അവരെ കൊണ്ട് ചെയ്തു പഠിപ്പിക്കാൻ ഉള്ളൊരു പ്രേരണ നിങ്ങൾക്ക് കിട്ടും. ഷിജി മാമിനോട് ഞാൻ ആ കാര്യത്തിൽ വളരെയധികം താങ്ക്ഫുൾ ആണ്. ടീച്ചേഴ്സ് മാറേണ്ടതിന്റെ അത്യാവശ്യം. കാരണം മാറേണ്ടത് മാറിയില്ലെങ്കിൽ നമ്മളാണ് എന്തായി തീരുക, ഈ ഔട്ട് ഓഫ് ഡേറ്റ് ആയിട്ട് മാറും. കുമാരനാശാന്റെ മാറ്റുവിൻ ചട്ടങ്ങളെ എന്നുള്ള വരികളൊക്കെ നമ്മൾ ഓർത്താൽ ശരിക്കും അത് മനസ്സിലാവും. കാരണം നമ്മൾ മാറിയില്ലെങ്കിൽ നമ്മുടെ പിള്ളേർ മാറ്റും. അതിനു മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം, മാറണം. സോറി, ഇതാണ് സാർ എനിക്ക് പറയാനുള്ളത്. എന്തായാലും വളരെ താങ്ക്ഫുൾ ആണ് ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ ഒരു തുടക്കം എന്ന നിലയ്ക്ക്. ഇന്നത്തെ ഒരു തുടക്കം നല്ലൊരു തുടക്കമാണ്. ഇനിയും നമ്മൾ കുറേയും കൂടി നല്ല ക്ലാസ്സുകളുമായിട്ട് വരും കേട്ടോ. താങ്ക് യു സാർ. ടീച്ചർ ടെക്സ്റ്റ് നെറ്റിന് പോയാൽ കിട്ടും. വളരെ ഒരു മിനിറ്റ് സാർ, ഒരു ചോദ്യം വന്നിട്ടുണ്ട് സാർ. ഒരു ചോദ്യം വന്നിട്ടുണ്ട്. ടീച്ചർ ഡൗൺലോഡ് ചെയ്യാം, ഡൗൺലോഡ് ചെയ്യാം. ആ വേർഡ് തന്നെ അടിച്ചാൽ മതി. കേരള ബോർഡ് ടീച്ചർ ടെക്സ്റ്റ് അടിക്കുമ്പോ തന്നെ അതിന്റെ ലിങ്ക് വരും. ഈസി ആയിട്ട് കിട്ടും. നമ്മൾ കുറച്ച് നെറ്റൊക്കെ ഉപയോഗിക്കണം കേട്ടോ. പറയൂ സാർ. ഓക്കെ. അപ്പൊ ഷിജി ടീച്ചർ ഇന്ന് എടുത്ത ക്ലാസ് വളരെ സമഗ്രവും സമ്പൂർണ്ണമായെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. അത്രയ്ക്ക് മനോഹരമായിട്ട് അധ്യാപകർക്ക് വളരെയധികം പ്രയോജനം ചെയ്യുന്നു. അതിനേക്കാൾ കൂടുതൽ കുട്ടികൾക്ക് പ്രയോജനം ചെയ്യുന്ന രീതിയിലാണ്. പിന്നെ ആ ടീച്ചറുടെ നിരീക്ഷണം വളരെ നല്ലതാണ്. ചില പാഠങ്ങൾ ഒന്നിച്ച് പഠിപ്പിക്കുക എന്നുള്ളത് അത് കുട്ടികൾക്ക് കൂടുതൽ അവരുടെ മനസ്സിലേക്ക് കടന്നു കയറാൻ സഹായിക്കും എന്നത്. പിന്നെ ടീച്ചറും സാറും ഒക്കെ പറഞ്ഞതെല്ലാം വളരെ ശരിയാണ്. നമ്മൾ ഈ തന്ത വൈബിൽ നിന്നൊന്ന് മാറേണ്ടിയിരിക്കുന്നു. ആ ലെവലിലോട്ട് പോകുമ്പോഴാണ് ഈ ഉപദേശം, അതുപോലെ നമ്മൾ തന്നെ എല്ലാം പറഞ്ഞു കൊടുക്കുന്നു. ആ ലെവലിൽ അതൊരു പഴയ കാലഘട്ടത്തിന്റെ രീതിയാണല്ലോ. ഇപ്പോഴത്തെ പഠന രീതിയൊക്കെ വളരെ മാറിക്കഴിഞ്ഞല്ലോ. അപ്പൊ അതിന്റെ ആ സാങ്കേതിക വശങ്ങളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ നമ്മൾ ആ കുട്ടികളെ കൊണ്ട് ചിന്തിപ്പിക്കാനും അവരെ കൊണ്ട് പ്രവർത്തിപ്പിക്കാനും വേണ്ട ഒരു പരിശീലനമാണ് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പൊ ആ രീതിയിലേക്ക് നമ്മുടെ പഠന രീതിയൊക്കെ മാറിക്കഴിഞ്ഞാൽ ഈ പറയുന്ന ഈ പരീക്ഷയൊക്കെ കുട്ടികൾക്ക് എളുപ്പമുള്ളതായി തീരും. പിന്നെ ഒരു കാര്യം കൂടെ പറയാതിരിക്കാൻ കഴിയില്ല. നമ്മുടെ ഈ പരീക്ഷ സിലബസ് ഉണ്ടാക്കിയവരോട് ഒരു റിക്വസ്റ്റാണ്. ഈ ഗൾഫ് രാജ്യങ്ങളിലുള്ള കുട്ടികൾ പൊതുവെ പ്രത്യേകിച്ച് ഈ ഇത്രയും സമയം കൊണ്ട് ഈ 3 മണിക്കൂർ കൊണ്ട് ഇത്രയും കാര്യങ്ങൾ എഴുതി തീർക്കുക എന്ന് പറയുന്നത് പൊതുവെ ബുദ്ധിമുട്ടാണ്. അതിപ്പോ ഉപന്യാസം നേരത്തെ 150 വാക്കായിരുന്നത് ഇപ്പോൾ 200 വാക്കാക്കി കൂട്ടി. ക്വസ്റ്റ്യൻ ആൻസറൊക്കെ ഒരു 60-50 കിടക്കേണ്ടത് 100 ആക്കി. അപ്പൊ അങ്ങനെയൊക്കെ ഒരുപാട് ദൈർഘ്യം വരുന്നു. കോംപ്രിഹെൻഷൻ വളരെ ലെങ്തിയാണ്. അത് കൈകാര്യം ചെയ്യാൻ കുട്ടികൾക്ക് കുറച്ച് സമയം വേണ്ടി വരുന്നു. ഇതൊക്കെ നമ്മൾ പരിശീലനം കൊടുത്താലും അതിന് ഒരു പരിധി ഉണ്ടല്ലോ. എത്രത്തോളം ഈ കുട്ടികള് CBSE കുട്ടികൾ വെറും മലയാളം മാത്രമല്ലല്ലോ പഠിക്കേണ്ടത്. അവർക്ക് വേറെ ഒരുപാട് വിഷയങ്ങൾ പഠിക്കാനുണ്ട്. അപ്പോൾ താരതമ്യേന മലയാളത്തിന് കുറഞ്ഞ സമയമാണ് അവർ വിനിയോഗിക്കുന്നത്. അപ്പൊ അത് ഒന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നന്നായിരുന്നു. ഈ സിലബസിനെ കുറിച്ച് പറയാൻ കാര്യം കൂടുതൽ എഴുതാനുള്ള സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. അതൊന്നും മാറി കിട്ടിയാൽ കൊള്ളാം. എന്തായാലും ടീച്ചർക്ക് ചെയ്ത കാര്യം വളരെ ഉപകാരപ്രദമാണ് എല്ലാവർക്കും.
യെസ് ഇനി സാർ. ഇപ്പൊ 10ാം ക്ലാസ്സിൽ പാഠം മാറിയത് കൊണ്ട്, പുസ്തകം മാറിയത് കൊണ്ട് സലാം സാർ, തീർച്ചയായിട്ടും മോഹൻദാസ് സാറേ 2-3 ചോദ്യങ്ങളുണ്ട് സാർ അതിന്റെ ഇടയിൽ കൂടെ. ആ, സാർ അത് കംപ്ലീറ്റ് ചെയ്തോളൂ. അല്ല മോഹൻദാസ് സാർ സലാം സാർ, കംപ്ലീറ്റ് ചെയ്യട്ടെ സാർ. താങ്ക് യു സാർ. വളരെ സാർ കംപ്ലീറ്റ് ചെയ്തോളൂ. അത് തന്നെ. അപ്പൊ ഇനി എന്തായാലും തുടരും ഈ എക്സ്ട്രാ മൈൽ. ഇനിയിപ്പോ ഈ വർഷം 10ാം ക്ലാസ്സിന്റെ ഇതുപോലെ പ്രഗത്ഭരായ അധ്യാപകരെ കൊണ്ട് ക്ലാസ് എടുപ്പിക്കും. തീർച്ചയായിട്ടും നമ്മൾ കൊണ്ടുവരും സാർ, അത് കൊണ്ടുവരും. കൊണ്ടുവരും. തീർച്ചയായിട്ടും എല്ലാ പാഠങ്ങളും അതിമനോഹരമായിട്ട് എടുക്കാനുള്ള കഴിവുള്ളവർ എക്സ്ട്രാ മൈലിലുണ്ട്. നല്ല അധ്യാപകരുണ്ട്. ഷിജി ടീച്ചറെ പോലെ വേറെ അനേകം ടീച്ചർമാരുണ്ട്. അവരൊക്കെ മുന്നോട്ട് വരണം. തീർച്ചയായിട്ടും എല്ലാവർക്കും ആശംസകൾ. നന്ദി. ഓക്കെ സാർ. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ സാർ മച്ച്. ചോദ്യങ്ങൾ ഓരോ വരുന്നുണ്ട് സാർ. പോയിന്റാണ് വളരെയധികം ചോദിക്കുന്നു. കിൻഡർ സിലബസ് എന്താണ് സാർ? എനിക്ക് മനസ്സിലായില്ല. അത് അവരുദ്ദേശിക്കുന്നത് ആ സിലബസിനെ ബേസ് ചെയ്തിട്ട് ചോദ്യം വരുന്നുള്ളതായിരിക്കും. അല്ല, കിൻഡർ സിലബസ് അവരോടൊന്ന് ടൈപ്പ് ചെയ്യാൻ പറയൂ. മോഹൻദാസ് സാർ, ഷിജി മേഡം സിലബസ് ഒന്ന് മെൻഷൻ ചെയ്താൽ. ഷിജി മാം പോയോ? ഷിജി മാം ചൂടുവെള്ളം കുടിക്കാൻ പോയിട്ടുണ്ടോ? കിൻഡർഗാർട്ടന്റെ വല്ല രീതിയാണ് കിൻഡർഗാർട്ടനിലെ. അല്ലല്ല, അവര് ടൈപ്പ് ചെയ്യും. അൺമ്യൂട്ട് ചെയ്തോളൂ മേഡം. അവരെഴുതുന്നുണ്ട് കിൻഫർ. അല്ല, കിൻഫർ ഗൈഡ് മാത്രമാണ്. കിൻഫർ ഗൈഡോ? അത് നോക്കണ്ട. ഓക്കെ ഓക്കെ. അല്ല, അതെന്ന് പറഞ്ഞാൽ അവര് പറയൂ. കിൻഫർ ആണ് ഉദ്ദേശിച്ചിരിക്കുന്നതെങ്കിൽ അതൊരു ഗൈഡാണ്. അതൊരു ഗൈഡ് മാത്രമാണ്. അവര് ഗവൺമെന്റ് അംഗീകൃതമൊന്നുമല്ലല്ലോ. ദയവായി കിൻഫറിനകത്തേത് ആരും എടുക്കാതിരിക്കുക. ഇഷ്ടംപോലെ മിസ്റ്റേക്സ് ഉണ്ട്. അതാണ്. മാത്രമല്ല പഴയതൊക്കെ എടുത്തിടും. ചില ലെസൺസ് നോക്കിയിട്ടുണ്ട് മാം. പഴയ ലെസണില് ഈ ലെസണില് ചോദ്യമായിട്ടിടും. ഗ്രാമർ ഭാഗത്തിൽ അവർ എന്താ ചെയ്യാന്ന് പറഞ്ഞാല് പഴയ ക്വസ്റ്റ്യൻസ് ഒക്കെ എടുത്തിടും. ഇപ്പൊ ഈ കടൽ തീരത്തില് എന്താ പറയാ പ്രയോഗം മാറ്റലൊക്കെ ചിലപ്പോ പുതിയ ലെസണിൽ വന്നു വരും. നമുക്കിപ്പോ ഇവിടെ ഓരോ പബ്ലിക്കേഷനെ നമുക്ക് നമ്മൾ ഒഴിവാക്കേണ്ട തെറ്റുകളുണ്ട്. പ്രൈവറ്റ് പബ്ലിക്കേഷൻ അല്ല, നമുക്ക് ഏതും റെഫർ ചെയ്യാം സാർ. അതിനെ കുറിച്ച് അഭിപ്രായം പറയാനും പറ്റില്ല ഈ വേദിയിൽ. അല്ല എന്തായാലും അല്ല സലാം സാർ, നമുക്ക് ഏതും റെഫർ ചെയ്യാം. പക്ഷേ അതിലെ തെറ്റുകളെ നമ്മൾ കണ്ടെത്തണം. കറക്റ്റ്. അതിനെ അത്രേ ഫോളോ ഉള്ളൂ സാർ. ചെയ്യാം. ഞാൻ കിൻഫർ മോശാന്നൊന്നും അല്ല പറയുന്നത്. കറക്റ്റ്. ഓക്കെ. അതിന്റെ വക്താക്കളാകണ്ടല്ലോ. ചെയ്യുമോ എന്നുള്ള ഒരു ചോദ്യം. നമ്മളതിന്റെ വക്താക്കളല്ലല്ലോ. അതെ. PPT സർട്ടിഫിക്കറ്റിന്റെ കൂടെ ഇമെയിൽ അയച്ചു തരാം. ഓക്കെ. എല്ലാം നിങ്ങൾക്ക് അയച്ചു തരും. ഓക്കെ. അത് നമ്മള് നോ കമന്റ്സ് ഓൺ ഒരു ബന്ധമില്ല, കിൻഫറുമായിട്ട് ഒരു ബന്ധമില്ല. PT1 PT2 എല്ലാം 80 മാർക്കിലാണ് നടത്താറുള്ളത്. 2 ചാപ്റ്റർ വെച്ച് പുതിയ പാഠങ്ങളായതുകൊണ്ട് MCQ ക്വസ്റ്റ്യൻസ് എങ്ങനെ കണ്ടെത്തും? അത് കേൾക്കാൻ പറ്റുന്നുണ്ടോ? പറയൂ മാം. അത് നമുക്ക് 2 ലെസൺസിനകത്ത് സെയിം പാറ്റേൺ വെച്ച് തന്നെ ക്വസ്റ്റ്യൻ ഇടാമല്ലോ. ഞങ്ങളിപ്പോ PT1 എക്സാമിനേഷൻ കഴിഞ്ഞു. അത് 2 ലെസൺ ഞങ്ങൾ എടുത്തിരുന്നുള്ളൂ. സെയിം പാറ്റേൺ തന്നെ കീപ്പ് ചെയ്തു. ആ ഫുള്ള് ലെസണിലേക്ക് ഒന്ന് പോയാ മതി. അതെ. മിസ് കവിത ഒരു ക്വസ്റ്റ്യൻ ഉണ്ടോ? കവിത മേഡം അൺമ്യൂട്ട് ചെയ്തോളൂ. കവിത മാഡം പറയൂ. അൺമ്യൂട്ട് ചെയ്തു. സർ, എനിക്ക് മുരളി സാറിനോടാണ്. സാർ ഇപ്പൊ പറഞ്ഞല്ലോ MCQ ക്വസ്റ്റ്യൻസ് ഇത്രയ്ക്ക് വേണ്ടാന്ന് പറഞ്ഞല്ലോ സാർ. ശരിക്കും എനിക്ക് അത് തന്നെയാണ് അഭിപ്രായം. കാരണം ഒരു 40% നമ്മൾ MCQ കൊടുക്കുകയാണ് കുട്ടികൾക്ക് ചെറിയ ക്ലാസ് തുടങ്ങി. അപ്പൊ ഒരു ഗ്രേഡ് 8 വരെ, ഗ്രേഡ് 8 വരെയൊക്കെ ഏതാണ്ട് നമ്മൾ അത്രയും MCQ കൊടുക്കുന്നുണ്ട് കുട്ടികൾക്ക്. അത് ശരിക്കും കുട്ടികൾക്ക് അത് ദോഷമാണ് ചെയ്യണത്. അവർക്ക് അപ്പൊ നമ്മൾക്ക് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കണം. നമ്മുടെ ഈ ഏരിയയിൽ, ഗൾഫ് ഏരിയയിലെ അവസ്ഥകൾ അറിയാലോ കുട്ടികളുടെ. അതെ. ഈ MCQ 4 എണ്ണം കണ്ടുപിടിക്കാൻ പെടുന്ന ഒരു പാടില്ലാത്ത സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയിടുകയാണ്. ഒരു ബന്ധമില്ലാത്ത വേർഡ്സ് ഞാൻ സമയമല്ല പറഞ്ഞാൽ സാർ, കുട്ടികൾക്ക് നിങ്ങൾ കൂടുതൽ ചോയ്സ് കൊടുക്കുമ്പോ അവര് തെറ്റിക്കുക ചെയ്യുക. ശരിക്കും അതാണ് ഉണ്ടാവുന്നത്. അതേ സമയത്ത് നിങ്ങൾ 7 എണ്ണം എഴുതണം. ഇപ്പൊ നമ്മൾ നോക്കുമ്പോ നമുക്കത് ഭയങ്കര നല്ലതാണ്, പേപ്പർ നോക്കാൻ വളരെ എളുപ്പപ്പോ. പക്ഷെ അതിൽ പ്രധാനം കുട്ടികൾക്ക് വല്ലാത്ത കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നത് 10 ചോദ്യത്തില് ഏത് വിട്ടു ഏത് ശരി, ലാസ്റ്റ് 2 എണ്ണം എഴുതി ചിലപ്പോ ശരിയായിട്ടുണ്ടാവും, അപ്പൊ മാർക്ക് കിട്ടണമെന്നില്ല, ഓർഡറിലെ അവര് നോക്കുള്ളൂ. ഇതൊക്കെ വലിയ പ്രശ്നമാണ് ശരിക്ക്. പറയൂ കവിത മാം, പറഞ്ഞോളൂ.
ഞാൻ ഇത് ചോദിക്കാൻ വേണ്ടിയാണ് സാറിന്റെ അടുത്ത്. അപ്പൊ ഈ തീർച്ചയായും. MCQ എന്നുള്ള സിസ്റ്റം ഒന്ന് നമുക്കൊന്ന് മാറ്റി കിട്ടാൻ നമുക്ക് എന്താ ചെയ്യേണ്ടത്? അല്ല, അത് ഇപ്പൊ MCQ നമുക്ക് മാറ്റാൻ പറ്റില്ല മാം. എന്താ കാരണം എന്നറിയോ? മുഴുവൻ അത് മാറാനല്ല മേഡം സാർ, അതില് മുഴുവൻ മാറാനല്ല. എനിക്കൊന്ന് സലാം സാറിനൊക്കെ കൂടുതൽ അതിനെ കുറിച്ച് പറയാൻ പറ്റും. നമ്മളുടെ ആഫ്റ്റർ കോവിഡ് എല്ലാ സബ്ജക്ട് ടീച്ചേഴ്സിനെയും വെച്ചിട്ട് ഒരു വെബിനാർ CBSE കണ്ടക്ട് ചെയ്തിരുന്നു. അതില് എല്ലാ സ്റ്റേറ്റിൽ നിന്നുള്ള ആൾക്കാരുടെ അഭിപ്രായം എടുത്തിട്ടാണ് ഈ അന്ന് 40% എത്രയാണ് പെർസെന്റേജ് ഞാൻ ഓർക്കുന്നില്ല, MCQ ആഡ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഒരു സിസ്റ്റം കൊണ്ടുവന്നു. അതാണ് ഇപ്പൊ നമ്മൾ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് CBSE എല്ലാ സിലബസ് മേക്കിംഗ് ടൈമിലും നമ്മളോട് കൃത്യമായിട്ട് ഇത്ര MCQ കൊടുക്കണം എന്ന് നിർബന്ധമായിട്ട് പറയാറുണ്ട്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സിലബസ് ഉണ്ടാക്കുന്നവരല്ല, CBSEയുടെ ഓർഡർ ആണ്, അല്ലെങ്കിൽ CBSEയുടെ റൂളാണത്. CBSE തന്നിരിക്കുന്ന റൂളാണത്. ഇത് നമ്മുടെ മലയാളത്തിന് മാത്രമല്ല, എനിക്കൊന്ന് എല്ലാ റീജിയണൽ ലാംഗ്വേജിലും. അല്ല, അത് സാറില്ല. ഞാൻ പറഞ്ഞത് MCQ തെറ്റൊന്നല്ല മാം, അത് കുട്ടികൾക്ക് നല്ലതാണ്. തെറ്റാണെന്നല്ല, ഒരു പരിധി വേണമെന്നേ പറഞ്ഞുള്ളൂ. പറഞ്ഞ മേഡം നമ്മളെക്കാളും ബുദ്ധിമുട്ടുന്നുണ്ടല്ലോ സോഷ്യൽ സ്റ്റഡീസുകാരാണ്. കാരണം അതിനകത്ത് ഓപ്ഷൻസ് വളരെ പാടാണ്. ഇത്രയും MCQ അവർക്കും ഉണ്ട്. ഇത് കംപ്ലീറ്റ് നമ്മൾ അർത്ഥം പര്യായമായിട്ടും ആ പിരിച്ചെഴുതുക ചേർത്തെഴുതുക അടക്കം നമ്മൾ MCQയിൽ ഇടണേ. അപ്പൊ പിന്നെ അതുകൊണ്ട് എന്താണ് ഗുണം? പക്ഷെ 7 ചോദ്യമുള്ളൂ മാം. നമ്മളിപ്പോ എത്ര കൊടുത്താലും അത് പണ്ടും 7 ചോദ്യമുള്ളൂ. 3 എക്സ്ട്രാ അവർക്ക് കൊടുക്കുന്നേ ഉള്ളൂ. ആ 7 എണ്ണത്തിന്റെ ഉള്ളിൽ അത് നിർത്തി, അത് അവർ മാറ്റിയിട്ടില്ല. അത് കുഴപ്പമില്ല മാം, അതിനെ കുറിച്ച് സാരില്ല. എന്തായാലും വളരെ താങ്ക്സ്. നിങ്ങളൊക്കെ ആക്റ്റീവ് ആവുമ്പോഴാണ്. ഞാൻ പറയട്ടെ, ഈ നമ്മള് ടീച്ചേഴ്സ് ഇത്രയും കാര്യമായിട്ട് നമ്മള് ഒരു വർഷം മുഴുവൻ നമ്മള് എന്ത് വരും, എങ്ങനെയാകും, നമ്മുടെ പിള്ളേർ എന്ത് എഴുതുമെന്ന് ടെൻഷൻ അടിക്കും. പക്ഷെ എത്രയോ വർഷങ്ങളായിട്ട് നമുക്കറിയാം മലയാളത്തിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ വളരെ ഈസി ആയിരുന്നു പറഞ്ഞ കുട്ടികൾ ഈ പറയുന്ന പഠിക്കുന്ന സാധനങ്ങൾ വരാറില്ല. ഈസിയാണ്, പക്ഷെ നമ്മൾ അതിനെ വെറുതെ ടഫാക്കി മാറ്റിയാണ്. അതാണ് ഞാൻ ആദ്യം പറഞ്ഞേ, നമ്മളാണ് കുട്ടികൾക്ക് ടെൻഷൻ കൊടുക്കുക. അതാണ് കുട്ടികളെ ഇൻവോൾവ് ചെയ്യിപ്പിക്കുക, അതാണ് അതിന്റെ മാർഗം. കുട്ടികളെ കൂടുതൽ ഇൻവോൾവ് ചെയ്യിപ്പിക്കുക പഠിത്തത്തില്. ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാക്കുന്നതായിക്കോട്ടെ, ക്വസ്റ്റ്യൻസ് അവർ ക്വസ്റ്റ്യൻ പേപ്പർ അയച്ചു കൊടുക്കണമെന്ന് അതൊക്കെ സാർ അയച്ചു കൊടുക്കും. സബീന ബീഗം, നമുക്ക് പറയാനുള്ളത് ഷെയർ ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പൊ സബീന മാഡത്തിന് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് അയച്ചു തന്നിട്ട് അതിന്റെ ഒരു റിവ്യൂ ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ചെയ്തു തരാൻ പറ്റും. ഓക്കെ, അപ്പൊ എല്ലാ പേരും ഓരോ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടായി കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഗോയിങ് ടു ബി ഹെൽപ്ഫുൾ ഫോർ എവ്രി വൺ. എല്ലാവർക്കും നല്ല സഹായമായിരിക്കും. നമ്മള് മറ്റുള്ളവർ അതെ, നമ്മൾ മാക്സിമം ട്രൈ ചെയ്യും. അതേസമയം നമ്മൾ ഓരോ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കി നമുക്ക് തന്നു കഴിഞ്ഞാൽ വളരെ ഉപകാരമായിരിക്കും. നമുക്കും അത് ഓരോരുത്തരെയും. ഇനി എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടോ? തീർച്ചയായിട്ടും ആർക്കെങ്കിലും എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ കൈപ്പൊക്കാം, അല്ലെങ്കിൽ നമുക്കത് വൈൻഡ് ചെയ്യാം. ഉണ്ടാവില്ലേ സാർ? എനിക്ക് തോന്നണ ഇപ്പൊ 1.25 മണിക്കൂറായില്ലേ? ഒരു സജഷൻ പറയട്ടെ. ഇപ്പൊ പറഞ്ഞതുപോലെ നമ്മുടെ ബിടാഗ് ഗ്രൂപ്പിലുള്ള മലയാളം ടീച്ചേഴ്സ് ഓരോ ലെസൺസ് അവരവരെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് നോട്ട്സ് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ അത് വളരെ യൂസ്ഫുൾ ആവുമെന്ന് എനിക്ക് തോന്നുന്നു. തീർച്ചയായിട്ടും. അപ്പൊ 10 പാഠങ്ങള് 20 ലെസൺ നമുക്ക് 9, 10 വരുന്നുണ്ട്. 20 ലെസൺസ് നമുക്ക് വരുന്നുണ്ട്. ഓരോരുത്തരും അത് ഓരോ ലെസൺ ഏറ്റെടുത്ത് ഒരു സമഗ്രമായ നോട്ട് തരികയാണെങ്കിൽ നമുക്ക് ഗ്രൂപ്പ് ഒരു ഷെയർ ചെയ്യാം. അത് ബിടാഗിന്റെ ആയിട്ട് കൊടുക്കുകയും ചെയ്യാം. നമുക്കത് ചെയ്യാം സാർ, അല്ലെ? ബിടാഗിന്റേതായിട്ട് ഒരു ഗൈഡ് പോലെ നമുക്കത് മാറ്റുകയും ചെയ്യാൻ വേണമെങ്കിൽ PDF ആയിട്ട്. മുമ്പ് ഇടുവായിരുന്നു നമ്മളെ മുരളി സാറൊക്കെ, അത് കറക്ഷനും കാര്യങ്ങളും ഒക്കെ ചോദിക്കുമായിരുന്നു. ഇപ്പോ അങ്ങനെയുള്ള ആക്ടിവിറ്റീസ് വളരെ കുറവാണ്. ആൾക്കാർ ആക്റ്റീവ് ആവുന്നില്ല സാർ. മെമ്പർമാരൊക്കെ ഒന്നുകൂടെ ഉഷാറാവണം. നമ്മുടെ അധ്യാപകർ ഒരാളൊന്ന് ശ്രമിക്കും സാർ അത്. അതെ. മുരളി സാറ് ഉദ്ഘാടനം ചെയ്താ ഞാൻ ചെയ്യാം സാർ, അതൊരു വിഷയമല്ല. ഞാൻ 9 തുടങ്ങാം ആദ്യം വേണമെങ്കിൽ. ഒരു പാഠം ഉദ്ഘാടനം ചെയ്യും. ഞാൻ ചെയ്യാം സാർ, ഒരു വിഷമമില്ല സാർ. അപ്പൊ നോക്കിക്കോ സമയം സാർ. ഇനി മറ്റേ ഷിജി മാമിനും എല്ലാം അല്ലെങ്കിൽ ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കുന്നുണ്ടാവും. ഇതിൽ ജോയിൻ ചെയ്ത എല്ലാ കഴിഞ്ഞതല്ലേ ഉള്ളു.
ഒരു ഈസ്റ്റർ ആശംസകളൂടെ പറഞ്ഞോളൂ സാർ. അല്ല അതാ ഈസ്റ്റർ ഒക്കെ ഞങ്ങൾ പറയുന്നുണ്ട് സാർ. എല്ലാവർക്കും ഈസ്റ്റർ ആശംസ, എല്ലാവർക്കും വിഷു ആശംസ, എല്ലാവർക്കും എലക്ഷൻ ആശംസ. അതും കിടക്കട്ടെ. ഓക്കെ, സോ താങ്ക് യു സോ മച്ച്. എല്ലാവരും ജോയിൻ ചെയ്ത എല്ലാവർക്കും നന്ദി. സ്പെഷ്യൽ താങ്ക്സ് ടു ഷിജി മാം, മുരളി സാർ, മോഹൻദാസ് സാർ, എവ്രി വൺ. എല്ലാവരും എല്ലാം പറഞ്ഞതുപോലെ കുട്ടികളെ കൂടുതൽ ഉൾപ്പെടുത്തിക്കൊണ്ട് പാഠഭാഗങ്ങൾ അതിന്റെ ട്രാൻസാക്ഷനുമായിട്ട് മുന്നോട്ട് പോവുക. ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യവുമില്ല. പുതിയ സിലബസ് പുതുക്കാം. എന്താണ് സാർ പുതുക്കാം? ആത്മവിശ്വാസം അതാണ് വേണ്ടത് സാർ. സോ താങ്ക് യു സോ മച്ച്. താങ്ക് യു എവ്രിബഡി. ഒറ്റ കാര്യം സാർ, ആ മറ്റേ കവിതാ മാമിനെ പോലെ കൂടുതൽ ആളുകൾ ഇതിലേക്ക് വരിക. ഞാനതാ പറഞ്ഞത്, നിങ്ങൾ ആക്റ്റീവ് ആവും. കാരണം നിങ്ങളൊക്കെ ആക്റ്റീവ് ആവുമ്പോഴാണ് ഈ ഒരു ഗ്രൂപ്പ് എക്സ്ട്രാ മൈൽസ് നമ്മൾ താണ്ടുക. അതാണ് വേണ്ടത്. സംശയങ്ങൾ ചോദിക്കുക. തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും സാർ വൈൻഡപ്പ് ചെയ്തോളൂ സാർ. ഓക്കെ. അപ്പം സലാം സാറിന്, ബിജു സാറിന്, മുരളി സാർ, മോഹൻദാസ് സാർ ഒരുപാട് താങ്ക്സ്. ഇടയ്ക്ക് എന്റെ ഓഡിയോ മുറിഞ്ഞു പോയിരുന്നു, സോറി. നെറ്റ് ഇഷ്യൂ ഉണ്ടായത് കൊണ്ടാണ്. ഇവിടെ ആരോ ടീച്ചർ ടെക്സ്റ്റിന്റെ കാര്യം ചോദിച്ചിട്ടുണ്ട്. ഞാനത് ഗ്രൂപ്പിൽ ഷെയർ ചെയ്തോളാം, സലാം സാറിന് ഇട്ട് കൊടുത്തോളാം.